very warm welcome to all the dear doctors out there. My name is Dr. Gautam Manoj. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ജുവനൈൽ ഇഡിയോപാത്തിക് ആർത്രൈറ്റിസ് അഥവാ ജുവനൈൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാവസാക്കി ഡിസീസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെങ്തി ടോപ്പിക് ആണ്, കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഇൻ ചിൽഡ്രൻ. നമ്മൾ ഓൾറെഡി റെസ്പിറേറ്ററി ഡിസ്ട്രസ്സുകൾ ന്യൂനേഴ്സുകൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് കുറച്ച് കൺജനിറ്റൽ മാൽഫോർമേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി കുറച്ച് ടോർച്ച് ഇൻഫെക്ഷൻസ്. ടോർച്ച് കോംപ്ലക്സ് എന്താണെന്ന് ഞാൻ പറയാം. ടോർച്ച് ഇൻഫെക്ഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ GI എമർജൻസി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എമർജൻസികളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ കുറച്ച് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിലൂടെ സ്കൾ ലീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനം സിവിയർ അക്യൂട്ട് മാൽ ന്യൂട്രീഷനെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ സെഷൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു സെഷനും നാളത്തെ ഒരു സെഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ നമ്മൾ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കുറച്ച് ടോപ്പിക്കുകളാണ് പീഡിയാട്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ടോപ്പിക്സോടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പീഡിയാട്രിക്സ് ടോപ്പിക്ക് കഴിയും. പിന്നെ നമുക്ക് എന്റെ ഭാഗത്ത് എനിക്ക് പിന്നെ എടുക്കാനുള്ളത് ഡെർമറ്റോളജിയും സൈക്കാട്രിയും മാത്രമാണ്. അപ്പൊ നമുക്ക് ഇന്ന് കൺജനിറ്റൽ മാൽഫോർമേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ടോർച്ച് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? ടോർച്ച് ഇൻഫെക്ഷൻസ് ടോക്സോപ്ലാസ്മ, റുബെല്ല, പിന്നെ ബാക്കി വരുന്ന CMV, സൈറ്റോമെഗാല വൈറസ് ഉണ്ടാക്കുന്ന CMV, പിന്നെ അതുപോലെ തന്നെ H എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഇൻഫെക്ഷൻസോട് ചേർന്നിട്ടാണ് ഈ H ഇൻഫെക്ഷൻസ് പറയുന്നത്. HSV അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ടോക്സോപ്ലാസ്മ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ടോക്സോപ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോകെഫാലസ് ഉണ്ടാവും. ബേസിക്കലി ഇത്രേ ഉള്ളൂ. അതായത് ഈ ടോക്സോപ്ലാസ്മ ഇൻഫെക്ഷൻ കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഒബ്വിയസ്ലി കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ അമ്മയിൽ നിന്നാണല്ലോ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പം യൂട്രസിനകത്തുള്ള കുട്ടിയിലേക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ എത്തണമെങ്കിൽ ഒബ്വിയസ്ലി അമ്മ വഴി ഇത് എത്തത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക്, അതായത് ഈ ക്യാരി ചെയ്യുന്ന മദറിന് ഈ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വയാതെ മദർ ഈ പറയുന്ന ഇൻഫെക്ഷൻ നമ്മുടെ ഒബ്വിയസ്ലി ഈ പറയുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം ഈ എങ്ങോട്ടെത്തും, ലൈക്ക് ഇൻ യൂട്രസ് ഈ ഇരിക്കുന്ന ബേബിയിലേക്ക് വയാതെ മദർ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ എത്തുവാണ്. അപ്പൊ അങ്ങനെ ഈ ജനിക്കുമ്പോൾ തന്നെ ടോക്സോപ്ലാസ്മ ഇൻഫെക്ഷനായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കാണുന്നത്? ഒന്ന്, ഹൈഡ്രോകെഫാലസ് ഉണ്ടാവും. എന്താണ് ഹൈഡ്രോകെഫാലസ്? ഹൈഡ്രോകെഫാലസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ വെൻട്രിക്കിൾസിൽ ഈ പറയുന്ന ഫ്ലൂയിഡ് വന്ന് നിറയുന്നതിനാണ് നമ്മൾ ഹൈഡ്രോകെഫാലസ് എന്ന് പറയുന്നത്. ഏത് ഫ്ലൂയിഡാണ് വന്ന് നിറയുന്നത്? നമ്മുടെ ബ്രെയിനകത്തുള്ള ഫ്ലൂയിഡ് ആണ്. അത് വന്ന് നിറയുന്നതിനാണ് നമ്മൾ ഹൈഡ്രോകെഫാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഹൈഡ്രോകെഫാലസ് ഉള്ള ബേബിയുടെ തല ഭയങ്കര വലുതായിട്ടായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ കാണിക്കാം നമുക്ക്. ബിൽഡപ്പ് ഓഫ് സെർബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ്, അതായത് ബ്രെയിനകത്തുള്ള ഫ്ലൂയിഡാണ് സെർബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം അതെ, ഇതുപോലെ ഇരിക്കും. അങ്ങനെ കണ്ടോ? ലൈക്ക് ഈ ഒരു പിക്ചർ ആയിരിക്കും ഇങ്ങനെ ഹൈഡ്രോകെഫാലസ് ഉള്ള ബേബിക്ക് ഉണ്ടാകുന്നത്. അബ്നോർമലി ലാർജ് ഹെഡ്, അതാണ് ഹൈഡ്രോകെഫാലസ് ഉള്ള ബേബിയുടെ ഫീച്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പൊ ടോർച്ച് ഇൻഫെക്ഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഈ ടോക്സോപ്ലാസ്മയ്ക്ക് ഒബ്വിയസ്ലി അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈഡ്രോകെഫാലസ് ആണ്, രണ്ട് കോറിയോ റെറ്റിനൈറ്റിസ്. കോറിയോ റെറ്റിനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഇൻഫെക്ഷൻ ആണ് കോറിയോ റെറ്റിനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ റെറ്റിനൽ ഇൻഫെക്ഷൻ ആണ്, റെറ്റിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ റെറ്റിനൽ ഇൻഫെക്ഷൻ. അപ്പൊ കോറിയോ റെറ്റിനൈറ്റിസ് ഉണ്ടാവും. അപ്പൊ ഈ കോറിയോ റെറ്റിനൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരുമാതിരി നമ്മൾ ഈ ഫോഗുള്ള, അതായത് കോടമഞ്ഞുള്ള സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് അടിക്കത്തില്ലേ, അതുപോലത്തെ ഒരു അപ്പിയറൻസ് ആണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് വഴി നോക്കുമ്പോൾ ഈ കോറിയോ റെറ്റിനൈറ്റിസ് ഉള്ള ടോക്സോപ്ലാസ്മിക് ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു ഫിഗറോടെ ഞാൻ ജസ്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ? ഹെഡ്ലൈറ്റ് ഇൻ ഫോഗ് അപ്പിയറൻസ് പറഞ്ഞ ഈ ഒരു സാധനമാണ്. അത് നമ്മൾ ഒരു മഞ്ഞുള്ള സമയത്ത് നമ്മൾ അതിനകത്തോടെ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏകദേശം ഒരു പിക്ചർ അതുപോലൊക്കെയാണ്. സിമിലർലി ഒരു അപ്പിയറൻസ് ആണ് ഇതിൽ തോന്നുന്നത്. അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഒരു ഫീച്ചറിനെ, അതിന്റെ ഒരു അപ്പിയറൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണല്ലോ? ഒന്ന് കോറിയോ റെറ്റിനൈറ്റിസ് ഉണ്ട്, രണ്ട് ഹൈഡ്രോകെഫാലസ് ഉണ്ട്, മൂന്ന് പാരൻകൈമൽ കാൽസിഫിക്കേഷൻ. പാരൻകൈമൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ ബ്രെയിൻ പാരൻകൈമൽ കാൽസിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ പാരൻകൈമൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോക്സോപ്ലാസ്മയുടെ ഹോൾമാർക്ക്, അതായത് ടോക്സോപ്ലാസ്മയുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ പാരൻകൈമൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പാരൻകൈമൽ ക്ലാസിഫിക്കേഷൻ ആണ് ടോക്സോപ്ലാസ്മയുടെ മെയിൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഈ മൂന്ന് ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഹൈഡ്രോകെഫാലസ്, രണ്ട് കോറിയോ റെറ്റിനൈറ്റിസ്, മൂന്ന് പാരൻകൈമൽ കാൽസിഫിക്കേഷൻ. കോറിയോ റെറ്റിനൈറ്റിസ് പറയുന്നത് ഹെഡ്ലൈറ്റ് ഇൻ ഫോഗ് അപ്പിയറൻസ് ആണ്, അങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് മാക്യുലർ സ്കാർ ആണ്. അത് കോറിയോ റെറ്റിനൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കാർ പോലെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. മൂന്ന് ഫീച്ചേഴ്സ് CHP എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് കോറിയോ റെറ്റിനൈറ്റിസ്, രണ്ട് ഹൈഡ്രോകെഫാലസ്, മൂന്ന് പാരൻകൈമൽ കാൽസിഫിക്കേഷൻ. ഈ മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോക്സോപ്ലാസ്മയിൽ ഉണ്ടാകുന്ന ട്രയഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഏതാണെന്ന് ചോദിക്കുക, ഇത് മൂന്നുമാണ് ഉണ്ടാകുന്നത്.
രണ്ട്, സൈറ്റോമെഗാലോ വൈറസ്. സൈറ്റോമെഗാലോ വൈറസ് ആണ് മോസ്റ്റ് കോമൺ നിയോനേറ്റൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ കൺജനറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ആണ്. CMV ആണ് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ. ഇറ്റ്സ് മോസ്റ്റ് കോമൺ. അതായത് മൈക്രോകെഫാലി, അതായത് -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹെഡ് സർക്കംഫറൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ നോർമൽ റേഞ്ച്, എപ്പോഴും നമ്മുടെ നോർമൽ റേഞ്ച് നമ്മൾ പറയുന്നത് 10th ടു ലൈക്ക് എന്താ പറയുക, നമ്മൾ എപ്പോഴും നോർമൽ റേഞ്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് 10 to 90th സെന്റയിലാണ്. നമ്മൾ നോർമൽ റേഞ്ച് നമ്മൾ നേരത്തെ നമ്മൾ സൈസ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ ഈ സൈസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെഷർ അല്ലെങ്കിൽ പാരാമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ CMV എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ ടോർച്ച് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ന്യൂണറ്റൽ ഇൻഫെക്ഷനിൽ, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ കൺജനിറ്റൽ ഇൻഫെക്ഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് മൈക്രോകെഫാലി. അഥവാ തല ചെറുതാവുന്നതിനാണ് നമ്മൾ മൈക്രോകെഫാലി എന്ന് പറയുന്നത്. ഈ മൈക്രോകെഫാലിയുടെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് സർക്കംഫറൻസ്, അതായത് തലയുടെ സർക്കംഫറൻസ്, ഹെഡ് സർക്കംഫറൻസ് -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പൊ -3, -2, +1, 0, അല്ലെ -3, -2, -1, 0, +1, +2, +3 ഇത്രയാണ് നമ്മൾ റേഞ്ച് എടുക്കുന്നതെങ്കിൽ 0 to +2 വരെയാണ് നോർമൽ. ബാക്കി 0ന് താഴോട്ട് പോയാലും +2ന് മുകളിലോട്ട് പോയാലും എല്ലാം അബ്നോർമലാണ്. +2ന് മുകളിലേക്ക് +3 SD ഒക്കെ വരികയാണെങ്കിൽ എന്താ? മാക്രോകെഫാലിയ. സീൻ ഇൻഫൻസ് ഓഫ് ഡയബറ്റിക് മദർ, ഡയബറ്റിസ് ഉള്ള കുട്ടികൾ, അമ്മയ്ക്ക് ജനിക്കുന്ന കുട്ടികളിൽ മാക്രോകെഫാലി ഉണ്ടാവും. മൈക്രോകെഫാലി ഉണ്ടാകുന്ന കണ്ടീഷനാണ് സൈറ്റോമെഗാലോ വൈറസ് എന്ന് പറയുന്നത്. അവിടെ -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും താഴെയായിരിക്കും ഹെഡ് സർക്കംഫറൻസ് വരുന്നത്. പിന്നെ ഇവിടെ എന്താണ്? പെരി വെൻട്രിക്കുലർ കാൽസിഫിക്കേഷൻ, അതായത് വെൻട്രിക്കിൾസ്, നമ്മുടെ ബ്രെയിനകത്തെ വെൻട്രിക്കിൾ, സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇരിക്കുന്ന ചേമ്പറുകളാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെൻട്രിക്കിളിന് ചുറ്റും അതിന്റെ സർക്കംഫറൻസിൽ എന്തുണ്ട്? പെരി വെൻട്രിക്കുലർ എന്തുണ്ട്? കാൽസിഫിക്കേഷൻ ഉണ്ട്. മറ്റേ ടോക്സോപ്ലാസ്മയിൽ എന്തായിരുന്നു? പാരങ്കൈമൽ, ബ്രെയിൻ മാറ്ററിനകത്തായിരുന്നു കാൽസിഫിക്കേഷൻ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരി വെൻട്രിക്കുലർ, അതായത് വെൻട്രിക്കിൾസിന് ചുറ്റുമാണ് കാൽസിഫിക്കേഷൻ. മോസ്റ്റ് കോമൺ ലോങ് ടേം സിക്വലെ ഇൻ സൈറ്റോമെഗാലോ വൈറസ് എന്താണ്? സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് സൈറ്റോമെഗാലോ വൈറസിന്റെ മോസ്റ്റ് കോമൺ ലോങ് ടേം സിക്വൽ എന്ന് പറയുന്നത്. അതായത് സൈറ്റോമെഗാലോ വൈറസ് അൺട്രീറ്റഡ് ആയിട്ട് ഒരുപാട് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. അതും വളരെ റെയർ ആയിട്ട്, അതായത് 10% പേരിലൊക്കെ ഈ പറഞ്ഞ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള 90% പേരും അസിംറ്റമാറ്റിക് ആണ്. അവരിൽ പലരും സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പലരും അങ്ങനെ നോർമൽ ആയിട്ട് അങ്ങ് പോകും. ചില ആളുകളിൽ ഭാവിയിൽ ഉണ്ടാവാം, ചില ആളുകളിൽ ഉണ്ടാവുകയില്ല. അപ്പൊ യൂറിനറി PCR ടെസ്റ്റ്, അതായത് PCR നമുക്കറിയാം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. യൂറിനറി അല്ലെങ്കിൽ സലൈവറി, ഒന്നെങ്കിൽ സലൈവ എടുത്തിട്ട് അതിന്റെ PCR ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ കളക്ട് ചെയ്തിട്ട് അതിന്റെ PCR ചെയ്യുക. ഈ രണ്ട് വഴികളിലുമാണ് നമുക്ക് എന്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സീക്ക വൈറസിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരുന്നത്? ഒന്ന് മൈക്രോകെഫാലി, അതായത് CMV പോലെ തന്നെ മൈക്രോകെഫാലി വരും. രണ്ട് എന്തുണ്ടാവും? കൺട്രാക്ഷൻസ് ഉണ്ടാവും. കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ നമ്മൾ കൺട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നതിനാണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കും, കൈ ഇങ്ങനെയൊക്കെ ഇരിക്കും, അതിനാണ് കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. നമ്മുടെ ബ്രെയിനകത്ത് ഗ്രേ മാറ്ററും ഉണ്ട്, വൈറ്റ് മാറ്ററും ഉണ്ട്. ഈ നടുക്കുള്ള പോർഷൻ, അതായത് വെൻട്രിക്കിൾസിന് ചുറ്റുമുള്ള പോർഷനാണ് നമ്മുടെ വൈറ്റ് മാറ്ററും, അതിന് ഏറ്റവും പെരിഫറലുള്ള സ്ഥലമാണ് നമ്മുടെ ഗ്രേ മാറ്ററും എന്ന് പറയുന്നത്. GMWM കാൽസിഫിക്കേഷൻ, ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ഇന്റർഫേസിൽ കാൽസിഫിക്കേഷൻ വരുന്നതിനാണ് നമ്മൾ, അതും ഈ പറയുന്ന സീക്ക വൈറസ് ഇൻഫെക്ഷന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ. പിന്നെ അപ്പം എന്തൊക്കെയാണ് ഇത്ര ഡിസ്കസ് ചെയ്ത്? ടോക്സോപ്ലാസ്മയിൽ വരുന്ന ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒന്ന് ഹൈഡ്രോകെഫാലസ് വരും, രണ്ട് കോറിയോറെറ്റിനൈറ്റിസ് വരും. കോറിയോറെറ്റിനൈറ്റിസ് പറഞ്ഞാൽ നമ്മൾ മഞ്ഞത്ത് ടോർച്ച് അടിക്കുന്ന പോലത്തെ ഒരു ഫീച്ചറാണ് കോറിയോറെറ്റിനൈറ്റിസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ്ലൈറ്റ് ഇൻ ഫോഗ് അപ്പിയറൻസ്, അൺട്രീറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മാക്യുലർ സ്കാർ ഉണ്ടാവും. 3 പാരങ്കൈമൽ കാൽസിഫിക്കേഷൻ ഉണ്ടാവും. പാരങ്കൈമൽ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോൾമാർക്ക് ആണ്. മോസ്റ്റ് കോമൺ ഫീച്ചർ ആണ് പാരങ്കൈമൽ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹോൾമാർക്ക്. ഈ പറയുന്ന ബ്രെയിൻ മാറ്ററിനകത്ത് കാൽസിഫിക്കേഷൻ ഉണ്ടാകുന്ന പാരങ്കൈമൽ കാൽസിഫിക്കേഷൻ. CMV-ക്കകത്താണ് മൈക്രോകെഫാലി -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹെഡ് സർക്കംഫറൻസ്, പെരിവെൻട്രിക്കുലർ കാൽസിഫിക്കേഷൻ ഉണ്ടാവും. മോസ്റ്റ് കോമൺ ലോങ് ടേം സെക്വല എന്ന് പറയുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. മെജോറിറ്റിയും അസിംറ്റമാറ്റിക് ആയിരിക്കും. യൂറിനറി PCR ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, സലൈവറി PCR ടെസ്റ്റും പോസിറ്റീവ് ആയിരിക്കും. സീക്ക വൈറസിനകത്താണെങ്കിൽ മൈക്രോകെഫാലി ഉണ്ടാവും, കൺട്രാക്ഷൻസ്. Zika virus, microcephaly, contractures, gray matter, white matter calcification. Microcephaly, contractures, gray matter, white matter calcification. Varicella എന്ന് പറയുന്നത് എന്തൊക്കെയാ? Cicatricial skin rash, limb hypoplasia. വെരിസെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ചിക്കൻ ബോക്സ് വൈറസ് ആണ് നമ്മൾ വേരിസെല്ല എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഈ അമ്മയ്ക്ക്, അതായത് ഈ ക്യാരിങ് ആയിട്ടുള്ള മദറിന് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ വാരിസെല്ല വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയെക്കാളും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് കുഞ്ഞിനെയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന കൺജനറ്റലി പാസ് ആവുന്ന വേരിസെല്ല വൈറസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? സ്കിൻ റാഷ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ലിംബ് ഹൈപ്പോപ്ലേഷ്യ ഉണ്ടാക്കും. സ്കിൻ റാഷിന് മാത്രമല്ല, സ്കിൻ റാഷ് ഉണ്ട്, ലിംബ് ഹൈപ്പോപ്ലേഷ്യ ഉണ്ടാവും. അത് വളരെ ഡേഞ്ചറസ് ആണ്, അല്ലെ? ലിംബ് ഹൈപ്പോപ്ലേഷ്യയും വേരിസെല്ലയുടെ ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ആണ് ഇൻ കൺജനിറ്റൽ ഇൻഫെക്ഷൻ ഓഫ് വാരിസെല്ല.
അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വേരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാം. ദാറ്റ് ഇസ് 5 days ബിഫോർ ഓർ 2 days ആഫ്റ്റർ ഡെലിവറി. അതായത് ഡെലിവറിക്ക് 5 ദിവസം മുന്നെയോ 2 ദിവസമോ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വേരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ HSV2, അതായത് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ആണ് നമ്മൾ HSV എന്ന് പറയുന്നത്. അപ്പൊ HSV2 ഇൻഫെക്ഷനിൽ എന്തൊക്കെയാ സംഭവിക്കുക? സ്കിൻ ആൻഡ് ഐ ലീഷൻസ് ഉണ്ടാവും, എൻകെഫലൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ HSV2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്കിൻ ആൻഡ് ഐ ലീഷൻസ് ഉണ്ട്, എൻകെഫലൈറ്റിസ് ഉണ്ട്, പിന്നെ ആക്റ്റീവ് ജെനറ്റൽ ഹെർപ്പിസ്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ആക്റ്റീവ് ജെനറ്റൽ ഹെർപ്പിസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷൻ ചെയ്യും. അപ്പൊ HSV2 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്കിൻ ലീഷൻ ഉണ്ട്, ഐ ലീഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ടാവാം? എൻകെഫലൈറ്റിസ് ഉണ്ട്. എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലൈക്ക് മെനിഞ്ചൈറ്റിസ് പറഞ്ഞാൽ എന്താ? മെനിഞ്ചൽ ഇൻഫെക്ഷൻ ആണ്. എൻകെഫലൈറ്റിസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ, അതായത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ CSF ഇൻഫെക്ഷൻ, ആ CSF ഇൻഫെക്ഷൻ ആവുന്നതാണ് നമ്മൾ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കവറാണ്. അകത്തുള്ള സാധനങ്ങൾ ഇൻഫെക്ട് ആവുന്നതാണ് നമ്മൾ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് ഇൻഫെക്ഷൻ ആകുമ്പോൾ മെനിഞ്ചൈറ്റിസ് പറയാം, അകത്തുള്ള സാധനങ്ങൾ ഇൻഫെക്ട് ആകുമ്പോൾ നമ്മൾ എൻകെഫലൈറ്റിസ് പറയും. അതാണ് HSV2 ഉണ്ട്. HSV2 നമ്മൾ യൂഷ്വലി സംഭവിക്കുന്നത് ടെമ്പറൽ ലോബ് എൻകെഫലൈറ്റിസ് ആണ് സംഭവിക്കുന്നത്. ടെമ്പറൽ ലോബ് ഓഫ് ഏരിയയിലാണ്, ടെമ്പറൽ ലോബ് ഓഫ് ബ്രെയിനിലാണ് നമ്മൾ എൻകെഫലൈറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ ആക്റ്റീവ് ജെനറ്റൽ ഹെർപ്പിസ്. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാനുള്ള സംഭവം എന്താ? ഈ ജെനറ്റൽ ഹെർപ്പിസ്, HSV2 എന്ന് പറയുന്നത് ജെനറ്റൽ ഹെർപ്പിസ് ഉണ്ടാകുന്ന സാധ്യത. ഹെർപ്പിസ് പറയുന്നത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പോൾ ഹെർപ്പിസ് ഉള്ള അല്ലെങ്കിൽ ജെനറ്റൽ ഹെർപ്പിസ് ഉള്ള ക്യാരിങ് ആയിട്ടുള്ള മദർ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയിൽ ഈ ഹെർപ്പിസ് വൈറസുകളെല്ലാം കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ജെനറ്റൽ ഏരിയയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് നോർമൽ ഡെലിവറിയുടെ സമയമാണെങ്കിൽ, ഈ കുഞ്ഞ് നോർമൽ ഡെലിവറിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ ജെനറ്റൽ ട്രാക്റ്റിൽ കൂടെ അല്ലെങ്കിൽ വജൈനയിൽ കൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ വൈറസ് എല്ലാം എങ്ങോട്ട് പോകും? അതിന്റെ അകത്തേക്ക്, അതായത് കുഞ്ഞിനെ അത് ഇൻഫെക്റ്റഡ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവ് ജെനറ്റൽ ഹെർപ്പിസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ലീഷൻസ് ഉള്ള അമ്മയാണ് ക്യാരിങ് ആയിട്ടുള്ള ലേഡി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യണം? എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നമ്മൾ ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷൻ നമ്മൾ ചെയ്യണം. അത് LSCS ഇൻസെക്ഷൻ ഇട്ട് ആ സർജറി നമ്മൾ ചെയ്യണം, സിസേറിയൻ സെക്ഷൻ ബേസിക്കലി. നെക്സ്റ്റ് റുബെല്ലയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഒന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, രണ്ട് കാറ്ററാക്ട്. കാറ്ററാക്ടിനകത്ത് തന്നെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്ററാക്ട് നമ്മൾ പറയുന്നുണ്ട്. ഇത് ഈ ടൈപ്സ് ഓഫ് കാറ്ററാക്ട് ഒക്കെ നിങ്ങളെ ഒഫ്താലിലെ മാഡം ഡിസ്കസ് ചെയ്യും, അത് ഞാനിവിടെ പറയുന്നില്ല. ഇറ്റ്സ് ന്യൂക്ലിയർ പേർലി കാറ്ററാക്ട് മോർ ദാൻ സോൺലിയർ ഓർ ലാമെല്ലാർ കാറ്ററാക്ട്. അങ്ങനെ തന്നെ പഠിച്ചോളുക. ന്യൂക്ലിയർ പേർലി കാറ്ററാക്ട് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പേർലി കാറ്ററാക്ട് ആണ് മോസ്റ്റ് കോമൺലി റുബെല്ലയിൽ നമ്മൾ കാണുന്ന കാറ്ററാക്ട് എന്ന് പറയുന്നത്. സോണിലാർ അല്ലെങ്കിൽ ലാമെല്ലാർ കാറ്ററാക്ട് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ പേർലി കാറ്ററാക്ട് കഴിഞ്ഞിട്ട് അതിന് ഇൻസിഡൻസുകൾ വരുന്നു. ഏറ്റവും കോമൺലി വരുന്ന ന്യൂക്ലിയർ പോളി കാറ്ററാക്ട് ആണ്. അത് കഴിഞ്ഞാണ് നമ്മൾ സോണുലാർ ലാമെല്ലാർ ടൈപ്പ് ഓഫ് കാറ്ററാക്ടുകൾ വരുന്നത്. ഏറ്റവും കോമൺലി ന്യൂക്ലിയർ പോളിയാണ്. മോസ്റ്റ് കോമൺലി കാണുന്ന ഐയിലെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ റെറ്റിനോപ്പതിയാണ്. പിന്നെ PDA മോർ ദാൻ PS, അതായത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. അറിയാം, നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ നമ്മൾ കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മുടെ PSCക്ക് ടോപ്പിക് ലിസ്റ്റിൽ പോലും ഫീറ്റൽ സർക്കുലേഷൻ ഇല്ല. എന്നാലും ജസ്റ്റ് മനസ്സിലാക്കുക, ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് നമ്മുടെ ഈ അമ്മയുടെ യൂട്രസിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അതാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഡെലിവർ ആവുന്നതിന് മുമ്പ് കുട്ടി അമ്മയുടെ യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ എന്താണ് കുട്ടിയുടെ ബോഡി സംഭവിക്കുന്നത്? അതാണ് ഫീറ്റൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നമ്മുടെ എന്താ പറയുക, അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കണക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു മെയിൻറ്റെയിൻ ദ ലൈഫ് ഓഫ് ദ ബേബി. അപ്പോൾ അത് ഇൻസൈഡ് ദ യൂട്രസ്, ഈ യൂട്രസിനകത്ത് വെച്ച്, അതായത് അമ്മയുടെ വയറ്റിനകത്ത് വെച്ച് വെൻ ദ ബേബി ഇസ് നോട്ട് ടേക്കിംഗ് ബ്രെത്ത്, ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നില്ലല്ലോ. കുഞ്ഞകത്തിരിക്കുമ്പം ഈ ലങ്സിനകത്ത് നിറച്ച് എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡാ. മൊത്തം കുഞ്ഞ് അകത്തേക്ക് എടുക്കുന്നതും പുറത്തോട്ട് കളയുന്നതൊക്കെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡാ. ഓക്സിജൻ സപ്ലൈ ഇല്ലല്ലോ നമ്മുടെ അമ്മയുടെ യൂട്രസിനകത്ത്, ഫുൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെ ലങ്സിന് അവിടെ കുഞ്ഞിന്റെ ആവശ്യമുള്ള ബ്ലഡ് സപ്ലൈയും ഓക്സിജനേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമ്മയുടെ ബ്ലഡ് വഴിയാണ്. അമ്മയുടെ ബ്ലഡിലുള്ള ഓക്സിജനാണ് കുഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ലങ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് എയർ എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്കായിട്ട്. അപ്പോൾ അതിന് പകരം ബോഡിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന സാധനമാണ്, കുഞ്ഞുങ്ങളുടെ ഫീറ്റൽ സർക്കുലേഷനിൽ ദൈവം കൊടുത്തിരിക്കുന്ന സാധനമാണ് എന്ത്? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. എന്താണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അയോർട്ടയും, അതായത് സിസ്റ്റമിക് സർക്കുലേഷനും നമ്മുടെ പൾമണറി സർക്കുലേഷനായ പൾമണറി ആർട്ടറിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഫസ്റ്റ് ബ്രത്ത് എടുത്തതിന് ശേഷം ക്ലോസ് ആവണം. അല്ലെങ്കിൽ ഈ സർക്കുലേഷന്റെ ആവശ്യം നമ്മൾ കുഞ്ഞകത്തേക്ക് എയർ എടുത്ത് കഴിഞ്ഞ് ഓക്സിജനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യം പിന്നീടില്ല. അപ്പോൾ ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ് ആവണം. അങ്ങനെ ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ് ആവാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് സംഭവിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺലി സംഭവിക്കുന്ന പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് ആണ്. ഫോളോഡ് ബൈ എന്താണ് വേറെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? പൾമണറി സ്റ്റീനോസിസ്. അതായത്
പൾമണറി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയെന്ന് നമ്മുടെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് പോയി റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്. ഈ പൾമണറി ആർട്ടറി ആ ഒരു സർക്കുലേഷൻ, അതായത് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോവാതെ അവിടെ സ്റ്റിനോസ്ഡ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾമണറി സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ റുബല്ലയിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് സംഭവിക്കാം, പൾമണറി സ്റ്റിനോസിസ് സംഭവിക്കാം. ഏറ്റവും ലീസ്റ്റ് റിസ്ക് ഓഫ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്, ബിഫോർ 11 വീക്സ്, അതായത് 11 വീക്സിന് മുന്നെയാണ് ഈ പറയുന്ന റുബല്ല സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ there is a least risk of perinatal transmission. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള ട്രാൻസ്മിഷൻ ഏറ്റവും കുറവ് 11 ആഴ്ചയുടെ മുമ്പാണ്. അതായത് ഗസ്റ്റേഷൻ ഏജ് 11 വീക്സ്. അപ്പൊ 11 വീക്സ് ആണ് ഗസ്റ്റേഷൻ ഏജ്, അതായത് അമ്മ പ്രഗ്നന്റ് ആയിട്ട് 11 വീക്സ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ടൈം ഗ്യാപ്പിനുള്ളിലാണ് റുബല്ല ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലീസ്റ്റ് റിസ്ക് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ പാറോ വൈറസ് B19. പാറോ വൈറസ് B19 എന്ന് പറയുന്ന വൈറസ് അഫക്ട് ആയി കഴിഞ്ഞാൽ 2-3 സാധനങ്ങൾ ഉണ്ടാവാം. ഒന്ന് ഈ നോൺ ഇമ്മ്യൂൺ ഹൈഡ്രോപ്സ് എന്ന് പറയും. അതായത് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പടം ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ ഈ കുഞ്ഞിങ്ങനെ തടിച്ച് ഇങ്ങനെ എൻലാർജ്ഡ് ആയിട്ട് എഡിമാറ്റസ് ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണെങ്കിൽ യൂഷ്വലി ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ഈ ABO ഇൻകമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ RH ഇൻകമ്പാറ്റബിലിറ്റി. RH ഇൻകമ്പാറ്റബിലിറ്റി ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ ഫീച്ചർ. അപ്പൊ അങ്ങനെ ഇൻകമ്പാറ്റബിലിറ്റി വരുമ്പോൾ ഹീമോലൈസിസ് ഉണ്ടാവുകയും അങ്ങനെ 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 ഈ പറയുന്ന എന്തുണ്ടാവും, ഈ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് ഉണ്ടാവും. പക്ഷെ ചില കണ്ടീഷനുകളിൽ ലൈക്ക് ഇൻ പാറോ വൈറസ് B19 അവിടെ വൈറൽ ഇൻഫെക്ഷൻ മൂലം ഇമ്മ്യൂൺ അല്ലാതെ നോൺ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോപ്സ് ഉണ്ടാവും, ഇൻഫെക്റ്റീവ് ഹൈഡ്രോപ്സ് ഉണ്ടാവും ഇൻ പാറോ വൈറസ് B19. അതിനാണ് നമ്മൾ നോൺ ഇമ്മ്യൂൺ ഹൈഡ്രോപ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ബൈ പാറോ വൈറസ് B19 ദർ ക്യാൻ ബി പ്യുവർ റെഡ് സെൽ എപ്ലേഷ്യ. പ്യുവർ റെഡ് സെൽ എപ്ലേഷ്യയും പാറോ വൈറസ് B19 ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ റെഡ് സെല്ല് നമുക്കറിയാം നമ്മുടെ ബോൺമാരോ ആണ് നമ്മുടെ റെഡ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ റെഡ് സെൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കത്തില്ല, അതിനാണ് പ്യുവർ റെഡ് സെൽ അപ്ലേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ ആയിരിക്കും. ബേസിക്കലി പാൻ സൈറ്റോപിനിയ ഉണ്ടായിരിക്കത്തില്ല, ജസ്റ്റ് സിംപ്ലി ഐസൊലേറ്റഡ് പ്യുവർ റെഡ് സെൽ എപ്ലേഷ്യ. അതാണ് പാറോ വൈറസ് B19 ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ടോക്സോപ്ലാസ്മ ഡിസ്കസ് ചെയ്തു, CMV ഫീച്ചേഴ്സ് നമുക്കറിയാം, സിക്ക വൈറസിന്റെ ഫീച്ചേഴ്സ് അറിയാം. വേരിസെല്ല എന്ന് പറഞ്ഞാൽ സ്കിൻ റാഷ്, ഹൈപ്പോപ്ലേഷ്യ ഓഫ് ദ ലിംബുകൾ. നമ്മൾ എന്താണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, വേരിസെല്ല സോഷ്യൽ ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും. ദാറ്റ് ഇസ് 5 days ബിഫോർ ആൻഡ് 2 days ആഫ്റ്റർ ഡെലിവറി. പിന്നെ അതുപോലെ തന്നെ HSV2 ഇൻഫെക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, നമ്മൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പോൾ ആക്റ്റീവ് ജെനിറ്റൽ ഹെർപ്പിസ് ഉള്ള മദർ ആണെങ്കിൽ നമ്മൾ ഇത് കുഞ്ഞിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൂടെ ഉള്ള, അതായത് നോർമൽ ഡെലിവറി ഒഴിവാക്കി നമ്മൾ ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷൻ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് സ്കിൻ ആൻഡ് ഐ ലീഷൻസ് ഉണ്ടാവാം, അതുപോലെ ടെമ്പറൽ ലോബ് എൻകഫലൈറ്റിസ് ഉണ്ടാവാം ബ്രെയിനിന്റെ. അതുപോലെ റുബല്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ റുബല്ലയിൽ എന്തൊക്കെയാണ് നമ്മൾ റുബല്ല വൈറസ് ശ്രദ്ധിക്കേണ്ടത്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. കാറ്ററാക്ട് തന്നെ ന്യൂക്ലിയർ പേർലി കാറ്ററാക്ട് ആണ് മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നത്, മോർ ദാൻ സോൺലാർ ലെമല്ലാർ കാറ്ററാക്ട്. മോസ്റ്റ് കോമൺ ഐ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ റെറ്റിനോപ്പതിയാണ്. പിന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് ആണ് മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നത്, മോർ ദാൻ പൾമണറി സ്റ്റിനോസിസ്. ആൻഡ് ലീസ്റ്റ് റിസ്ക് ഓഫ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ പറയുന്നത് മാക്സിമം ബിഫോർ 11 വീക്സ് ആയിരിക്കും. പാറോ വൈറസ് B19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇമ്മ്യൂൺ ഹൈഡ്രോപ്സ്, അതുപോലെ തന്നെ പ്യുവർ റെഡ് സെൽ എപ്ലേഷ്യ. ഓക്കെ ഓക്കെ. GI എമർജൻസീസ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈൽ എമർജൻസീസ്. ഇത് എന്തൊക്കെയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈൽ എമർജൻസീസ് വരുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡുസെപ്ഷൻ. ഞാൻ ഓൾറെഡി നമ്മൾ സർജറി പഠിച്ച ടൈമിൽ നമ്മൾ ഇൻഡുസെപ്ഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡുസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലസ്കോപ്പിംഗ് സെറ്റപ്പിലാണ് നമ്മൾ, അതായത് പ്രോക്സിമൽ ബവൽ ഡിസ്റ്റൽ ബവലിലേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഡിസ്റ്റൽ ബവൽ, ഇതാണ് പ്രോക്സിമൽ ബവൽ. എങ്കിൽ പ്രോക്സിമൽ ബവൽ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ കയറി പോകാൻ പാടില്ല. അങ്ങനെ കയറി പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡുസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റോട്ടാ വൈറസ് വാക്സിനേഷൻ. റോട്ടാ വാക്സിനേഷന് ഈ പറയുന്ന ഇൻഡുസെപ്ഷനുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ റോട്ടാ വാക്സിനേഷൻ ചെയ്യുന്ന പല കുട്ടികൾക്കും ഈ പറയുന്ന പോലെ ഇൻഡുസെപ്ഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഹിസ്റ്ററി ഓഫ് റോട്ടാ വാക്സിനേഷൻ ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഇൻഡുസെപ്ഷൻ. ആൻഡ് മോസ്റ്റ് കോമൺ ഇൻഡുസെപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇലിയോകോളിക് റീജിയൻ, അതായത് ഇലിയം സീക്കം കോളം റെക്ടം. അപ്പൊ ഇലിയം കോളനിലേക്ക് കയറി പോകുന്നതിനാണ് നമ്മൾ ഇലിയോകോളിക് റീജിയൻ, ഇലിയോകോളിക് ഇൻഡുസെപ്ഷൻ എന്ന് പറയുന്നത്. ഇലിയോകോളിക് ഇൻഡുസെപ്ഷൻ ആണ് മോസ്റ്റ് കോമൺലി. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ സർജറി നമ്മൾ അക്യൂട്ട് അബ്ഡോമൻ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ടു ദാറ്റ് സെയിം ക്ലാസ്. ഓക്കെ ഓക്കെ. എപ്പോഴും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ആദ്യം നമ്മൾ ചെയ്യുന്ന ഇൻഡുസെപ്ഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ വന്ന USG ആണ്. ആൻഡ് ടാർഗറ്റ് സൈൻ അല്ലെങ്കിൽ ഡോണറ്റ് സൈൻ എന്ന് പറയുന്നതാണ് ഇൻഡുസെപ്ഷന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടാർഗറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ആർച്ചറി അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടില്ലേ, ഈ ഒളിമ്പിക്സിലൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരുപാട് വട്ടം 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 ആയിട്ട് നടുക്കൊരു വട്ടം, ലൈക്ക് അതിന് നടുക്കാണ് നമ്മൾ കൊള്ളുന്നെങ്കിൽ വി സേ ഇറ്റ് ഇസ് ബുൾസ് ഐ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബുൾസൈ പോലെ ഇരിക്കുന്നില്ലേ ഇത്, ലൈക്ക് എ ടാർജറ്റ്. ഇങ്ങനെ ഒരു ടാർജറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ
അമ്പെയ്യുന്ന ഒരു ടാർഗറ്റ് പോലെ ഇരിക്കുന്നില്ലേ ഇത്. അതുകൊണ്ടാണ് ഇതിനെ ടാർഗറ്റ് സൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് എ ഡോണറ്റ് ഓൾസോ, അപ്പോൾ ഇതിന് ഡോണറ്റ് സൈൻ നമ്മൾ പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് റോട്ട വാക്സിനേഷൻ ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇന്റർസെപ്ഷൻ ഉള്ള കുട്ടികളിലും മിക്കപ്പോഴും ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് റോട്ട വാക്സിനേഷൻ ആൻഡ് മോസ്റ്റ് കോമൺലി ഇലിയോ കോളിക് ആണ് അതിന്റെ ഇന്റർസെപ്ഷന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഓൾവേസ് USG ആൻഡ് ടാർഗറ്റ് സൈൻ ഓർ ഡോണറ്റ് സൈൻ ഇസ് ദ നെയിംഡ് സൈൻ ഓഫ് ഇന്റർസെപ്ഷൻ. ഗോൾഡ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? ബേരിയം എനിമ. അപ്പൊ ബേരിയം എനിമ, അതായത് നമ്മൾ പുറകെ കൂടെ നമ്മൾ എനിമ കൊടുത്തു കഴിഞ്ഞാൽ, ബേരിയം എനിമ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇങ്ങനെ ഒരു 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 ലൈക്ക് ഇങ്ങനെ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് അപ്പിയറൻസ് ഇസ് ആക്ച്വലി ഗോൾഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ് സൈൻ പോലെ വരും. അതായത് ബാക്കിൽ നിന്നാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, എനസിന് അവിടെ കൂടെ ആണല്ലോ നമ്മൾ എനിമ കൊടുക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പോയി 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 തിരിച്ച് ഇന്റർസെപ്ഷൻ എത്തുന്ന ഏരിയ വരുമ്പോൾ ഇങ്ങനെ, അതായത് ലൈക്ക് എ ക്ലോ, ഒരു ക്ലോ പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നഖം പോലെ ഇങ്ങനെ ഇരിക്കും. അതിനാണ് നമ്മൾ ക്ലോസ് സൈൻ എന്ന് പറയുന്നത്. നമ്മൾ എയർ എനിമയാണ് ചെയ്യുന്നത്, ഇത് ബേരിയം എനിമ ചെയ്യുമ്പോഴാണ് ക്ലോസ് സൈൻ വരുന്നത്. എയർ എനിമയാണ് ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് എ കോൾഡ് സ്പ്രിംഗ് സൈൻ. അതായത് ഇങ്ങനെ 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 അകത്തേക്ക് കോൾഡ് സ്പ്രിംഗ് സൈൻ ഞാൻ ഓൾറെഡി ആ ടൈം നമ്മൾ സർജറി പഠിക്കുന്ന സമയത്ത് ഞാൻ കോൾഡ് സ്പ്രിംഗ് സൈൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ ഇറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ടു ദാറ്റ് ക്ലാസ്. ഓക്കെ. അപ്പോൾ കോൾഡ് സ്പ്രിംഗ് സൈൻ ആണ് എയർ എനിമയിൽ, ക്ലോസ് സൈൻ ആണ് ബേരിയം എനിമയിൽ. ഓക്കെ, അതാണ് ഇന്റർസെപ്ഷൻ. ഇറ്റ്സ് വൺ ഓഫ് ദ GI എമർജൻസീസ്. ഇനി മെക്കൽസ് ഡയവേർട്ടിക്കുലം. എന്താണ് മെക്കൽസ് ഡയവേർട്ടിക്കുലം? മെക്കൽസ് ഡയവേർട്ടിക്കുലം എന്താണെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മുടെ ആക്ച്വലി ട്രൂ ഡയവേർട്ടിക്കുല എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് ക്ലിനിക്കൽ ഫീച്ചർ സർജറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിനിപ്പോൾ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് റെഡ് കറന്റ് ജെല്ലി സ്റ്റൂൾ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ 99 പെർ ടെക്നറ്റ് സ്കാൻ എന്ന് പറയുന്നത് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ആണ്. ബിക്കോസ് ഈ ടെക്നീഷ്യൻ 99 പെർ ടെക്നറ്റ് സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയിലും അങ്ങനത്തെ ഒരു ടിഷ്യൂസിലൊക്കെ പോയി ബൈൻഡ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ഓൾറെഡി അറിയാം മെക്കൽസ് ഡയബറ്റിക്കത്തില് ഏറ്റവും കൂടുതൽ കോമൺലി കാണുന്ന ഹെട്രോടോപ്പിക് ടിഷ്യൂ. അപ്പൊ മെക്കൽസ് ഡയബറ്റിക്കത്തിൽ പ്രത്യേകത എന്താ? അവിടെ വേറെ, അതായത് ആ റീജിയനിൽ വരാൻ പാടില്ലാത്ത ടിഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ കോറിസ്റ്റോമ എന്ന് പറയുന്നത്. കോറിസ്റ്റോമ ഇസ് ബേസിക്കലി എ ടിഷ്യൂ വിച്ച് ഇസ് പ്രസന്റ് അറ്റ് എ ലൊക്കേഷൻ വേർ ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രസന്റ്. ഇപ്പൊ സ്റ്റൊമക് ടിഷ്യൂസ്, പാൻക്രിയാറ്റിക് ടിഷ്യൂസ് ഒക്കെ ഈ പറയുന്ന മെക്കൽസ് ഡയബറ്റിക്കത്തിന് അകത്ത് വരാൻ സാധ്യതയുള്ള ഹെട്രോടോപ്പിക് ടിഷ്യൂസ് ആണ്. അതായത് അവിടെ വരാൻ പാടില്ലായിരുന്നു, പക്ഷെ അവിടെ വരുന്ന ടിഷ്യൂസ് ആണ് സ്റ്റൊമക് ടിഷ്യൂ, പാൻക്രിയാറ്റിക് ടിഷ്യൂ എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് കോൾഡ് കോറിസ്റ്റോമ. ഇറ്റ്സ് പ്രസന്റ് ഇൻ 2% ഓഫ് പോപ്പുലേഷൻ. സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ഇറ്റ് ഇസ് പ്രസന്റ് 2 feet away from ഇലിയോസിക്കൽ ജംഗ്ഷൻ ആൻഡ് ഇസ് സീൻ ഇൻ ആന്റി മിസെൻട്രിക് ബോർഡർ. ആന്റി മിസെൻട്രിക് ബോർഡറിലാണ് ഈ മെക്കൽസ് ഡയബറ്റിക്കലും കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സീൻ മോർ കോമൺലി ഇൻ മെയിൽസ് മോർ ദാൻ ഫീമെയിൽസ്. ഓക്കെ ഓക്കെ. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ടെക്നിക് സ്കാനിലെ ഹോട്ട്സ്പോട്ടുകളാണ്. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് ഈ സ്റ്റൊമക്കിന്റെ അപ്ടേക്ക് ഏരിയ ആണ്. സ്റ്റൊമക്കിൽ ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് ടിഷ്യൂ ഈ പറയുന്ന ടെക്നീഷ്യൻ 99 ഏറ്റെടുക്കും. ടെക്നീഷ്യൻ 99 ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഇതെന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ടിഷ്യൂ, ഇത് ചിലപ്പോൾ മിക്കവാറും സ്റ്റൊമക്കിൽ ബൈൻഡ് ചെയ്തായിരിക്കും. ഇതാണ് ഈ ഒരു ഡോട്ടാണ് നമ്മുടെ മെക്കൽസ് ഡയബറ്റിക്കൽ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഹെട്രോടോപ്പിക് ഗ്യാസ്ട്രിക് ടിഷ്യൂ. അതാണ് മെക്കൽസ് ഡയബറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വാട്ട് ഇസ് കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്? കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതും നമ്മൾ സർജറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ പൈലോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ ഔട്ട്ലെറ്റ് പോർഷൻ, നമ്മുടെ സ്റ്റൊമക്ക് തീരുന്ന, അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഡുവോഡനത്തിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആ ജംഗ്ഷനിലുള്ള ഔട്ട്ലെറ്റ് വാൽവാണ് പൈലോറിക് എന്ന് പറയുന്നത്, പൈലോറസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പൈലോറസിന്റെ അവിടെ സ്റ്റീനോസിസ് അല്ലെങ്കിൽ അത് അടഞ്ഞു പോകുന്നതിനാണ് നമ്മൾ കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? നോൺ ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാ? കാരണം ബൈൽ എന്ന് പറയുന്നത് എങ്ങോട്ടാ ചെന്ന് കയറുന്നത്? സെക്കൻഡ് പാർട്ട് ഡുവോഡനത്തിലേക്കാണ് ബൈൽ കയറുന്നത്. അപ്പൊ അവിടെ വരെ ഈ പറയുന്ന സ്റ്റൊമക്ക് എത്തുന്നില്ല, സ്റ്റൊമക്ക് ഓപ്പൺ ആവുന്നില്ല. സ്റ്റൊമക്കിന്റെ അവിടെ വെച്ച് ഇത് കട്ടാവുക. ഒബിയസ്ലി സ്റ്റൊമക്കിലുള്ള ഫുഡെല്ലാം തിരിച്ചു വരും, അതിനകത്ത് ബൈലും ഉണ്ടായിരിക്കത്തില്ല. കാരണം ബിക്കോസ് ഇറ്റ്സ് നോട്ട് മിക്സ്ഡ് വിത്ത് ബൈൽ യെറ്റ്. അതുകൊണ്ട് നോൺ ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും. ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് പെരിസ്റ്റാൾസിസ് അതിന്റെ ഒരു ഫീച്ചറാണ്. അത് അങ്ങനെ മനസ്സിലാക്കാനൊന്നുമില്ല. എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് നമുക്ക് വിസിബിൾ ആയിട്ട് പെരിസ്റ്റാൾസിസ് കാണാൻ പറ്റും. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്യാസ്ട്രിക് മൂവ്മെന്റുകൾ നമുക്ക് ഓവർ ദ സ്കിൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇങ്ങനെ ഒരു ഗർഗ്ലിംഗ് മൂവ്മെന്റ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് മൂവ്മെന്റ് വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതാണ് ലെഫ്റ്റ് റൈറ്റ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെറ്റബോളിക് ആൽക്കലോസിസ് വിത്ത് പാരഡോക്സിക്കൽ അസിഡ്യൂറിയ. ഇതിന്റെ ലൈക്ക് അതൊന്നും ഇപ്പൊ പഠിക്കണ്ട. അത് കൂടുതൽ പഠിക്കാൻ പോയി അതിന്റെ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റീനൽ ഫിസിയോളജി ഒക്കെ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങൾ, ഈ ജനറൽ കൺസെപ്റ്റ് ഓർത്ത് വെച്ചോ. സിവിയർ വോമിറ്റിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്ന ആസിഡ് ബേസ് ഇംബാലൻസ് എന്ന് പറയുന്നത് മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും. സിവിയർ വോമിറ്റിങ്ങിൽ, സിവിയർ ഡീഹൈഡ്രേഷനിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ, സിവിയർ വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാകുന്ന മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഇവിടെയും വോമിറ്റിംഗ് സിവിയർ വോമിറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് മെറ്റബോളിക് ആൽക്കലോസിസ്
ആൽക്കലോസിസ് ഉണ്ടാകുന്നു. എന്തുകൊണ്ട് പാരഡോക്സിക്കൽ അസിഡൂരിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? H+ അയോണുകൾ നമ്മുടെ യൂറിനിൽ കൂടെ ലോസ് ആവുന്നതിനാണ് പാരഡോക്സിക്കൽ അസിഡൂരിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ ശരീരത്തിൽ ബേസിന്റെ അളവ് വളരെ കൂടുതലാണ്, ബിക്കോസ് ദാറ്റ് ഇസ് കോൾഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. ബേസിന്റെ അളവ് ശരീരത്തിൽ ഭയങ്കര കൂടുതലാണെങ്കിൽ ബേസിന്റെ കോമ്പൗണ്ടുകൾ അല്ലേ നമ്മുടെ മൂത്രത്തിൽ കൂടെ പോകണ്ടേ? പക്ഷെ ഇവിടെ H+ അയോണുകളാണ് മൂത്രത്തിൽ കൂടെ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് റീനൽ ഫിസിയോളജി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമ്മൾ അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്രയും മാത്രം ഓർത്ത് വെക്കുക, മെറ്റബോളിക് ആൽക്കലോസിസ് വിത്ത് പാരഡോക്സിക്കൽ അസിഡ്യൂറിയ. പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ വന്നു, അതിനാണ് പാരഡോക്സിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റബോളിക് ആൽക്കലോസിസ് വിത്ത് പാരഡോക്സിക്കൽ അസിഡ്യൂറിയ ആണ് CHPS അഥവാ കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളം, അതായത് ഈ സ്റ്റീനോസിസിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 16 മില്ലിമീറ്ററും അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 4 മില്ലിമീറ്ററും ആണ്. ഈ സ്റ്റീനോസ്ഡ് ആയിട്ടുള്ള റീജിയന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 4 മില്ലിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 16 മില്ലിമീറ്ററും ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്? പൊട്ടാഷ്യം കുറയും, ക്ലോറൈഡ് കുറയും, സോഡിയം കുറയും, എല്ലാം കുറയുമെന്ന് ആലോചിച്ചാൽ മതി. സിവിയർ വോമിറ്റിംഗ് ആണ്, എല്ലാം കുറയും. ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് എന്താണ്? USG ആണ്. ആൻഡ് ദ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയറിന്റെ പേര് മാത്രം പഠിച്ചു വെക്കുക. ഇറ്റ്സ് കോൾഡ് റാംസ്റ്റെഡ്സ് പൈലോറോമയോട്ടമി. പൈലോറോ എന്നുള്ള പൈലോറോട്ടമി. അപ്പൊ പൈലോറോ എന്നുള്ള എന്തെങ്കിലും പേര് കണ്ടു കഴിഞ്ഞാൽ ഓൾവേസ് റിമെമ്പർ ഇറ്റ് ഇസ് സംതിങ് അസോസിയേറ്റഡ് വിത്ത് CHPS അല്ലെങ്കിൽ കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറോസ്റ്റീനോസിസ്. ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് USG ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റാംസ്റ്റെഡ്സ് പൈലോറോട്ടമി ആണ്. ഓക്കെ, പൈലോറോമയോട്ടമി എന്ന് പറയാം, പൈലോറോട്ടമി എന്ന് പറയാം. ഡുവോഡൽ അട്രീഷ്യ ഞാൻ ആ ടൈമിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഡുവോഡൽ അട്രീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡുവോഡിനം അട്രിറ്റിക് ആവുന്നു. അപ്പോൾ നമുക്ക് 2 ബബിളുകൾ കാണാം. ഒന്ന് ഈ പറയുന്ന ഡുവോഡിനം അട്രീഷ്യ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഭാഗം ഓഫ് ഡുവോഡിനം ഉണ്ട്, കുറച്ച് ഭാഗം ഓഫ് ഡുവോഡിനം അവിടെ പ്രസന്റ് ആണ്. ആ പ്രസന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഭാഗം, ഡുവോഡിനത്തിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു ബബിൾ പോലെ ഉണ്ടാക്കും. ബാക്കി സ്റ്റൊമക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഒരു ബബിൾ ഉണ്ടാക്കും. അപ്പൊ ദിസ് കോൾഡ് ഡബിൾ ബബിൾ സൈൻ. It's called Duodenal. It is known as duodenal atresia and it is commonly seen in Down syndrome. Down syndrome ഉണ്ടാകുന്ന ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിഫിക്കൽട്ടി ആണ് duodenal atresia എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, duodenal atresia is seen in Down syndrome most commonly. പിന്നെ ഈ ഡബിൾ ബബിൾ സൈൻ കാണുന്ന വേറൊരു കണ്ടീഷൻ എന്താ? ആനുലാർ പാൻക്രിയാസ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്താൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആനുലാർ പാൻക്രിയാസും ഈ പറയുന്ന പോലെ ഡബിൾ ബബിൾ സൈൻ കാണുന്ന ഒരു സാധനമാണ്. ആനുലാർ പാൻക്രിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പാൻക്രിയാസിന്റെ ഒരു മാൽഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കൺജനിറ്റൽ മാൽഫോർമേഷൻ ആണ്. പാൻക്രിയാസ് ഈ പറയുന്ന നമ്മുടെ സ്റ്റൊമക്കിന് ചുറ്റും, അതായത് ഈ സ്റ്റൊമക്കിന്റെ ഔട്ട്ലെറ്റിന് ചുറ്റും ഇങ്ങനെ ഒരു വടം പോലെ ഇങ്ങനെ വരും. അത് ഞാൻ എൻ്റെ ഫിഗർ ഉണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. കണ്ടോ, ഇതാണ് ആനുലാർ പാൻക്രിയാസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ നിൽക്കേണ്ട പാൻക്രിയാസ് ഇവിടെ മാത്രം നിൽക്കാൻ പാടില്ലായിരുന്നു, പകരം ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുറ്റും ഫോം ചെയ്യും. ഇതിന്റെ ഔട്ട്ലെറ്റിന് ചുറ്റും, അതായത് പൈലോറസിന് അവിടെ ഇങ്ങനെ അതായത് ഡുവോഡിനം അട്രീഷ്യയുടെ ഏകദേശം ഒരു എഫക്ട് പോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? കാരണം ഡുവോഡിനത്തിന് ചുറ്റും അങ്ങ് ഉണ്ടാവുക. അപ്പൊ എന്തുണ്ടാവും? അവിടെയും എന്തുണ്ടാവും? ഡബിൾ ബബിൾ സൈൻ ഉണ്ടാവും. എന്തുണ്ടാവും? ഡബിൾ ബബിൾ സൈൻ ഉണ്ടാവും. പിന്നെ ലാഡ് ബാൻഡ്സ് ഇൻ മാൽ റൊട്ടേഷൻ. മാൽ റൊട്ടേഷൻ ഉള്ള പേഷ്യൻസിലാണെങ്കിൽ ലാഡ് ബാൻഡുകൾ എന്ന് പറയും. ലാഡ് ബാൻഡുകൾ ഇതുപോലെ തന്നെ ഈ വടം പോലെ അതിന് ചുറ്റും ചുറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാകും. മാൽ റൊട്ടേഷൻ നമ്മൾ ബേസിക്കലി ഇത്രയും മാൽ റൊട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഓംഫാലോസീൽ, ഗ്യാസ്ട്രോസ്കിസിസ്, ഈ 2 സാധനങ്ങൾ തമ്മിൽ ഡിഫറൻസ്. എന്താണ് ഓംഫാലോസീൽ, എന്താണ് ഗ്യാസ്ട്രോസ്കിസിസ്? ഞാൻ ആദ്യം അതിന്റെ ഒരു ഫിഗർ എടുത്ത് വെച്ച് കാണിക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. ഞാൻ അല്ലാതെ അതൊരു സ്ലൈഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഉണ്ടാവും. ഇതാണ് ഇച്ചിരി ബെറ്റർ ഫിഗർ. എന്താണ് ഓംഫാലോസീൽ, എന്താണ് ഗ്യാസ്ട്രോസ്കിസിസ് എന്ന് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഓംഫാലോസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ യൂട്രസിനകത്ത് വെച്ച് ഫീറ്റസ് ഡെവലപ്പ് ആവുന്ന ടൈമിൽ ഈ ഫ്രണ്ട്, അതായത് ഈ അബ്ഡമൻ ആദ്യം ഓപ്പൺ ആണ്. അത് ക്ലോസ് ആവുന്നത് ലേറ്റർ സ്റ്റേജ്. ആദ്യം ഈ അബ്ഡമൻ ഓപ്പൺ ആണ് ഈ ബേബിയുടെ. ഈ അബ്ഡമൻ ഓപ്പൺ ആവുന്നത് മാത്രമല്ല പ്രശ്നം, ഈ നോർമലി ഈ അബ്ഡമന് വെളിയിലാണ് ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ്റെ ഡെവലപ്മെന്റുകളൊക്കെ നടക്കുന്നത്. എന്നിട്ട് അത് പയ്യെ അകത്തേക്ക് കയറിപ്പോയി, പിന്നെ പയ്യെ കുഞ്ഞ് ഡെലിവറി ആകുമ്പോഴത്തേക്ക് ഈ ഏരിയ ക്ലോസ് ആവത്തേ ഉള്ളൂ. 2 പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഈ പറയുന്ന സാധനം അതായത് ഫുള്ളി പുറത്ത് വെച്ചിട്ട് തന്നെ ഡെവലപ്പ് ആയിട്ട് അകത്തേക്ക് കയറിയില്ല. മനസ്സിലായോ? അതായത് ഇത് അകത്തേക്ക് കയറുന്ന ടൈമിൽ ഇത് അകത്തേക്ക് കയറിയില്ല, പുറത്ത് ഡെവലപ്പായിട്ട് പുറത്ത് തന്നെ ഇരുന്നു. അതാണ് ഓംഫാലോസീൽ എന്ന് പറയുന്നത്. ഓംഫാലോസീലിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? അമ്നിയോട്ടിക് മെമ്പറൈൻ കവറിംഗ് ഉണ്ടായിരിക്കും. ഇനി ഗ്യാസ്ട്രോസ്കിസിസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോസ്കിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞു, ഇത് അകത്തേക്ക് പോയി, പക്ഷേ ഈ പറയുന്ന ഫ്രണ്ടിലുള്ള ക്ലോഷർ ഉണ്ടായില്ല, അതായത് അബ്ഡമൻ ക്ലോസ് ആയില്ല. ബാക്കിയെല്ലാം നടന്നു, ഡെവലപ്പ് ചെയ്തു, ഇത് അകത്തേക്ക് പോയി, പക്ഷേ ഈ ഫ്രണ്ടിലത്തെ അബ്ഡമൻ ക്ലോസ് ആവാത്ത കാരണം അത് പുറത്തേക്ക് പിന്നെയും തള്ളി വന്നു. അതിനാണ് നമ്മൾ ഗ്യാസ്ട്രോസ്കിസിസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡി
ബോഡിയിൽ ഈ പറയുന്ന പുറത്ത് ഡെവലപ്പ് ആവുന്ന ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ പുറത്ത് ഡെവലപ്പ് ആവുന്ന കോളനും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറുമ്പോൾ ഇത് പയ്യെ 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 റൊട്ടേറ്റ് ചെയ്താണ് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യേണ്ട രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് വരത്തുള്ളൂ, നമ്മുടെ അപ്പൻഡിക്സ് വരത്തുള്ളൂ, സീക്കം വരത്തുള്ളൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവേണ്ട ലെഫ്റ്റ് സൈഡിൽ വരത്തുള്ളൂ. അതെല്ലാം നമ്മുടെ ഓറിയന്റേഷൻ, നമ്മുടെ കറക്റ്റ് നമ്മുടെ സാധാരണ ഉണ്ടാവേണ്ട രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ മാൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. മാൽ റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ബാൻഡുകളാണ്, ഇങ്ങനെ പടം പോലിരിക്കുന്ന സാധനങ്ങളാണ് ബാൻഡുകൾ എന്ന് പറയുന്നത്. ആ ബാൻഡിൽ ഒരു ബാൻഡാണ് ലാഡ് ബാൻഡ്. ആ ലാഡ് ബാൻഡ് വന്നിട്ട് ഈ ബാൻഡുലാർ പാൻക്രിയാസ് പോലെ നമ്മുടെ ഈ സ്റ്റൊമക്കിന്റെ ആ അറ്റത്ത്, ആ സ്റ്റൊമക്കിന്റെ ഔട്ട്ലെറ്റിന്റെ ഓപ്പണിങ്ങിൽ അവിടെ ഇങ്ങനെ കുരുങ്ങിയിരിക്കും. അങ്ങനെ കുരുങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും എന്തുണ്ടാകുന്നത്, ഡബിൾ ബബിൾ സൈൻ ഉണ്ടാകുന്നത്. അപ്പൊ ഡബിൾ ബബിൾ സൈൻ ഉണ്ടാകുന്ന 3 സാധനങ്ങൾ എന്തൊക്കെയാ? ഡ്യൂണൽ അട്രീഷ്യ ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, ഡ്യൂണൽ അട്രീഷ്യ ഉണ്ട്, ആനുലർ പാൻക്രിയാസ് ഉണ്ട്, ആൻഡ് മാൽ റൊട്ടേഷനിലെ ലാഡ് ബാൻഡുകളുണ്ട്. ഓക്കെ. മിഡ് ഗട്ട് വോൾവസ്. എന്താണ് മിഡ് ഗട്ട് വോൾവസ്? മിഡ് ഗട്ട് ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മിഡ് ഗട്ട് വോൾവസ്. വോൾവസ് പറഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങി പോകുന്നതിനാണ്, അല്ലെങ്കിൽ കുരുങ്ങുന്നതിനാണ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ആയി ഇങ്ങനെ കുരുങ്ങി പോകുന്നതിനാണ് നമ്മൾ വോൾവുലസ് എന്ന് പറയുന്നത്. സിഗ്മോയിഡ് വോൾവുലസ് ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ വോൾവുലസ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കോക്സ്ക്രൂ അപ്പിയറൻസ് ആണ് നമ്മൾ ഈ മിഡ് ഗട്ട് വോൾവുലസിൽ കാണുന്നത്. ഇങ്ങനെ വട്ടത്തി ദാറ്റ്സ് കോൾഡ് കോക്സ്ക്രൂ അപ്പിയറൻസ്. ഇതും മാൽ റൊട്ടേഷനുമായിട്ട് വേണമെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ട് വരാം. ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ ബിലിയസ് വോമിറ്റിംഗ് വരുന്നത്. കാരണം ഓൾറെഡി മിഡ് ഗട്ട് എന്ന് പറഞ്ഞാൽ ഡുവോഡനം കഴിഞ്ഞിട്ടാണ് മിഡ് ഗട്ട് വരുന്നത്. അപ്പൊ ഡുവോഡനത്തിലേക്ക് എന്ത് ചെന്നു? ബിലിയറി ഫ്ലൂയിഡ് ചെന്ന് കഴിഞ്ഞു. അപ്പൊ ഫുഡ് ഓൾറെഡി മിക്സ്ഡ് വിത്ത് ബിലിയറി ഫ്ലൂയിഡ് ആണ്. അപ്പോൾ എന്ത് വോമിറ്റിംഗ് ഉണ്ടായാലും ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് സ്റ്റഡിയാണ്. അയോ ഹെക്സോൾ പോലെ ഉള്ള നമ്മൾ ഈ ഇതുപോലത്തെ റൊട്ടേഷനുകൾ, പിന്നെ വോൾവുലസ്, ഒബ്സ്ട്രക്ഷൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ബേരിയം യൂസ് ചെയ്യത്തില്ല. കാരണം ബേരിയം എങ്ങാനും ഈ ഒബ്സ്ട്രക്ഷനോ ഈ പറയുന്ന പോലത്തെ വോൾവുലസുകളോ ഇങ്ങനെ ഗാംഗ്രീൻ അടിച്ചിട്ട് പെർഫറേഷൻ ആയി കഴിഞ്ഞാൽ ഈ ബേരിയം നമ്മുടെ പെരിറ്റോണിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിറ്റോണൈറ്റിസ് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒബ്സ്ട്രക്ഷനുകളോ വോൾവുലസോ അങ്ങനെ എന്തുണ്ടെങ്കിൽ പോലും നമ്മൾ ബേരിയം യൂസ് ചെയ്യത്തില്ല. കോൺട്രാസ്റ്റ് അടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ അയോ ഹെക്സോൾ ആണ്. ബേരിയം നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ പെർഫറേഷനോ അങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ബേരിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിഡ് ഗട്ട് വോൾവുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്. എന്താണ് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്? 48 മണിക്കൂറിന് മുകളിൽ നമ്മൾ മിക്കോണിയം ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് നമ്മൾ 48 മണിക്കൂറിന് മുകളിൽ നമ്മൾ മിക്കോണിയം പാസ് ചെയ്യത്തില്ല. മിക്കോണിയം ഇസ് നോട്ട് പാസ്ഡ് ഫോർ മോർ ദാൻ 48 hours in ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് ആൻഡ് ദർ ഇസ് ഫെയിലിയർ ഓഫ് മൈഗ്രേഷൻ ഓഫ് ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ടു ദ റെക്ടം. ഓക്കെ, ഞാൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്തത്. അതായത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് മുകളിൽ മിക്കോണിയം പാസ് ആയിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്. ആൻഡ് ഇൻ ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് ദർ ഇസ് എ ഫെയിലിയർ ഓഫ് മൈഗ്രേഷൻ ഓഫ് ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ടു ദ റെക്ടം. ന്യൂറൽ ക്രസ്റ്റ് സെല്ലുകൾ രക്തത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ പ്ലക്സസുകൾ ഡിഫറൻഷിയേറ്റഡ് ആവുകയുള്ളൂ. ആ പ്ലക്സസുകൾ ഡെവലപ്പ് ആയെങ്കിൽ മാത്രമേ ആവശ്യ പെരിസ്റ്റാൾസിസ് നടക്കത്തുള്ളൂ. ആവശ്യ പെരിസ്റ്റാൾസിസ് നടന്നെങ്കിൽ മാത്രമേ മിക്കോണിയം പാസ്സായി പോകത്തുള്ളൂ. ഓക്കെ, ഈ പ്ലക്സസുകൾ എവിടെയൊക്കെയാണ് ആബ്സെന്റ് നമുക്കറിയാം. നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന എത്ര ലേയേഴ്സ് ആണ്? സെറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. സെറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. ഇതിനകത്ത് സബ്മ്യൂക്കോസൽ ലെയറിലും മ്യൂക്കോസൽ ലെയറിലും എന്തുണ്ട്? സോറി, ഈ നമ്മുടെ സബ്മ്യൂക്കോസൽ ലെയറിലും ഈ ഓർബാക്സ് മസ്കുലർ ഏരിയ ആണ് കേട്ടോ. മ്യൂക്കോസൽ ലെയർ മസ്കുലർ ആണ്. ഇപ്പൊ സബ്മ്യൂക്കോസൽ ഏരിയയിലും മസ്കുലർ ഏരിയയിലും, അതായത് ഓർബാക്സ് മസ്കുലർ പ്ലെക്സസ്, പിന്നെ സബ്മ്യൂക്കോസൽ ഏരിയ, ഈ രണ്ട് ഏരിയയിലുമാണ് നമ്മുടെ ന്യൂറൽ പ്ലെക്സസുകൾ അല്ലെങ്കിൽ ന്യൂറൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ നെർവസ് ടിഷ്യൂകളെല്ലാം, നമ്മുടെ സ്റ്റൊമക്കിലെ ഇൻഡസ്റ്റൈനിലെ ഒക്കെ ടിഷ്യൂകളെല്ലാം ഈ രണ്ട് ലെയറിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് ലെയറിൽ ആണ് പ്ലെക്സസുകൾ നോർമലി ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ ഈ രണ്ട് ലെയറിലും പ്ലെക്സസുകൾ ഉണ്ടായിരിക്കത്തില്ല ഇൻ കേസ് ഓഫ് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് ഇൻ റെക്ടം. ഓക്കെ. അപ്പൊ രക്തത്തിൽ ഈ പറയുന്ന പോലെ അവിടുന്ന് ഈ താഴേക്ക് മിക്കോണിയം പാസ് ആവാതെ വരുമ്പോൾ ഇതെല്ലാം ചെന്ന് സ്റ്റോർ ആവുന്നത് സിഗ്മോയിഡ് ഏരിയയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് സിഗ്മോയിഡ് ഏരിയ ഭയങ്കര വലുതായിട്ടിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് ഓർപ്പിക്കാം, നമ്മുടെ ഇൻഡസ്റ്റൈൻ ഗ്യാസ്ട്രോനോസിസ് സിസ്റ്റത്തിന്റെ പാത്ത് എന്ന് പറയുന്നത് സ്റ്റൊമക്ക്, ഡുവോഡനം, ജെജുനം, ഇലിയം. ഡുവോഡനം, ജെജുനമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. പിന്നെ സീക്കം, കോളൻ, റെക്ടം കഴിഞ്ഞാണ് എനസ് വരുന്നത്. അപ്പോൾ ഈ രക്തത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ന്യൂറൽ സെല്ലുകൾ മൈഗ്രേഷൻ ഇല്ലാത്ത കാരണം അവിടുന്ന് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ മെക്കോണിയം പാസ്സായി പോകത്തുള്ളൂ. അപ്പോൾ അവിടെ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് തൊട്ട് മുകളിലുള്ള ഏരിയയിൽ ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടി കിടക്കും. അതിനാണ് സിഗ്മോയിഡ് മെഗാകോളം. സിഗ്മോയിഡിൽ ഇതെല്ലാം കൂടെ കിടക്കുന്നതാണ്. സിഗ്മോയിഡ് ഭയങ്കര വലുതായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിഗ്മോയിഡ് മെഗാകോളം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് പറഞ്ഞാൽ നമുക്ക് ന്യൂറൽ ബയോപ്സിയാണ്, അതായത് 5 ബയോപ്സി എടുത്തിട്ട് അതിനകത്ത് നെർവസ് ടിഷ്യൂകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നെർവസ് ടിഷ്യൂകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് ആണ്. ആൻഡ് അത് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുന്ന അസറ്റൈൽ കോളിൻ എസ്റ്ററേറ്റ് സ്റ്റെയിൻ ആണ്.
ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈ സർജറി. സർജറി എന്ന് പറഞ്ഞാൽ പുൾ ത്രൂ പ്രൊസീജർ ഇങ്ങനെ ആ ഒരു ഏരിയ താഴേക്ക് വലിച്ചെടുക്കും. അതായത് നമ്മൾ ആ ലൈക്ക് ഈ വി പുൾ ഡൗൺ അവർ സിഗ്മോയിഡ് ഡൗൺവേർഡ്സ് രക്തത്തിന്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ സിഗ്മോയിഡ് പുൾ ചെയ്യും, എന്നിട്ട് അത് ഇച്ചിരി പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് പോലെ കൊടുക്കും. അതിനാണ് പുൾ ത്രൂ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിന് കുറച്ച് സർജറീസ് നമ്മൾ ചെയ്യും. അതിന് സർജറീസ് ഒരുപാട് പേരുണ്ട്. ദുഹാമൽ പ്രൊസീജിയർ എന്നൊക്കെ പറയും. അതൊന്നും നമുക്ക് പഠിക്കേണ്ട. അപ്പൊ ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ. ഒന്ന് ഇൻഡുസെപ്ഷന്, നെക്ലസ് ഡയവേർട്ടിക്കുലം, കൺജന്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിസ്റ്റിനോസിസ്, പിന്നെ ഡുവോഡൽ അട്രീഷ്യ, മിഡ് ഗട്ട് ബോളിലിസ്, ഹിഷ്പോക്സിസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് GI എമർജൻസികളിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രക്യൂ ഈസോഫാഗൽ ഫിസ്റ്റിലെ പറ്റിയാണ് പറയാനുള്ളത്. ട്രക്യൂ ഈസോഫാഗൽ ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ട്രക്യ ആൻഡ് ഈസോഫാഗസ്. ട്രക്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രക്യ വിൽ ലീഡ് ടു ദ ബ്രോങ്കസ് വിച്ച് ഇസ് അവർ വിൻ പൈപ്പ്. ട്രക്യ എന്ന് പറയുന്നത് നമ്മുടെ വിൻ പൈപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈസോഫാഗസ് എന്ന് നമ്മുടെ ഫുഡ് പൈപ്പ് ആണ്. ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പാടില്ല. പക്ഷെ ചില സിറ്റുവേഷനുകളിൽ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് വരും. അതിനാണ് നമ്മൾ ട്രക്യോ ഈസോഫാഗൽ ഫിസ്റ്റില എന്ന് പറയുന്നത്. ഒബീസ്ലി ഈ ട്രക്യൂ ഈസോഫാഗൽ ഫിസ്റ്റില എന്തുണ്ടായിരിക്കും, ഈ കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന സമയത്ത്, ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് വഴിയാണ് പോകേണ്ടത്, ഈസോഫാഗസ് വഴിയാണ് പോകേണ്ടത്. ഈസോഫാഗസ് വഴി പോകേണ്ട സാധനം ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഈസോഫാഗസ് കൂടെ വരുന്ന വഴിക്ക് കുറച്ച് ട്രക്കിൽ കൂടെ കയറിപ്പോകും. അപ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന പോലെ ഡ്രൂളിംഗ് ഉണ്ടാവും, ഡിഫിക്കൽറ്റി ഇൻ ഫീഡ്. ഡ്രൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഇറങ്ങി വരുന്നതിനാണ് ഡ്രൂളിംഗ് എന്ന് പറയുന്നത്. ഡ്രൂളിംഗ് ഉണ്ടാവും, അത് ഡിഫിക്കൽറ്റി ഇൻ ഫീഡിംഗ് ഉണ്ടാവും ഒബ്വിയസ്ലി. അതാണ് ട്രക്യോ ഈസോഫാഗസ് ഫിസ്റ്റില എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റില എന്ന് പറയുന്നത് എപ്പോഴും അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ട്രക്യോ ഈസോഫാഗൽ ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 ടൈപ്പ് ഓഫ് ട്രക്യൂ ഈസോഫാഗൽ ഫിസ്റ്റിലാണ് നമുക്കുള്ളത്. ഒന്ന് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ടി, ടൈപ്പ് ഡി, ടൈപ്പ് ഇ. മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ MC എന്നാണ്. MC എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ. അപ്പൊ അതിനകത്ത് തന്നെ C വരുന്നുണ്ട്. അപ്പൊ മോസ്റ്റ് കോമൺ എന്തായിരിക്കും, ടൈപ്പ് C ആണ്. അങ്ങനെ ഓർത്താണ്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതിനകത്ത് ഓരോ ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അതായത് ഇതാണ് ട്രക്കിയ. ട്രക്കിയുടെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് എൻഡ് ചെയ്യുന്നു. താഴത്തെ ഭാഗവും ട്രക്കിയും തമ്മിൽ, താഴത്തെ ഭാഗം ഓഫ് ട്രക്കിയ ആൻഡ് ഈസോഫാഗസ് തമ്മിൽ, സോറി ഐ മീൻ ഇതാണ് ഈസോഫാഗസ്, ഇതാണ് നമ്മുടെ ട്രക്കിയ, ഇതാണ് നമ്മുടെ ഈസോഫാഗസ്. അപ്പൊ മുകളിലത്തെ ഈ ഈസോഫാഗസിന് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് അട്രീറ്റിക് ആയിട്ട്, അതായത് ബ്ലൈൻഡ് പൗച്ച് ആയിട്ട് എൻഡ് ചെയ്യുന്നു. അതായത് ഈ പറയുന്ന പിന്നത്തെ ഈ ഭാഗം, അതായത് ഈസോഫാഗസിന്റെ ഈ ഭാഗം, സോറി ഈ ട്രക്കിയുടെ ഈ ഭാഗം ഈസോഫാഗസിന്റെ ഈ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നു. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ട്രക്കിയക്കകത്തൂടെ കയറി കഴിഞ്ഞാൽ ഡ്രൂളിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ന്യൂമോണിയ, ആസ്പിറേഷൻ ന്യൂമോണിയ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇൻ കേസ് ഓഫ് ട്രക്കിയ ഈസോഫാഗൽ ഫിസ്റ്റുല. ഇതാണ് ടൈപ്പ് എ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പാർട്ട് ഓഫ് ദ ഈസോഫാഗസ് ഹാസ് കണക്ഷൻ വിത്ത് ട്രക്കിയ. സി എന്ന് പറഞ്ഞാൽ താഴത്തെ പാർട്ട് ഓഫ് ദ ഈസോഫാഗസ് ഹാസ് ഗോട്ട് കണക്ഷൻ വിത്ത് ട്രക്കിയ. ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം, മുകളിലും താഴെയും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ എന്ന് പറയുന്നത് ഒരു അബ്നോർമാലിറ്റി ആണെങ്കിൽ പോലും അത് പല സമയത്തും ഇത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. കാരണം ആദ്യം ഒന്നും കുഴപ്പം കാണത്തില്ല. ആദ്യമൊക്കെ കുഞ്ഞ് പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ. ആ പാല് ലിക്വിഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ലൈക്ക് ഇവിടെ ഈസോഫാഗസ് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. ഇവിടുത്തെ പോലൊന്നും അല്ല, കണ്ടോ, ഇവിടെ ഈസോഫാഗസ് കംപ്ലീറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈസോഫാഗസ് കൂടെ കുറെ അങ്ങ് ഇറങ്ങിപ്പോകും. പ്രശ്നം ഹാപ്പൻ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ 6 months ശേഷം നമുക്ക് ഓറൽ ഫീഡിൽ കൊടുത്തു തുടങ്ങാം. മറ്റേ സാധാരണ ഫാമിലി പോട്ട്, ഫാമിലി കഴിക്കുന്ന ഫുഡുകളില്ലേ സാധാരണ, അല്ല ലൈക്ക് ഈവൻ ഗിവ് ദ ചൈൽഡ് റൈസ് അല്ലേ, 6 മാസം കഴിയുമ്പോഴാണ് കൊച്ചിന് ഊണിരുത്തുന്നത്. അപ്പൊ അന്ന് തൊട്ട് നമ്മൾ ചോറ് കുറച്ച് കൊടുക്കും. അപ്പൊ അത് അങ്ങനെയൊക്കെ സോളിഡ് ഫുഡുകൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതിനകത്തൂടെ കുറച്ച് എങ്ങോട്ട് പോകും, ട്രക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാവും. അപ്പൊ ഈ എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് ഉണ്ടാവാം. അതുപോലെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെക്കറന്റ് ന്യൂമോണിയ ആൻഡ് ഇറ്റ് ക്യാൻ കോസ് റെക്കറന്റ് ന്യൂമോണിയ. ആണ് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് റിമോണിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഈ സ്റ്റൊമക് ഗ്യാസ്, ഇത് ആക്ച്വലി റേഡിയോളജി എക്സ്റേയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് സ്റ്റൊമക് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഓർക്കുക, മോസ്റ്റ് കോമൺലി ടൈപ്പ് സി ആണ്. സ്റ്റൊമക് ഗ്യാസ് നമ്മൾ എന്തിനാണ് നോക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ നമുക്കിത് ഏത് ടൈപ്പ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റൊമക് ഗ്യാസുകൾ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണെന്ന് വിചാരിക്കാം. ഈസോഫാഗസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്, ഈസോഫാഗസ് എങ്ങോട്ടാണ് കണക്ട് ആയിട്ടുള്ളത്, ഈസോഫാഗസ് സ്റ്റൊമക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഈസോഫാഗസ് പറഞ്ഞാൽ ഫുഡിന്റെ ഒരു പൈപ്പാണ്, ഫുഡ് പൈപ്പാണ്. അതിന്റെ കണക്ഷൻ ആണ് ഈസോഫാഗസ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ട്രക്കിയ ഈസോഫാഗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ട്രക്കിയയും ഈസോഫാഗസും തമ്മിൽ ഈ ലോവർ പാർട്ട് ഓഫ് ഈസോഫാഗസ്, അതായത് നമ്മുടെ ഈ ലോവർ പാർട്ട് ഓഫ്, ഒബ്വിയസ്ലി ഈസോഫാഗസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഈ ലോവർ പാർട്ടിലാണല്ലോ, താഴത്ത് ഈ സ്റ്റൊമക്കായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ രണ്ട് സാധനം എയിലും ബിയിലും ഈ പറയുന്ന കണക്ഷൻസ് ഒന്നുമില്ല. അതായത് ബിയിൽ അപ്പർ പാർട്ട് ഓഫ് ഈസോഫാഗസ് കണക്റ്റഡ്, അത് സ്റ്റൊമക്കുമായിട്ട് കണക്ഷൻ ഇല്ല ട്രക്കിയയ്ക്ക്. ഇവിടെയും രണ്ട് ഭാഗമായിട്ട് കണക്ഷൻ ഇല്ല. ഒബ്വിയസ്ലി സ്റ്റൊമക്കുമായിട്ട് ട്രക്കിയ കണക്ഷൻ വരുന്നില്ല. വയ ഈസോഫാഗസിന്റെ കണക്ഷൻ ഞാൻ പറയുന്നത്. അപ്പൊ അതായത് ട്രക്കിയ കണക്റ്റഡ് ടു ഈസോഫാഗസ്, കണക്റ്റഡ് ടു സ്റ്റൊമക്ക്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഈ എയിലും ബിയിലും രണ്ടിലും ഈ ട്രക്കിയ ഈസോഫാഗസ് കണക്ഷൻ വരുന്നില്ല, ലോവർ പാർട്ട് ഓഫ് ഈസോഫാഗസ് കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്ക് എയർ വരുന്നില്ല, അല്ലെങ്കിൽ ഗ്യാസ് വരുന്നില്ല. ഈ സി തൊട്ട് നോക്കുക, സിയിൽ ലോവർ പാർട്ട് ഓഫ് ഈസോഫാഗസും ട്രക്കിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഡിയിൽ ലോവർ പാർട്ട് ഓഫ് ഈസോഫാഗസും ട്രക്കിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ ഇയിലും ഈ പറയുന്ന
സ്റ്റൊമക്കുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഈ 3 സാധനത്തിലും എന്തുണ്ടാവുന്നു? സ്റ്റൊമക് ഗ്യാസ് ഉണ്ടാവുന്നു. സിയിലും ഡിയിലും ഇയിലും സ്റ്റൊമക്കിൽ ഗ്യാസ് കാണാൻ നമുക്ക് ഇൻ കേസ് ഓഫ് എക്സ്റേ. എയിലും ബിയിലും സ്റ്റൊമക് ഗ്യാസ് കാണില്ല. അതാണ് ട്രാക്കിയോസോഫാഗൽ ഫിസ്റ്റയുടെ കാര്യം. ഓക്കെ, ഇവിടെ ബി ടൈപ്പിൽ ഇത് എന്റെ എക്സ്റേ ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതൊന്നും പഠിക്കേണ്ട, വാക്ടറിലും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. വാക്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അനോമലീസ് ആണ്. അത് ചില കുട്ടികൾ ഈ വാക്ടറൽ ഗ്രൂപ്പ് ഓഫ് അനോമലീസ് ഒരുമിച്ചുണ്ടാവും. ലൈക്ക് വെർട്ടിബ്രൽ അനോമലീസ്, ഏനോറെക്ടൽ അനോമലീസ്. അതിന്റെ ഫുൾ ഫോം വാക്ടറൽ. വി ഫോർ വെർട്ടിബ്രൽ അനോമലീസ്, എ ഫോർ ഏനോറെക്ടൽ മാൽഫോർമേഷൻസ്, സി ഫോർ കാർഡിയക് അനോമലീസ്, ടി ഫോർ ട്രാക്കിയോസോഫാഗൽ ഫിസ്റ്റല, ആർ ഫോർ റീനൽ അനോമലീസ്, എൽ ഫോർ ലിംബ് അനോമലീസ്. ലിംബ് അനോമലീസ് പറഞ്ഞാൽ റേഡിയൽ റേ ഡിഫോമിറ്റി. അത് റേഡിയൽ ബോണിന്റെ ഡിഫോമിറ്റി ആണ് നമ്മുടെ റേഡിയൽ റേ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ARM, അതായത് നമ്മുടെ ഏനോറെക്ടൽ മാൽഫോർമേഷൻസ്, അത് ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെയായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരു ടേബിൾ ആണ്. ഒന്ന് ബാക്ടറലുമായിട്ട് അസോസിയേറ്റ് ആവും. അത് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഏനോറെക്ടൽ മാൽഫോർമേഷൻസ്. 2 സേക്രോകോക്സിജിയൽ ടെർട്ടോമ. ഈ 2 സാധനങ്ങളായിട്ടാണ് ARM അസോസിയേറ്റഡ്. അത് അനദർ നെയിം ഓഫ് സേക്രോകോക്സിജിയൽ ടെർട്ടോമ എന്ന് പറയുന്നത് കുറാറിനോ സിൻഡ്രോം. നെക്സ്റ്റ്, സിസ്റ്റിക് ഫൈബ്രോസിസ്. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിസ്റ്റിക് ഫൈബ്രോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ആൻ ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇറ്റ്സ് ഓട്ടോസോമൽ റിസസീവ്. ഓട്ടോസോമൽ ഡോമിന് തമ്മിലുള്ള വ്യത്യാസമൊന്നും ഇപ്പൊ ആക്ച്വലി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അതിനെപ്പറ്റി ബോധേഡാവണ്ട. ഓട്ടോസോമൽ റിസസീവ് ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ജസ്റ്റ് ഓർക്കുക, അങ്ങനെ വേണം ചോദിക്കാം. സിസ്റ്റിക് ഫൈബ്രോസിസ് ഓട്ടോസോമൽ റിസസീവ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിഫക്റ്റീവ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസിംഗ് ഓഫ് ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻ. ആ ലൈൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അത് കൂടുതൽ മനസ്സിലായില്ലെങ്കിൽ അതും കൂടുതൽ അങ്ങനെ ബോധേഡാവണ്ട, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് ആലോചിക്കുക, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് ക്ലോറൈഡ് ചാനലുകളുടെ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറൈഡ് ചാനലുകളുടെ ഒരു പ്രോബ്ലം ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ക്ലോറൈഡ് ചാനലുകൾ വൃത്തിക്ക് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ആക്ച്വലി നമ്മുടെ ക്ലോറൈഡ് ചാനലുകൾ 2 സ്ഥലങ്ങളിലാണ് മെയിൻലി ഉള്ളത്. ഒന്ന് നമ്മുടെ ലങ്സിലും 2 നമ്മുടെ സ്കിന്നിലും. ഈ 2 സ്ഥലങ്ങളിലും ക്ലോറൈഡ് ചാനലുകൾക്ക് 2 റോളുകളാണ് ഉള്ളത്. ഈ ലങ്സില് ക്ലോറൈഡ് ചാനലുകളുടെ റോൾ എന്താന്ന് പറഞ്ഞാൽ അകത്തേക്ക് സോഡിയം കയറ്റി വിടുക. ആ സോഡിയം കയറ്റി വിടുമ്പോൾ അതിനകത്ത് ആ സോഡിയത്തിന്റെ കൂടെ തന്നെ വാട്ടറും വരും. മനസ്സിലായോ? അപ്പൊ സോഡിയവും വാട്ടറും അകത്തേക്ക് കയറ്റി വിടുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ക്ലോറൈഡ് ചാനലുകൾക്കുള്ളത്. അപ്പൊ അത് പല കാര്യങ്ങളുണ്ട്. ഈ ക്ലോറൈഡ് ചാനലുകൾ വർക്ക് ആകുമ്പോൾ മാത്രമേ ഈ പറയുന്ന സോഡിയം ചാനലുകൾ വർക്ക് ആകത്തുള്ളൂ. സോഡിയം ചാനലുകൾ വർക്ക് ആയെങ്കിൽ മാത്രമേ അകത്തേക്ക് സോഡിയം വരത്തുള്ളൂ. സോഡിയം വന്നെങ്കിൽ മാത്രമേ അതിന്റെ കൂടെ വാട്ടറും വരത്തുള്ളൂ. അതാണ് ബേസിക് കൺസെപ്റ്റ് ഇൻ ലങ്സ്. ഈ സ്കിന്നിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കിന്നിൽ നേരെ തിരിച്ചാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്, അതായത് ലൈക്ക് ക്ലോറൈഡ് ഇത് അകത്തേക്ക്, അതായത് സോഡിയവും വെള്ളവും അകത്തേക്ക് എടുക്കുക. അതായത് സ്കിന്നില് ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. സ്വെറ്റ്, നമ്മുടെ സ്കിൻ, നമ്മൾ വി ഓൾ സ്വെറ്റ് അല്ലേ, നമുക്ക് വേർപ്പുണ്ടാവും. വേർപ്പിനകത്തുനിന്ന് ക്ലോറൈഡും സോഡിയവും നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ക്ലോറൈഡ് ചാനലുകൾ ഇൻ സ്കിന്നിലെ റോൾ. ഇത്ര ആലോചിക്കുക. ലങ്സിലെ റോൾ എന്താന്ന് പറഞ്ഞാല് ലങ്സിനകത്തേക്ക് സോഡിയവും വാട്ടറും കൊണ്ടുവന്ന് ലങ്സിലെ സെക്രീഷൻസ് വളരെ ലൈറ്റ് ആക്കുന്നതിനാണ് നമ്മൾ ക്ലോറൈഡ് ചാനലിന്റെ റോള് ഇൻ ലങ്സ്. സ്കിന്നിന്റെ റോൾ എന്താന്ന് പറഞ്ഞാൽ സ്കിന്നിൽ സ്വെറ്റ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻസിലാണ് ഈ പറയുന്ന ക്ലോറൈഡ് ചാനലുകൾ ഉള്ളത്. ക്ലോറൈഡ് ചാനലുകൾ സ്വെറ്റ് ഗ്ലാൻസിൽ വർക്ക് എന്താന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, അതായത് സോഡിയവും ക്ലോറൈഡും വെള്ളവും ഒന്നും പുറത്തോട്ട് പോവാതെ ഹോൾഡ് ചെയ്ത് വെക്കുക. സ്വെറ്റിനകത്ത് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവരുത്. അതാണ് ക്ലോറൈഡ് ചാനലുകളുടെ നോർമൽ റോൾ ഇൻ സ്കിൻ. സിസ്റ്റിക് ഫൈബ്രോസിസ് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ റോളുകൾ നടക്കത്തില്ല. അപ്പൊ ഒബ്വിയസ്ലി എന്തുണ്ടാവും? ലങ്സില് അകത്തേക്ക് വെള്ളം കയറുന്നില്ല. അപ്പൊ ലങ്സിന്റെ സെക്രീഷൻസ് എന്താവും? ഭയങ്കര തിക്കാവും. പിന്നെ സ്കിന്നിൽ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞാൽ സ്വെറ്റില് സാധാരണ എന്തുണ്ടാവാൻ പാടില്ല? ക്ലോറൈഡ് ലെവലുകൾ കുറവായിരിക്കണം. പക്ഷേ ഈ ക്ലോറൈഡ് ചാനലുകൾ അബ്നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താ സംഭവിക്കുക? സ്വെറ്റ് ക്ലോറൈഡ് ലെവൽ കൂടുതലായിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ ലങ്സ് മാത്രമല്ല, ഞാൻ ലങ്സ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പല സ്ഥലങ്ങളിൽ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ, നമ്മുടെ ഇൻറ്റസ്റ്റൈനുകളിൽ, നമ്മുടെ പാങ്ക്രിയാസിൽ, നമ്മുടെ ലിവറിൽ, നമ്മുടെ സൈനസുകളിൽ, ഇവിടെ എല്ലാം ഈ ക്ലോറൈഡ് ചാനലുകളാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറൈഡ് ചാനലുകൾ ഉള്ളതുകൊണ്ടാണ്, അതിന്റെ പ്രോപ്പർ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നത്? അഡിക്വേറ്റ് ആയിട്ട് വാട്ടർ ചെന്നെത്തുന്നത്, അഡിക്വേറ്റ് ആയിട്ട് ലിക്വിഫൈഡ് ആയിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാകുന്നത്, അഡിക്വേറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാം ഈ പറയുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് തിൻ സെക്രീഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സിസ്റ്റിക് ഫൈബ്രോസ് അഥവാ ക്ലോറൈഡ് ചാനലുകളുടെ ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീനുകളുടെ, ട്രാൻസ് മെമ്പറൈൻ കാരിയർ ചാനലുകളുടെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ നമ്മുടെ ബോഡിയിലെ സെക്രീഷൻസ് എല്ലാം തിക്കാവും. അത് എവിടെ ആണെങ്കിലും ആയിക്കോട്ടെ, റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലായിക്കോട്ടെ, നമ്മുടെ ഇൻഡസ്റ്റൈൻസിലായിക്കോട്ടെ, പാങ്ക്രിയാസിലായിക്കോട്ടെ, ലിവറിലായിക്കോട്ടെ, നമ്മുടെ ലങ്സിലായിക്കോട്ടെ, സൈനസിലായിക്കോട്ടെ, ഇവിടെ എല്ലാം സെക്രീഷൻസ് ഭയങ്കര തിക്കാവും.
അപ്പോൾ ഈ മൂവ്മെന്റുകൾ അഫക്റ്റഡ് ആവും. മൂവ്മെന്റുകൾ അഫക്റ്റഡ് ആകുമ്പോൾ, മുമ്പോട്ടുള്ള മൂവ്മെന്റുകൾ അഫക്റ്റഡ് ആകുമ്പോൾ അവിടെ ഈ സെക്രഷൻസ് എല്ലാം തിങ്ങി ഇൻഫെക്ഷൻസ് ഉണ്ടാവും, സൈനസൈറ്റിസുകൾ ഉണ്ടാവും. ലങ്സിലാണെങ്കിലും ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലിവറിൽ ബ്ലോക്ക്, ബൈലിയറി ഡക്റ്റുകൾ ബ്ലോക്ക് ആവും. പാങ്ക്രിയാസ് ബ്ലോക്ക് ആവും, പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻഡസ്റ്റൈനുകൾ ബ്ലോക്ക് ആവും. അതെല്ലാം റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. ഫീമെയിൽസിലാണെങ്കിൽ സെർവൈക്കൽ മ്യൂക്കസ് ഭയങ്കര തിക്കാവും. ഫീമെയിൽസിലാണെങ്കിൽ വാസ് ഡിഫറൻസ്, കൺജനിറ്റൽ ആബ്സെൻസ് ഉണ്ടാവും. അതും ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസിലെ മെയിൻ റീപ്രൊഡക്റ്റീവ് കോംപ്ലിക്കേഷൻ ഇൻ മെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽസിൽ ദർ വിൽ ബി ബൈലാറ്ററൽ ആബ്സെൻസ് ഓഫ് വാസ് ഡിഫറൻസ്. അതിന്റെ ഒരു കോമൺ അസോസിയേറ്റഡ് ഫീച്ചർ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ബൈലാറ്ററൽ ആബ്സെൻസ് ഓഫ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് സിസ്റ്റിക് ഫൈബ്രോസിന്റെ അസോസിയേറ്റഡ് ഫീച്ചറാണ്. അപ്പോൾ ഈ തിക്ക് മ്യൂക്കസ് അത് മെയിൽസിലും, ഫീമെയിൽസിലാണെങ്കിൽ തിക്ക് സെർവൈക്കൽ മ്യൂക്കസും ആണ് ഉണ്ടാകുന്നത്. മിക്കോണി വിലിയസ് എന്താ? അതായത് കുട്ടികൾ കൺജനിറ്റലി സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇൻറ്റസ്റ്റൈൻസ്, ഞാൻ പറഞ്ഞു ഇൻറ്റസ്റ്റൈൻസിന് ഫ്ലൂയിഡ്, അതായത് അകത്തേക്ക് ഫ്ലൂയിഡ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മിക്കോണിയം, അതായത് പാസ് ചെയ്യേണ്ട മിക്കോണിയം, അതായത് ഫീറ്റൽ സ്റ്റൂൾ എന്ന് പറയുന്നത് ഭയങ്കര തിക്കാവുമ്പോൾ അവിടെ അല്ല, അതിങ്ങനെ അകത്തിരുന്ന് കാൽസിഫൈ ആവും. അതിനാണ് നമ്മൾ മൈക്രോ കോളൻ എന്ന് പറയുന്നത്. അതായത് അത് കൊളൻ, അകത്തേക്ക് വെള്ളം വരുന്നില്ല, വെള്ളം വന്ന് വികസിക്കാനുള്ള സ്ഥലം, ഒരു പൊട്ടൻഷ്യൽ പോലും ഇല്ല കോളൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈന്. അപ്പോൾ there will be microcolon and there will be no air fluid level. ഫ്ലൂയിഡ് ഉണ്ടെങ്കിലല്ലേ എയർ ഫ്ലൂയിഡ് ലെവൽ വരത്തുള്ളൂ. ദാറ്റ്സ് കോൾഡ് മിക്കോണിയലിയസ്. അപ്പോൾ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റും രണ്ടും ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമയാണ്. ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ എന്ന് പറയുന്ന ഒരു ഹൈഗ്രോസ്കോപ്പിക് എനിമ എന്ന് പറയും. അതായത് വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു എനിമയാണ് ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ. അപ്പോൾ ഇവിടെ വെള്ളമില്ല, അതുകൊണ്ട് നമുക്ക് വെള്ളം അകത്തേക്ക് എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ കൊടുക്കുന്നത്. എനിമ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മെക്കോണിയം പാസ്സാവും, അകത്തേക്ക് വെള്ളം എടുക്കും. അതാണ് ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ. ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ കൊണ്ട് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട് ഫോർ മിക്കോണി വിലിയസ്. ദാറ്റ് ഇസ് കോൾഡ് ബിഷപ്പ് കൂപ്പ് പ്രൊസീജിയർ. ദാറ്റ് ഇസ് കോൾഡ് ബിഷപ്പ് കൂപ്പ് പ്രൊസീജിയർ. ഓക്കെ. ഇനി ബ്രോങ്കിയക്ടാസിസിൽ എന്താ സംഭവിക്കുക? അല്ല, സെയിം തന്നെ. ബ്രോങ്കിയക്ടാസിസും ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടാകുന്ന സാധനമാണ്. സോ ബ്രോങ്കിയക്ടാസിസ് പറഞ്ഞാൽ അബ്നോർമൽ ഡൈലറ്റേഷൻ ഓഫ് ദ ബ്രോങ്കസ് അല്ലെ ബ്രോങ്കിയോൾസിനാണ് നമ്മൾ ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോങ്കിയക്ടാസിസിൽ ഇതുപോലെ ഇങ്ങനെ ലൈക്ക് അകത്തേക്ക് വെള്ളം വരുന്നില്ല, ഇതിങ്ങനെ ഡൈലറ്റഡ് ആയിട്ടിരിക്കും, പക്ഷെ അകത്തേക്ക് ആവശ്യമുള്ള ഫ്ലൂയിഡുകൾ കയറി വരുന്നില്ല. അപ്പം ബ്രോങ്കിയക്ടാസിസ് ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മോസ്റ്റ് കോമൺ ഓർഗാനിസം ദാറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ബ്രോങ്കിയക്ടാസിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ കേസ് ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 16 ഇയേഴ്സ് ആണെങ്കിൽ സ്റ്റാഫ് ഓറിയസ്, മോർ ദാൻ 16 ഇയേഴ്സ് ആണെങ്കിൽ സ്യൂഡോമോണസ്. ഓൾവേസ് ആൻഡ് ഓൾവേസ് റിമെമ്പർ, സിസ്റ്റിക് ഫൈബ്രോസിന്റെ മോസ്റ്റ് കോമൺലി ലങ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ലെസ് ദാൻ 16 ഇയേഴ്സ് ആണെങ്കിൽ സ്റ്റാഫ് ഓറിയസും, മോർ ദാൻ 16 ഇയേഴ്സ് ആണെങ്കിൽ സൂഡോമോണാസും ആണ്. അത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി സിസ്റ്റിക് ഫൈബ്രോസിന്റെ ഫൈൻഡിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ദർ ക്യാൻ ബി ഈ വെളിം രാജ്യങ്ങൾ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ യൂഷ്വലി സിസ്റ്റിക് ഫൈബ്രോസിസ് മുതലായ കുറച്ച് കോമൺ ജനറ്റിക് കണ്ടീഷൻസിന് നിയോനേറ്റൽ സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് നോക്കില്ല, അതുപോലെ തന്നെ റുട്ടീൻലി ആ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് പല ഡെവലപ്ഡ് ആയിട്ടുള്ള US, UK പോലത്തെ കൺട്രീസിലും. അപ്പോൾ ഇതുപോലെ പല ഫിനോട്ടിപ്പിക്കൽ ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ ഈക്വൽ ടു 1 വേണം. പിന്നെ അതുപോലെ പോസിറ്റീവ് നിയോനേറ്റൽ സ്ക്രീനിങ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ഫാമിലി ഹിസ്റ്ററിയും പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ക്യാൻ ബി ടേംഡ് ആസ് എ പോസിറ്റീവ് സിസ്റ്റിക് ഫൈബ്രോസിസ്. പിന്നെ ബയോകെമിക്കൽ എവിഡൻസ് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ബയോകെമിക്കൽ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരിക്കും? സ്വെറ്റ് ക്ലോറൈഡ് ലെവൽ മോർ ദാൻ 60 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. ഇപ്പോൾ 2 സെപ്പറേറ്റ് ദിവസങ്ങളിൽ സ്വെറ്റ് ക്ലോറൈഡ് ലെവൽ മോർ ദാൻ 60 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ വരണം. പിന്നെ അതുപോലെ പൈലോകാർപ്പിൻ അയോണ്ടോഫോർസ് എന്ന് പറഞ്ഞാൽ പൈലോകാർപ്പിൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്വെറ്റിനകത്ത് നമ്മൾ ക്ലോറൈഡ് ലെവൽ ടെസ്റ്റ് ചെയ്യും. പൈലോകാർപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയാ ഒരു പാരസിമ്പത്തറ്റിക് ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ പാരസിമ്പത്തറ്റിക് സബ്സ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർപ്പ് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ്. അപ്പൊ ഈ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം സ്വെറ്റ് വരണമല്ലോ. സ്വെറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലോകാർപ്പിൻ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ പോസിറ്റീവ് നേസൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതും വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അത് ജസ്റ്റ് അങ്ങനെ ആ ഒരു ടേം ആയിട്ട് പഠിച്ചു വെക്കുക. നേസൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതും സിസ്റ്റിക് ഫൈബ്രോസിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ CFTR ജീനിൽ 2 മ്യൂട്ടേഷൻ. CFTR എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജീനാണ്. സിസ്റ്റിക് ഫൈബ്രോസിസിൽ അഫക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ് CFTR ഫുൾ ഫോം. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീന് 2 മ്യൂട്ടേഷൻ വരും ഇൻ കേസ് ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ്. പിന്നെ CFTRൽ മോസ്റ്റ് കോമൺലി സിസ്റ്റിക് ഫൈബ്രോസിൽ അഫക്റ്റഡ് ആവുന്ന ഈ CFTR ജീൻ ഇരിക്കുന്ന ക്രോമസോം ഏതാ? ക്രോമസോം നമ്പർ 7 ആണ്. ഓക്കെ, ക്രോമസോം നമ്പർ 7 ആണ് ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് ഇരിക്കുന്ന ക്രോമസോം എന്ന് പറയുന്നത്.
മോസ്റ്റ് കോമൺ മ്യൂട്ടേഷൻ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഡെൽറ്റ F508. ഇതെല്ലാം വൺ ലൈനേഴ്സ് ആണ്. ഇതെല്ലാം അങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. അതിൽ വേറെ കൺസെപ്റ്റ് ഒന്നും അതിനകത്ത് മനസ്സിലാക്കാനില്ല. ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. സിസ്റ്റിക് ഫൈബ്രോസിസിന്റെ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ജീൻ എന്ന് പറയുന്നത് CFTR ആണ്. ആൻഡ് ദ ക്രോമസോം ഓൺ വിച്ച് ദ CFTR ജീൻ ഇസ് പ്രസന്റ് ഇസ് ക്രോമസോം നമ്പർ 7. മോസ്റ്റ് കോമൺ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ F, അതായത് ഫിനൈൽ അലാനിൻ ആണ് ഡെൽറ്റ F എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിനൈൽ അലാനിൻ 508 പൊസിഷൻ എന്ന് പറയും. ഇത് ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ഡെൽറ്റ F508, ഫിനൈൽ അലാനിൻ ഇൻ ദ 508th പൊസിഷൻ. ഓക്കെ. പിന്നെ മോസ്റ്റ് കോമൺ ക്ലാസ് ഓഫ് മ്യൂട്ടേഷൻ, എന്ത് ആക്ച്വലി ഡിഫറെന്റ് ടൈപ്സ് ക്ലാസസ് ഓഫ് മ്യൂട്ടേഷൻ ഒക്കെ ഒരുപാടുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് ഈ ക്ലാസ് ഓഫ് മ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇതിനകത്ത് CFTR ഉള്ള മോസ്റ്റ് കോമൺ ക്ലാസ് ഓഫ് മ്യൂട്ടേഷൻ ആണ് ക്ലാസ് 2 ട്രാഫിക്. ഇതെല്ലാം ആ പേരുകൾ എങ്കിൽ തന്നെ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജെനറ്റിക്സ് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതൊന്നും വേണ്ട. മോസ്റ്റ് കോമൺ മ്യൂട്ടേഷൻ ബൈഹാർട്ട് ടെസ്റ്റ് ഡെൽറ്റ F508. മോസ്റ്റ് കോമൺ ക്ലാസ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് 2 ട്രാഫിക്കിംഗ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ. ആൻഡ് ഡ്രഗ് യൂസ്ഡ് എന്ന് പറയുന്നത് ട്രൈകാഫ്റ്റ എന്നാണ് ആ ഡ്രഗിന്റെ പേര്. ട്രൈകാഫ്റ്റ എന്ന് പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് 3 components actually. One is Elexacaftor, one is Tezacaftor plus Ivacaftor. Elexacaftor, Tezacaftor എന്ന് പറയുന്നത് കറക്ടേഴ്സ് ആണ്. അത് ഈ മെംബ്രെയിൻ ഈ പൊട്ടൻഷ്യൽ കറക്റ്റ് ചെയ്യുന്നതും അതുപോലത്തെ അങ്ങനെ കറക്ടർ റോളുള്ള സാധനമാണ് Elexacaftor, Tezacaftor. ഈ കറക്ഷനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് Ivacaftor. ഈ 3 സാധനങ്ങളാണ് ട്രൈകാഫ്റ്റിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് കൺജനറൽ ഹാർട്ട് ഡിസീസിലേക്ക് പോവാം. ഓക്കെ. നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് ഈ ഒരു പേജിൽ. മോസ്റ്റ് കോമൺ ഓവറോൾ കൺജനറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ കൺജനറൽ നമ്മുടെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. ആൻഡ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഇതൊക്കെ വൺ ലൈനേഴ്സ് ആണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം. മോസ്റ്റ് കോമൺ ഓവറോൾ VSD. മോസ്റ്റ് കോമൺ ടു ബി അഫക്റ്റഡ് ബൈ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആരാണ്? ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ടിന്റെ ഇൻഫെക്ഷൻ. നമുക്ക് ഹാർട്ടിനാണെങ്കിൽ 3 ലെയേഴ്സ് ഉണ്ട്: എൻഡോകാർഡിയം, മയോകാർഡിയം, പെരികാർഡിയം. എൻഡോകാർഡിയം ആണ് ഏറ്റവും അകത്തെ ലെയർ, എൻഡോകാർഡിയം, ഏറ്റവും പുറത്തെ ലെയർ പെരികാർഡിയം, അകത്തുള്ള ലെയർ, ഇടയ്ക്കുള്ള ലെയർ എന്ന് പറഞ്ഞാൽ മയോകാർഡിയം. ഓക്കെ. മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ബൈ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നതും VSD ആണ്. അപ്പോൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആർക്കാണ്? ഈ പറയുന്ന VSD, അതായത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉള്ള കുട്ടികളിലാണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. സയനോട്ടിക് ഹാർട്ട് ഡിസീസ്, അതായത് ഏത് ഹാർട്ട് ഡിസീസിലാണ് സയനോസിസ് വരുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെട്രോളജി ഓഫ് ഫാലറ്റിലാണ് മോസ്റ്റ് കോമൺലി സയനോട്ടിക് ഹാർട്ട് ഡിസീസ് വരുന്നത്. എന്താണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്നൊക്കെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യും. പിന്നെ നിയോനേറ്റ്സിലെ മോസ്റ്റ് കോമൺ സയനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആണ്. ഇതെല്ലാം ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പേര് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ എന്താന്നൊക്കെ പഠിക്കാം. പിന്നെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഇൻ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം. ലെഫ്റ്റ് ഹാർട്ട് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവാത്തതാണ് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഫസ്റ്റ് വീക്കിലെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം ആയിരിക്കും. മോസ്റ്റ് കോമൺ ഓവറോൾ എന്ന് പറയുന്നത് VSD. മോസ്റ്റ് കോമൺ ടു ബി അഫക്റ്റഡ് ബൈ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത് VSD. മോസ്റ്റ് കോമൺ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ടെട്രോളജി ഓഫ് ഫാലറ്റ്. മോസ്റ്റ് കോമൺ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഇൻ നിയോനേറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഇൻ ദ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നാദാസ് ക്രൈറ്റീരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാദാസ് ക്രൈറ്റീരിയ അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നാദാസ് ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് 2 സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്: മേജർ ക്രൈറ്റീരിയ, മൈനർ ക്രൈറ്റീരിയ. അപ്പോൾ ഒരു കുട്ടിക്ക് കൺജനറ്റലി ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടല്ല, ക്ലിനിക്കലി ഒരു പേഷ്യന്റ് OP വരുമ്പോൾ നമുക്ക് ആ പേഷ്യന്റ് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഹാർട്ട് ഡിസീസുകൾ ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ നാദാസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നാദാസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മേജർ ക്രൈറ്റീരിയസും ഉണ്ട്, മൈനർ ക്രൈറ്റീരിയസും ഉണ്ട്. മേജർ ക്രൈറ്റീരിയസ് ഏതൊക്കെയാ? സിസ്റ്റോളിക് മർമർ ഗ്രേഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു 3, ഡയസ്റ്റോളിക് മർമർ, സൈനോസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഏതൊക്കെയാ? സിസ്റ്റോളിക് മർമർ ഗ്രേഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു 3 വരും. 2 ഡയസ്റ്റോളിക് മർമർ ഉണ്ട്. സിസ്റ്റോളിക് മർമർ, ഡയസ്റ്റോളിക് മർമർ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമില്ല. സിസ്റ്റോളിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ സിസ്റ്റോളിക് മർമർ, ഡയസ്റ്റോളിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഡയസ്റ്റോളിക് മർമർ. സിസ്റ്റോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് പമ്പ് ചെയ്യുന്നത്, അതായത് ഹാർട്ട് പുഷ് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്ക് ബ്ലഡ് പുഷ് ചെയ്ത് വിടുന്നതിനാണ്. അയോട്ടയിലേക്ക് ബ്ലഡ് പുഷ് ചെയ്ത് വിടുന്നു, അല്ലെങ്കിൽ പൾമറി ആർട്ടറിലേക്ക് ബ്ലഡ് പുഷ് ചെയ്ത് വിടുന്നതാണ് സിസ്റ്റോളി എന്ന് പറയുന്നത്. ഡയസ്റ്റോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന, ചേമ്പേഴ്സിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനാണ്. ഹാർട്ട് ഡയലേറ്റ് ആയി അതിനകത്ത് ബ്ലഡ് കളക്ട് ആയി വന്നിട്ട് പിന്നാണല്ലോ പുഷ് ചെയ്ത് വിടേണ്ടത്. ആ കളക്ഷൻ പ്രോസസ്സാണ് ഡയസ്റ്റോളി എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ ഹാർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, അതിന് വേറൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ വേണ്ടി വരും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പം നിങ്ങളുടെ മെഡിസിൻ ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിക്കും. നമുക്ക് ജസ്റ്റ് ഇത് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോവാം. നാദാസ് ക്രൈറ്റീരിയയിൽ
മേജർ ക്രൈറ്റീരിയ സിസ്റ്റോളിക് മർമർ ഗ്രേഡ് മോർ ദാൻ ഈക്വൽ ടു 3, ഡയസ്റ്റോളിക് മർമർ, പിന്നെ സയനോസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഏതൊക്കെയാണ്? സിസ്റ്റോളിക് മർമർ ഗ്രേഡ് മോർ ദാൻ ഈക്വൽ ടു 3, ഡയസ്റ്റോളിക് മർമർ ഏത് ഗ്രേഡ് ആണെങ്കിലും ഈ പറയുന്ന മേജർ ക്രൈറ്റീരിയ വരും. ഏത് ഗ്രേഡ് 1 ഡയസ്റ്റോളിക് മർമർ അങ്ങനെ സാധനം ഇല്ല. ബേസിക്കലി ഡയസ്റ്റോളിക് മർമർ ഏത് ഡയസ്റ്റോളിക് മർമർ കേട്ടാലും നമുക്ക് നാദാസ് ക്രൈറ്റീരിയയുടെ മേജർ ക്രൈറ്റീരിയയുടെ ഭാഗമായിട്ട് വരും. സിസ്റ്റോളിക് മർമർ ആണെങ്കിൽ ഗ്രേഡ് 1ഉം 2ഉം കുഴപ്പമില്ല. ഗ്രേഡ് 3ക്ക് മുകളിലും വരികയാണെങ്കിൽ ദാറ്റ്സ് പാർട്ട് ഓഫ് മേജർ ക്രൈറ്റീരിയ. സൈനോസിസ് എപ്പോൾ വന്നാലും മേജർ ക്രൈറ്റീരിയ ആണ്. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വന്നാലും മേജർ ക്രൈറ്റീരിയ ആണ് ഒബ്വിയസ്ലി. മൈനർ ക്രൈറ്റീരിയ ഏതൊക്കെ വരുന്നത്? 2ഓ അതിൽ താഴെയോ ഗ്രേഡിൽ വരുന്ന സിസ്റ്റോളിക് മർമർ. സിസ്റ്റോളിക് മർമർ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് കേട്ടോ. ഗ്രേഡ് 2ഓ അതിൽ താഴെ വരുവാണെങ്കിൽ സിസ്റ്റോളിക് മർമർ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മൈനർ ക്രൈറ്റീരിയ. അബ്നോർമൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ആണെന്നെങ്കിൽ മൈനർ ക്രൈറ്റീരിയ. അബ്നോർമൽ ECG ആണെങ്കിൽ മൈനർ ക്രൈറ്റീരിയ. അബ്നോർമൽ ചെസ്റ്റ് എക്സ്റേ ആണെങ്കിൽ മൈനർ ക്രൈറ്റീരിയ. അബ്നോർമൽ BP ആണെങ്കിലും മൈനർ ക്രൈറ്റീരിയ. ഏതൊക്കെയാണ് മൈനർ ക്രൈറ്റീരിയ വരുന്നത്? സിസ്റ്റോളിക് മർമർ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേഡ് 2, അബ്നോർമൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ട്, അബ്നോർമൽ ECG, അബ്നോർമൽ ചെസ്റ്റ് എക്സ്റേ, അബ്നോർമൽ ബ്ലഡ് പ്രഷർ. ഇതെല്ലാം മൈനർ ക്രൈറ്റീരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ ഹൈപ്പർ ഓക്സൈഡ് ടെസ്റ്റ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അത് വേറൊരു ലൈക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് പ്ലിത്തോറ ഒളിഗീമിയ എന്താണെന്ന് പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്താണ് പ്ലിത്തോറ, എന്താണ് ഒളിഗീമിയ? ഒളിഗീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിലേക്ക് എത്തുന്ന ബ്ലഡ് ഫ്ലോ, അതായത് പൾമണറി ആർട്ടറി വഴിയാണല്ലോ ലങ്സിലേക്ക് ബ്ലഡ് എത്തുന്നത്. അവിടെ വെച്ചാണല്ലോ ഓക്സിനേറ്റ് ചെയ്തിട്ട് ആ ബേസിക്കലി കാർഡിയക് സർക്കുലേഷൻ ഞാൻ ജസ്റ്റ് അടുത്ത ഇതിൽ പറയുന്നുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. പൾമണറി ബ്ലഡ് ഫ്ലോ, അതായത് ലങ്സിലേക്ക് എത്തുന്ന ബ്ലഡ് ഫ്ലോ കുറയുന്നതിനാണ് നമ്മൾ ഒളിഗീമിയ എന്ന് പറയുന്നത്. പ്ലെത്തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൾമണറി ബ്ലഡ് ഫ്ലോ, പൾമണറി ബ്ലഡിലേക്ക് ലങ്സിലേക്ക് എത്തുന്ന ബ്ലഡ് ഫ്ലോ സർട്ടൻ കമ്മ്യൂണിക്കേഷൻസ് കാരണം കൂടുന്നതിനാണ് നമ്മൾ പ്ലെത്തോറ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് അപ്രോച്ച്. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് ബ്രഷ് അപ്പ് യുവർ CVS നോളജ്. ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഈ ഹാർട്ട് സർക്കുലേഷന്റെ ഒക്കെ ഒരു നോളജ് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ലങ്സിൽ നിന്ന് എന്ത് വരുന്നു? ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യാൻ വേണ്ടി പൾമണറി വെയിൻസ് വഴി ഓക്സിജൻ ബ്ലഡ് വരുന്നു. അതെങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നമ്മൾ കണക്ഷൻ ആരാ? ബൈകസ്പിഡ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ആണ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, അതിന്റെ വേറെ പേരാണ് മൈട്രൽ വാൽവ്. ഈ മൈട്രൽ വാൽവ് അതിന്റെ വേറെ പേരാണ് ബൈകസ്പിഡ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്. ലെഫ്റ്റ് ഏട്രിയത്തിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്ന ആ വാൽവ് വഴിയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ അയോട്ടയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അയോട്ടിക് സെമി ലൂണർ വാൽവ് വഴി, അതിലെ അയോട്ടിക് വാൽവ് വഴിയാണ് അയോട്ടയിലേക്ക് പോകുന്നത്. ശരി, ഇനി അയോട്ടയിലെത്തി അയോട്ട വഴി ബോഡി ടിഷ്യൂസിലേക്ക് എല്ലാം പോയി. ഡിസെൻഡിങ് അയോട്ടയുണ്ട്, ഇതാണ് അയോട്ട. അതിനകത്ത് അസെൻഡിങ് അയോട്ടയുണ്ട്, പിന്നെ അവിടുന്ന് വരുന്ന താഴേക്ക് വരുന്ന ഡിസെൻഡിങ് അയോട്ടയുണ്ട്. ഓക്കെ, ഇനി എന്താ സംഭവം? ബോഡി ടിഷ്യൂസിൽ നിന്ന് ഈ പറയുന്ന, ഞാൻ ഓൾറെഡി വെയിൻസിന്റെ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബോഡി ടിഷ്യൂസിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഈ ബോഡി ടിഷ്യൂസിൽ നിന്ന്, അതായത് എക്സ്ട്രീമിറ്റീസ്, പെരിഫറീസ് എന്നൊക്കെ കളക്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? വീനക്കാവയിലേക്ക് പോകുന്നു. അത് സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്. മേളിൽ നിന്നുള്ള നമ്മുടെ ഉടലിന് മേളിൽ നിന്നുള്ള, അതായത് നമ്മുടെ ചെസ്റ്റ് മേളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ഈ സുപ്പീരിയർ വീനക്കാവ കളക്ട് ചെയ്യുന്നു. താഴെ നിന്നുള്ളതൊക്കെയാണ് ഇൻഫീരിയർ വീനക്കാവ കളക്ട് ചെയ്യുന്നു. ഈ രണ്ട് സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. റൈറ്റ് ഏട്രിയത്തിൽ പോയിട്ട് അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് പോകുന്ന എന്ത് വഴിയാണ്? ട്രൈകസ്പിഡ്, അതായത് 3 കസ്പുള്ള ഈ ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്, ട്രൈകസ്പിഡ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് വഴിയാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിലേക്ക് പോകുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? പൾമണറി വാൽവ്, പൾമണറി സെമിലൂണർ വാൽവ് വഴി പൾമണറി ആർട്ടറീസിലേക്ക് പോകുന്നു. പൾമണറി ആർട്ടറീസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ കാർഡിയക് സർക്കുലേഷൻ അല്ലെങ്കിൽ കാർഡിയോ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് ആണ്. ഇനി നമുക്ക് കൺജന്റൽ ഹാർട്ട് ഡിസീസ് പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനോട്ടിക് കൺജന്റൽ. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കൺജന്റൽ ഹാർട്ട് ഡിസീസിനെ. ഒന്ന് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, കൺജന്റൽ ഹാർട്ട് ഡിസീസ്. രണ്ട് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഏതൊക്കെയാണ്? ഒന്ന് സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസ്, രണ്ട് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസുകൾ. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസുകളാണ്. നമ്മൾ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് സാധനങ്ങളിലാണ്. രണ്ട് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് നമ്മൾ സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. നമ്മൾ സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പിന്നെയും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് വിത്ത് ഒളിഗീമിയ. ഒളിഗീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലങ്സിലേക്ക് ബ്ലഡിന്റെ സപ്ലൈ കുറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒളിഗീമിയ എന്ന് പറയുന്നത്. അപ്പൊ സൈനോട്ടിക് പ്ലസ് ഒളിഗീമിയ നമ്മൾ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈനോട്ടിക് പ്ലസ് പ്ലെത്തോറ. പ്ലെത്തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലങ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നതിനാണ് നമ്മൾ പ്ലെത്തോറ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒളിഗീമിയ ഉണ്ടെങ്കിൽ ലങ് ഫീൽഡുകൾ കണ്ടോ ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും. പ്ലെത്തോറ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ലങ് ഫീൽഡ് ഇരിക്കുന്നത്? ഇതുപോലെ ഗ്രേയിഷ് ആയിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എപ്പോഴാണ് സൈനോസിസ് ഉണ്ടാകുന്നത്? എപ്പോഴാണ് നമുക്ക് സൈനോസിസ് ഉണ്ടാകുന്നത്? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം സൈനോസിസ് ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഓർഗൻസിലേക്ക്, നമ്മുടെ കൈകളിലേക്ക്, കാലുകളിലേക്ക്, തലയിലേക്ക്, അവിടെ ഇവിടെയൊക്കെ എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
സൈനോട്ടിക് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് സൈനോസിസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിയോക്സൈഡ് ബ്ലഡ് റീച്ചിങ് അവർ സിസ്റ്റമിക് സർക്കുലേഷൻ. നമുക്കറിയാം എപ്പോഴും നമ്മുടെ റൈറ്റ് ഹാർട്ടിൽ, അതായത് റൈറ്റ് ചേമ്പറിൽ ഇരിക്കുന്ന റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ, അവിടെ രണ്ടിടത്തും ഇരിക്കുന്ന എന്ത് ബ്ലഡ് ആണ്? നമ്മുടെ ആ രണ്ട് സ്ഥലങ്ങളിൽ ഇരിക്കുന്ന എന്ത് ബ്ലഡ് ആണ്? ഡിയോക്സൈഡ് ബ്ലഡ് ആണ്. അപ്പൊ ഈ റൈറ്റ് ഏട്രിയമോ റൈറ്റ് വെൻട്രിക്കിളോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരികയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഈ ഷണ്ട് ഉണ്ടാകും. ഷണ്ട് എന്നാണ് അതിന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഷണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് വരുമ്പോഴാണ് റൈറ്റ് ഹാർട്ട് സൈഡ് ഓഫ് ഹാർട്ടും ലെഫ്റ്റ് സൈഡ് ഓഫ് ഹാർട്ട്. ലെഫ്റ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ എന്താ ശരിക്കും സംഭവിക്കുക? ലെഫ്റ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ ഓക്സിജൻ ബ്ലഡ് ആണുള്ളത്. ആ ഓക്സിജൻ ബ്ലഡ് അയോട്ട വഴി നമ്മുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ട്, അതിപ്പോൾ റൈറ്റ് ഏട്രിയോ ആയിക്കോട്ടെ റൈറ്റ് വെൻട്രിക്കിളോ ആയിക്കോട്ടെ, അത് ലെഫ്റ്റ് ഏട്രിയമോ ലെഫ്റ്റ് വെൻട്രിക്കിളോ ആയിട്ട് കണക്ഷൻ ഉണ്ടാകുന്നു. ആ കണക്ഷൻ വഴി ഡിയോക്സിൻ്റെ ബ്ലഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എത്തുന്നു. ആ ഡിയോക്സിൻ്റെ ബ്ലഡ് ഈ പറയുന്ന ലെഫ്റ്റിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിലാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? സൈനോട്ടിക് ഹാർട്ട് ഡിസീസുകൾ സംഭവിക്കുന്നത്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസുകൾ എപ്പോഴും സംഭവിക്കുന്നത് ഈ പറയുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിലാണ്. അതാണ് സൈനോട്ടിക് പ്ലസ് ഒളിഗീമിയ, സൈനോട്ടിക് പ്ലസ് പ്ലിത്തോറ. അത് ഈ ഒളിഗീമിയ പ്ലിത്തോറ ഡിഫറൻസ് വരുന്നത് പൾമണറി സർക്കുലേഷനിലുള്ള ഡിഫറൻസ് ആണ്. പൾമണറി സർക്കുലേഷൻ കുറയുമ്പോൾ ഒളിഗീമിയ ഉണ്ടാവും, പൾമണറി സർക്കുലേഷൻ കൂടുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ പ്ലിത്തോറ ഉണ്ടാവും. അത് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒബ്വിയസ്ലി സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ആണെങ്കിൽ എ സൈനോട്ടിക് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കുമല്ലോ. എ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ എത്തുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് തന്നെയാണ് അപ്പോഴും. അതാണ് എ സൈനോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷണ്ട് വരും. ലെഫ്റ്റിലാണ് എന്ത് ഉള്ളത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇപ്പൊ റൈറ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് സൈനോസിസ് വരുമോ? ഇല്ല. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇപ്പൊ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ പോയി ഓക്സിഡേറ്റഡ് ആവും. ലൈക്ക് ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഈ നമ്മുടെ പൾമണറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്ക് പോകേണ്ടത്. അപ്പൊ ആ ലങ്സിലേക്ക് പോകേണ്ടത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്ന് അറിയാമല്ലോ. ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് ഉണ്ടെങ്കിൽ ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഒന്നുകൂടെ ലങ്സിലേക്ക് പോകും, അത് ഒന്നുകൂടെ ഓക്സിഡേറ്റഡ് ആവും. അത് 100% വരെയല്ലേ എന്തായാലും ഓക്സിജൻ പോകത്തുള്ളൂ, അതിന് മുകളിൽ പോകത്തില്ലല്ലോ. ആ ലെവലിലേക്കുള്ള ഓക്സിജൻ പിന്നെ സംഭവിക്കും. അപ്പൊ ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സൈനോസിസ് ഉണ്ടാകുന്നില്ല. അതാണ് അതിന്റെ ഒരു ഒരു ഗുഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ്, അതായത് ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസുകൾ, കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ ഇനിഷ്യലി ഈ ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് ആണെങ്കിൽ പോലും അത് ഒരുപാട് സിവിയർ ആയി കഴിഞ്ഞാൽ ഓവർ ദി ഇയേഴ്സ് എൻ സ്റ്റേജ്, അതായത് മരണത്തിനോടടുത്ത് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ സീരിയസ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? റിവേഴ്സൽ ഉണ്ടാകും. റിവേഴ്സൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിന് പകരം അതേ പാസ്വേഡിൽ കൂടെ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? എ സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസിലും ഓവർ ദി ഇയേഴ്സ് ആഫ്റ്റർ സിവിയർ പ്രോഗ്രഷൻ അത് റിവേഴ്സ് ആയി അത് സൈനോട്ടിക്കിലേക്ക് പോവാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ദാറ്റ് സ്പെസിഫിക് കണ്ടീഷൻ, ദാറ്റ് റിവേഴ്സൽ ഓഫ് ഷണ്ടിങ്, അല്ലെങ്കിൽ ആ എ സൈനോട്ടിക് ആവുന്ന ആ ഒരു കണ്ടീഷൻ, നമ്മൾ ആ ഒരു സീരിയസ് കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എയ്സൻ മെങ്കർ സിൻഡ്രോം. അതിന്റെ പറയുന്ന പേരാണ് എന്ത്? എയ്സൻ മെങ്കേഴ്സ് സിൻഡ്രോം. ഓക്കെ. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുറെയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് വലിയ ഒരു കടലാണ്. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ MBBS ടൈമിൽ പഠിച്ച പോലെ നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് വേണ്ടത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടായിട്ട് ചോദിക്കാം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിനകത്ത് മേ ബി ചില കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടായിരിക്കും, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം ഇതിനകത്ത് നിന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ. എ സൈനോട്ടിക് കൺജന്റൽ ഹാർട്ട് ഡിസീസിൽ പൾമണറി ബ്ലഡ് ഫ്ലോ വെച്ചിട്ട് നമുക്ക് അത് പിന്നെയും ഡിവൈഡ് ചെയ്യാം. ലൈക്ക് സൈനോട്ടിക് വി ക്യാൻ ഹിയർ ഓൾസോ ഡിവൈഡ് ഇറ്റ് ഓൺ ദി ബേസിസ് ഓഫ് പൾമണറി ബ്ലഡ് ഫ്ലോ. പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പൾമണറി പ്ലിത്തോറ. നോർമൽ, അതായത് കുറയുന്ന കണ്ടീഷനുകൾ സൈനോട്ടിക്കിൽ നമ്മൾ പറയുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ് അല്ലെ. ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ബ്ലഡ് പോകുന്നു, റൈറ്റിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നു. അപ്പൊ ലങ്സിലേക്ക് ഓൾറെഡി ബ്ലഡ് പോകുന്നുണ്ട് ഇൻ കേസ് ഓഫ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. അപ്പം ഇവിടെ ഒന്നെങ്കിൽ പൾമണറി ബ്ലഡ് ഫ്ലോ കൂടും, അല്ലെങ്കിൽ നോർമൽ പൾമണറി ബ്ലഡ് ഫ്ലോ ആയിരിക്കും. അല്ലാതെ പൾമണറി ബ്ലഡ് ഫ്ലോ കുറയുന്ന ഒരു കണ്ടീഷൻ സൈനോട്ടിക് കണ്ടീഷൻ ഹാർട്ട് ഡിസീസിൽ ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പൾമണറി പ്ലിത്തോറ എവിടെയൊക്കെ ഉണ്ടാകുന്നത്? അത് ഒരു പോയം പോലെ പഠിച്ചു വെക്കാം കണ്ടീഷൻസ്. ASD, VSD, PDA, എൻഡോകാർഡിയൽ ക്വഷൻ ഡിഫക്ട്. ASD, VSD, PDA, എൻഡോകാർഡിയൽ ക്വഷൻ ഡിഫക്ട്. ECD എന്ന് ഓർത്താൽ മതി. ASD, VSD, PDA, ECD. ASD, VSD, PDA, ECD. ASD, VSD, PDA, ECD. ASD, VSD, PDA, ECD. എന്നിട്ട് പറഞ്ഞ് ASD, VSD, PDA, ECD. ഈ 4 സാധനങ്ങളാണ് നമ്മുടെ പൾമണറി പ്ലിത്തോറ ആയിട്ട് വരുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരു പോയം പോലെ പഠിച്ചു വെച്ചാൽ മതി. ASD, VSD, PDA, ECD. ഓക്കെ.
ഇതിന്റെ മർമ്മറുകളുടെ കാര്യങ്ങളും ഒക്കെ CVS കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ മെഡിസിനിൽ പഠിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കണ്ടീഷനുകളിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മർമ്മറുകളാണ് വരുന്നത്, അതിപ്പോ അഡൾട്ട് ആയിക്കോട്ടെ ചിൽഡ്രൻ ആയിക്കോട്ടെ, സിസ്റ്റോളിക് മർമ്മറുകൾ ഏതൊക്കെയാ, ഡയസ്റ്റോളിക് മർമ്മറുകൾ ഏതൊക്കെയാ, പ്രീ സിസ്റ്റോളിക് ആക്സെന്റുവേഷൻ എവിടെയാണ് വരുന്നത്, ഡയസ്റ്റോളിക് എന്താ സ്പ്ലിറ്റുകൾ, ഹാർട്ട് സൗണ്ട് സ്പ്ലിറ്റുകൾ എവിടെയൊക്കെയാണ് വരുന്നത്, ഇതെല്ലാം ഡിലേ എവിടെയാണ് വരുന്നത്, മർമ്മറുകൾ ടൈപ്പ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ എവിടെ പഠിക്കും? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ പഠിക്കും, ഇൻ മെഡിസിൻ. ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടീഷനുകൾ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പൾമണറി പ്ലിത്തോറിൽ ആദ്യം നമ്മൾ പറയുന്ന കണ്ടീഷൻ ASD ആണ്. ASD എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അതായത് ഈ ലെഫ്റ്റ് ഏട്രിയൽ റൈറ്റ് ഏട്രിയൽ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും. അതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ബ്ലഡ് പോകും. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. നമുക്കറിയാം ലൈക്ക് S1 S2 ആണ് നമ്മുടെ ഹാർട്ട് സൗണ്ടുകൾ എന്ന് പറയുന്നത്. അത് S2 ആണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. S1 എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലോഷർ ഓഫ് ദ മൈട്രൽ വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവും. S2 എന്ന് പറയുന്നത് ക്ലോഷർ ഓഫ് ദ അയോട്ടിക് വാൽവും പൾമണറി വാൽവും. അതായത് ഈ അയോട്ടിക് വാൽവ് പൾമണറി വാൽവ് ക്ലോഷർ ആണ് നമ്മുടെ എന്ത് പറയുന്നത്, ഈ അയോട്ടിക് വാൽവ് പൾമണറി വാൽവ്, അയോട്ടിക് പൾമണറി സിമിലർ വാൽവ്, അയോട്ടിക് സിമിലർ വാൽവ്. ഈ അയോട്ടിക് വാൽവ് പൾമണറി വാൽവിന്റെ ക്ലോഷറിലാണ് S2 കേൾക്കുന്നത്. നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവിന് ബൈക്കസ്പിഡ് വാൽവിന്റെ ക്ലോഷറിലാണ് നമുക്ക് S1 കേൾക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വൈഡ് ആൻഡ് ഫിക്സഡ് സ്പ്ലിറ്റ്. അതായത് സെക്കൻഡ് S2 എന്ന് പറയുന്നത് വൈഡ് സ്പ്ലിറ്റ്, ഫിക്സഡ് സ്പ്ലിറ്റ്. അതായത് ലൈക്ക് ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ S2 എന്ന് പറയുന്നത് ലൈക്ക് S1 എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബൈക്കസ്പിഡ് വാൽവിന്റെയും ട്രൈക്കസ്പിഡ് വാൽവിന്റെയും ക്ലോഷർ ആണ് S1 എന്ന് പറയുന്നത്. അതായത് ഈ ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും ഒരേ സമയത്താണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യമായിട്ട് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുമെങ്കിലും ഇത് വളരെ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സായത് മൊത്തം. അത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മുടെ ഹാർട്ട് ഒരു നിമിഷം ഏകദേശം 90 ബീറ്റ്സ് പെർ മിനിറ്റ് ഉള്ള ഒരു ഓർഗൻ ആണെന്ന് നമ്മൾ ജസ്റ്റ് ആലോചിക്കുക. ഒരു മിനിറ്റ് 60 സെക്കൻഡ്സിൽ 90 ബീറ്റ്സ്, അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 9/6 ഏകദേശം 1.5 ബീറ്റുകൾ ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡ് വരുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ ഈ ഒരു പ്രോസസ്സ് ഒരു വട്ടം നടക്കും, പിന്നെ അതിന്റെ പകുതിയും കൂടെ നടക്കും ഒരു സെക്കൻഡിൽ. മനസ്സിലായോ? അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് പോകുന്നത്. അപ്പോൾ ഈ S1 എന്ന് പറയുമ്പോൾ ഈ ബൈക്കസ്പിഡ് വാല്യൂ ട്രൈക്കസ്പിഡ് വാല്യൂ ഏകദേശം ഒരേ സമയത്താണ്. അപ്പം S1 ഈ പറയുന്ന ഒരു സ്പ്ലിറ്റ് വരുന്നില്ല. സ്പ്ലിറ്റ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂകൾ തമ്മിൽ അടയുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് സ്പ്ലിറ്റ് വരുന്നത്. ഈ സ്പ്ലിറ്റ് ഫിസിയോളജിക്കലി ഉണ്ടാകുന്നത് S2 നോർമലി S2, അതായത് സെക്കൻഡ് ഹാർട്ട് സൗണ്ടിൽ ഒരു ചെറിയ സ്പ്ലിറ്റ് ഉണ്ട്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് മാത്രമേ സ്പ്ലിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നോർമൽ സ്പ്ലിറ്റ് ആണ്. ലൈക്ക് അയോട്ടിക് സെമിലൂണ വാൽവും പൾമണറി സെമിലൂണ വാൽവും രണ്ടുപേരും അടയുന്ന ടൈം ഇച്ചിരി ഒരു ലാഗ് ഉണ്ട്. അത് ലൈക്ക് ഈ എന്താ പറയുക, അയോട്ടിക് സെമിലൂണ വാൽവ് ആണ് ഇച്ചിരൂടെ എന്താ പറയുക അയോട്ടിക് സെമിലൂണ വാൽവ് ആണ് ഇച്ചിരൂടെ നേരത്തെ അടയുന്നത്. പൾമണറി സെമിലൂണ വാൽവ് ആണ് ഇച്ചിരൂടെ ലേറ്റ് ആയിട്ട് അടയുന്നത്. ഓക്കെ, A2 P2 എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. S2 അതായത് S1 എന്ന് പറയുന്നത് ബൈക്കസ്പിഡ് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവിന്റെ ക്ലോഷർ ആണ്. പക്ഷെ S1 നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് കേൾക്കുന്നില്ല, കാരണം രണ്ട് വാൽവുകൾ ഒരേ സമയത്ത് അടയുന്നത്. ഈ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോട്ടിക് വാൽവ് പൾമണറി വാൽവ് രണ്ട് ഡിഫറെന്റ് ടൈമിലാണ് അടയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ അയോട്ടിക് വാൽവും പൾമണറി വാൽവും അടയുന്നതും തമ്മിൽ ഒരു ചെറിയ ഒരു നോർമൽ സ്പ്ലിറ്റ് ഒരു ടൈം ഉണ്ട്. ഏകദേശം ഒരു 0.01 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ അയോട്ടിക് വാൽവ് ആൻഡ് പൾമണറി വാൽവ് ക്ലോഷർ, S2 സ്പ്ലിറ്റിങ്ങിന്റെ ടൈം. ഈ സ്പ്ലിറ്റ് വലുതാവുന്നത് ഇതുപോലത്തെ ഷണ്ടുകൾ, അതായത് ഈ ബ്ലഡ് സർക്കുലേഷനിലെ എമൗണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ പുറത്തേക്ക് മൊത്തത്തിൽ ഫ്ലോ ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ ഈ വാൽവുലാർ ക്ലോഷറിന്റെ ടൈമിലും ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോഴാണ് ഈ സ്പ്ലിറ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ASD പോലെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഏട്രിയകൾ തമ്മിൽ കണക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ സെക്കൻഡ് ഹാർട്ട് സൗണ്ട്, അതായത് നോർമലി ഉള്ള സ്പ്ലിറ്റിനേക്കാളും ഇച്ചിരി കൂടെ വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും, ഇച്ചിരി കൂടെ കൂടുതൽ സമയം എടുക്കും. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ S2 സ്പ്ലിറ്റ് ആയിട്ട് ഈ അയോട്ടിക് വാൽവും പൾമണറി വാൽവും അടയുന്ന സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കേൾക്കണം. നമ്മൾ സ്റ്റെത്ത് വെച്ച് കേൾക്കുമ്പോൾ ടപ്പ് 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 ആ ഒരു സൗണ്ടല്ലേ കേൾക്കുള്ളൂ. ഇങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ടപ്പ് 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 അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഈ രണ്ട് വാൽവുകളും ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്. അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ASDയിൽ ഈ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വൈഡ്ലി ഫിക്സ്ഡ് സ്പ്ലിറ്റ് ആയിരിക്കും. ആ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അത് എല്ലാ ബീറ്റിലും ഒരേ സ്പ്ലിറ്റ് തന്നെ ആയിരിക്കും. 0.45 സെക്കൻഡ് ആണ് ആദ്യത്തെ സ്പ്ലിറ്റ് എങ്കിൽ രണ്ടാമത്തെ സ്പ്ലിറ്റ് 0.45 സെക്കൻഡുകളായിരിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് അതിന്റെ ബേസിക്സ് ആണ്. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് കാണാൻ പഠിക്കുക. ASDയിൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വൈഡ് ആൻഡ് ഫിക്സ്ഡ് സ്പ്ലിറ്റ് ആണ് ഉണ്ടാകുന്നത്.
പിന്നെ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ഉണ്ടാകുന്നത് ഈ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഡെവലപ്മെന്റൽ ഡിഫക്റ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ എംബ്രിയോളജിക്കൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഈ പറയുന്ന ഏട്രിയൽ സെപ്റ്റം ഒക്കെ ഡെവലപ്പ് ആവുന്നത് ഓസ്റ്റിയം സെക്ടവും ഓസ്റ്റിയം പ്രൈമും ഈ രണ്ട് സാധനങ്ങളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഏട്രിയൽ സെപ്റ്റം ഡെവലപ്പ് ആവുന്നത്. ഈ ഓസ്റ്റിയം സെക്കൻഡം എന്ന സാധനത്തിലാണ് പ്രശ്നം. അങ്ങനെയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ഇൻ ECG. ECG റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ കാണാൻ പറ്റും. ഓസ്റ്റിയം പ്രൈമത്തിലാണ് പ്രശ്നം, അങ്ങനെയാണ് ESD വരുന്നുണ്ടെങ്കിൽ ദർ ബി ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ഇൻ ECG. പിന്നെ VSD എന്താ സംഭവിക്കുക? VSD പാൻ സിസ്റ്റോളിക് മർമർ ആയിരിക്കും. സിസ്റ്റോളിക് മൊത്തം നടക്കുന്ന ടൈം മൊത്തം എന്തുണ്ടായിരിക്കും? മർമർ ഉണ്ടായിരിക്കും. ആൻഡ് ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ഇൻ ECG. ഓക്കെ. പിന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾമണറി ആർട്ടറിയും അയോർട്ടയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പേറ്റന്റ് ഡക്ടസ് അതായത് ഡക്ടസ് ആർട്ടീരിയോസസ് പേറ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് കണ്ടിന്യൂസ് മെഷീൻ, അതായത് ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പോലെ സിസ്റ്റോളിക് എന്നില്ല ഡയസ്റ്റോളിക് എന്നില്ല, ഫുൾ ടൈം കണ്ടിന്യൂസ് മെഷീനറി ഇൻഫ്രാ ക്ലാവിക്കുലർ, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ക്ലാവിക്കിളിന്റെ അടിയിലായിരിക്കും. ഈ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ പറയുന്ന മർമർ, ഈ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയസ് മർമർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ക്ലാവിക്കിളിന്റെ അടിയിലായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് കണ്ടിന്യൂസ് മെഷീനറി. ഇത് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പോലെ നിരന്തരമായിട്ട് നിർത്താതെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മർമർ, അതാണ് കണ്ടിന്യൂസ് മെഷീനറി ഇൻഫ്രാ ക്ലാവിക്കുലർ റീജിയനിൽ നമ്മൾ കേൾക്കുന്ന മർമറാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് നമുക്ക് ഉണ്ടാകുന്ന മർമർ. അത് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ഡിഫക്റ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഏത് കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ ഡൗൺസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടീഷനിൽ ഏതാ? അതുപോലെ എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ഡിഫക്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന ആരില്ല? അങ്ങനെ ചോദിക്കാം. ഡൗൺസ് എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ഡിഫക്റ്റ് തമ്മിലാണ് കണക്ഷൻ വരുന്നത്. ദാറ്റ് ഇസ് കോൾഡ്, അതിന്റെ ഒരു പേര് ഗൂസ് നെക്ക് ഡിഫോമിറ്റി എന്നാണ്. ഗൂസ് നെക്ക് അത് അങ്ങനെ തന്നെ കാണാൻ വേണ്ടി ചോദിച്ചോളുക. എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ഡിഫക്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗൂസ് നെക്ക് ഡിഫോമിറ്റി ആണ്. എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ഡിഫക്റ്റിലെ ഒരു ഫീച്ചറാണ് ഗൂസ് നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. ഗൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ആനിമൽ ആണ്. അതിന്റെ നെക്ക് പോലെ ഇരിക്കും അതിന്റെ ഡിഫോമിറ്റി നമ്മൾ ഈ എക്സ്റേയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ. ഓക്കെ. ഇനി നോർമൽ പൾമണറി ബ്ലഡ് ഫ്ലോ. ഇത്രയും നമ്മൾ പറഞ്ഞത് പൾമണറി പ്ലിത്തോറ ആയിരുന്നു, അതായത് പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്ന കണ്ടീഷനുകളായിരുന്നു. ഇനി നോർമൽ പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയാക്ടേഷൻ ഓഫ് അയോർട്ട കോയാക്ടേഷൻ, അതായത് അയോർട്ട നാരോയിങ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോയാക്ടേഷൻ ഓഫ് അയോർട്ട എന്ന് പറയുന്നത്. ഇപ്പൊ അയോർട്ട നാരോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ബ്ലഡും യൂഷ്വലി നമ്മുടെ ബ്രേക്കിയൽ പൾസും നമ്മുടെ ഫെമറൽ പൾസും ഒരേ ടൈമിലാണ് പോകുന്നത്. നമ്മൾ ഒരാളോട് നമ്മുടെ ഒരു കൈ ബ്രേക്കിയൽ ആർട്ടറി അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു കൈ നമ്മുടെ ഫെമറൽ ആർട്ടറി വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ടൈം ഡിലേയും ഉണ്ടായിരിക്കത്തില്ല. രണ്ടും ഒരേ സമയത്തായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മുടെ കോയാക്ടേഷൻ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ബ്രേക്കിയൽ ആർട്ടറിയിലൊക്കെ ബ്ലഡ് ഫ്ലോയും ഫെമറൽ ആർട്ടറിയിലുള്ള ബ്ലഡ് ഫ്ലോയും രണ്ട് ടൈമിലായിരിക്കും പോകുന്നത്. ബിക്കോസ് അത് തിന്നിങ്, കാരണം ഈ അയോർട്ട വഴിയാണല്ലോ മൊത്തം ബ്ലഡും പോകണ്ടേ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനുള്ളേ. അപ്പൊ കോയാക്ടേഷൻ ഓഫ് അയോർട്ട ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാക്കിയോ ഫെമറൽ ഡിലേ ഉണ്ടാവും. അതുപോലെ തന്നെ കൈ ഇടയ്ക്കിടയ്ക്ക് മരവിക്കുന്ന പോലെ തോന്നും, അങ്ങനെ ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും. ഓക്കെ. ഫെമറൽ പൾസ് ഫീബിൾ ആയിരിക്കും, കാരണം മേളിലേക്ക് മാത്രം ബ്ലഡ് പോകുന്നില്ല, താഴോട്ടുള്ള ബ്ലഡ് പോകുന്നില്ല ബിക്കോസ് ഓഫ് ദാറ്റ് തിന്നിങ്. അപ്പൊ ഈ എന്താ പറയുക, ഇതിനാണ് റോസ്ലർ സൈൻ എന്ന് പറയുന്നത്. ഈ 3 സൈൻ കണ്ടോ, ഇതാണ് കോയാക്ടേഷൻ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനൊരു, യൂഷ്വലി നമ്മുടെ ലങ്സ് ഇങ്ങനെ ഒരു ഹൈ ലെവൽ സ്ട്രേറ്റ് വരുന്ന ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ ഒരു നോച്ചിങ് ഉണ്ടാവും, അതിനാണ് 3 സൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിബ്സിന്റെ അവിടെയും ഇതുപോലെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ സ്പൈക്ക് പോലെ നോച്ചിങ് പോലെ വരും. ബിക്കോസ് ആ പൾസേഷൻ, ആ കോയാക്ടേഷൻ ആയിട്ട് മൂലം ഉണ്ടാകുന്ന അയോർട്ടയുടെ പൾസേഷൻ വന്നിട്ട് ഒരു റിബ്സ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇരിക്കും. അതിനാണ് നോച്ചിങ് ഓഫ് റിബ് എന്ന് പറയുന്നത്, ഇൻഫീരിയർ റിബ്. നോച്ചിങ് ഓഫ് ഇൻഫീരിയർ റിബ്. ഈ നോച്ചിങ് ഓഫ് ഇൻഫീരിയർ റിബ്, സുപ്പീരിയർ റിബ് അല്ലെ ഇൻഫീരിയർ റിബ്, കാരണം റിബ്സിന്റെ താഴെ കൂടാണ് ഈ ആർട്ടറീസ് ഒക്കെ പോകുന്നത്. ഇന്റർകോസ്റ്റൽ ആർട്ടറി ആയിക്കോട്ടെ, കോയാക്ടേഷൻ. ബേസിക്കലി അതിന്റെ അനാറ്റമി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അയോർട്ടയിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരുപാട് ഇന്റർകോസ്റ്റൽ ആർട്ടറി ഉണ്ട്, അല്ലെങ്കിൽ അയോർട്ടയുടെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ഒരുപാട് ഇന്റർകോസ്റ്റൽ ആർട്ടറികളുണ്ട്. ഇന്റർകോസ്റ്റൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ റിബ്സിന് ഇടയ്ക്കുള്ള ആർട്ടറീസ് ആണ്. ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറികളൊക്കെ ഈ റിബ്സിന് താഴെ കൂടാണ് റൺ ചെയ്യുന്നത്, ഇൻഫീരിയർ റിബ് ആസ്പെക്റ്റിലാണ് റൺ ചെയ്യുന്നത്. അപ്പൊ കോയാക്ടേഷൻ ഓഫ് അയോർട്ട, അല്ലെങ്കിൽ അയോർട്ടിൽ തിന്നിങ് ഉണ്ടാകുമ്പോൾ ഈ അയോർട്ടയിൽ കൂടെ പോകേണ്ട ബ്ലഡ് എല്ലാം ഡൈവേർട്ട് ആയിട്ട് ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറി പൾസേറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ പറയുന്ന താഴെ ഇൻഫീരിയർ റിബിൽ കൂടാണ് ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറികൾ പോകുന്നത്. അവിടെയാണ് നോച്ചിങ് ഉണ്ടാകുന്നത്. ആ ഒരു ചെറിയൊരു നോച്ചിങ് ഓഫ് ഇൻഫീരിയർ റിബ്. അതിനാണ് നമ്മൾ റോസ്ലർ സൈൻ എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് 3 സൈൻ ഒന്നും പഠിക്കേണ്ട. റിവേഴ്സ് 3 സൈൻ സീനും ബേരിയസ് ആണോ, അത്ര ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട.
നമുക്ക് സൈനോട്ടിക് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ടെട്രോളജി ഓഫ് ഫാലറ്റ് ആണ്. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു സാധനം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് ടെട്രോളജി ഓഫ് ഫാലറ്റ് ആണ്. ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ഈ പറയുന്ന പോലെ ഒരു ഫീച്ചർ ഉണ്ട്. അത് നമുക്ക് വളരെ 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 പ്രിയപ്പെട്ട ഫീച്ചറാണ്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ എക്സ്റേ കണ്ടാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ദാറ്റ് ഇസ് കോൾഡ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഒരു ബൂട്ട് ഇരിക്കുന്ന പോലെ ഇല്ലേ, ഒരു ഷൂ ഇരിക്കുന്ന പോലെ ഇരിക്കും. ദാറ്റ്സ് എ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ബൂട്ട് ഷേപ്ഡ് ഹാർട്ടിന്റെ വേറൊരു പേര് കോറൻ സാബോ എന്നാണ്. കോറൻ സാബോ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫ്രഞ്ച് ആണെന്ന് തോന്നുന്നു, മേ ബി. എനിവേസ്, ഈ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് പോലെ ഇരിക്കും. ദാറ്റ്സ് കോൾഡ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഈ RAD എന്ന് പറയുന്നത് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ഈ ടെട്രോളജി ഓഫ് ഫാലറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന ECG ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണ്. അത് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാവുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്നു. ടെട്രോളജി ഓഫ് ഫാലറ്റിൽ നമ്മുടെ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. കമ്പോണൻസ് എന്തൊക്കെയാണ്? 4. ടെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താ? 4 കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന ടെട്രോളജി ഓഫ് ഫാലറ്റിൽ ഉണ്ടാകുന്ന 4 കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അതായത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി ഉണ്ടാവും. റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, നമ്മൾ ഇവിടെ ഇരുന്ന റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി ഇവിടെ ഇത് ഈ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആയിട്ടാണ് ഇത് ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഇരിക്കേണ്ട ഹാർട്ടാണ്, കണ്ടോ? ഇങ്ങനെ ഇരിക്കേണ്ട ഹാർട്ടാണ്. അത് ഇവിടുത്തെ ഈ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആണ് തള്ളി 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 ഇവിടുത്തെ കൂടെ ഡിസ്പ്ലേസ് ആക്കി ഇങ്ങനെ ഇരിക്കും. അത് അങ്ങനെയാണ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. അയോർട്ടയുടെ മുകളിൽ കൂടെ ഉണ്ടാവും ആ ഒരു ഈ പറയുന്ന ദാറ്റ്സ് കോൾഡ് ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. ഓവർ റൈഡിങ് ഓഫ് അയോർട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഫിഗർ നോക്കാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ? ഇത് നമ്മളുടെ വ്യത്യാസം നോക്കും. ഇതാണ് നോർമൽ ഹാർട്ട് എന്ന് പറയുന്നത്. കണ്ടോ? സോ ഇതാണ് ഇച്ചിലൂടെ ബെറ്റർ. കണ്ടോ? ഇതിനകത്ത് ഇതാണ് ഹെൽത്തി ഹാർട്ട്, ഇതാണ് നമ്മുടെ നോർമൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ അയോട്ട, അല്ലെങ്കിൽ ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഓവർ റൈഡിങ് ഓഫ് ഫാലറ്റ് വരുമ്പോൾ ഇതിങ്ങനെ പോകേണ്ട സാധനമാണ്. അതായത് ഇത് നമ്മുടെ വെൻട്രിക്കിളിനകത്തൂടെ അയോട്ടയിലേക്ക് ഇങ്ങനെ പോയി ബ്ലഡ് പോയി ഇങ്ങനെ പോകേണ്ടതായിരുന്നു യൂഷ്വലി നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഒരു അനാറ്റമി എന്ന് പറയുന്നത്. ഓവർ റൈഡിങ് ഓഫ് ഫാലറ്റ് എന്ന് പറയുമ്പോൾ അയോട്ട ഇതിങ്ങനെ ഇരിക്കും. കണ്ടോ? ഇതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ വരും. അതാണ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ബേസിക് ഡിഫറൻസ്. അപ്പോൾ എന്താ ടെട്രോളജി ഓഫ് ഫാലറ്റിൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ട്, ഓവർ റൈഡിങ് ഓഫ് അയോർട്ട ഉണ്ട്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൾമണറി സ്റ്റിനോസിസ്, ഇൻഫണ്ടിബുലാർ സ്റ്റിനോസിസ്, എന്ത് വേണേലും പറയാം. ഇൻഫണ്ടിബുലാർ സ്റ്റിനോസിസ് എന്ന് പറയാം, ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ് എന്ന് പറയാം, പൾമണറി സ്റ്റിനോസിസ് എന്ന് പറയാം. ഈ 3 സാധനം ഒരു സാധനം തന്നെയാണ്. ഇൻഫണ്ടിബുലാർ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാലും ഓർക്കുക, പൾമണറി സ്റ്റിനോസിസ് പറഞ്ഞാലും ഓർക്കുക, ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ് പറഞ്ഞാലും ഓർക്കുക. 2-3 ഒരേ സാധനം തന്നെയാണ്. ബേസിക്കലി ഈ പറയുന്ന ഇവിടെ ഒരു സ്റ്റിനോസിസ് ഉണ്ടാകും, പൾമണറി ബ്ലഡ് ഫ്ലോ, അതായത് പൾമണറി ബ്ലഡ്, ഈ ഒരു റൈറ്റ് വെൻട്രിക്കിളിന്റെ പൾമണറി ആർട്ടറി സർക്കുലേഷൻ, ഇവിടെ ഒരു സ്റ്റിനോസ് ഉണ്ടാവും ഈ വാൽവിൽ. അതാണ് ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ് പറയുന്നത്. അപ്പൊ ആ പൾമണറി സ്റ്റിനോസ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? പൾമണറി ആർട്ടറിയിലൊക്കെ ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? പൾമണറി ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഒളിക്കീമിയ സംഭവിക്കുന്നത്. ഓക്കെ, ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറഞ്ഞാൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, ഓൾസോ കോൾഡ് കോറൻ സാബോ. കമ്പോണൻസ് പറഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അതുകൊണ്ടാണ് ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ ഈ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ഓവർ റൈഡിങ് ഓഫ് അയോർട്ട ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ് ഉണ്ട്. ഈ VSD ഉള്ളത് കൊണ്ടാണ് ഈ എന്താ പറയുക, ഈ ടോഫുള്ള ബേബീസിന് ഇല്ലാത്തത്, കാർഡിയാക് ഫെയിലർ ഇല്ലാത്ത. കാരണം ഓൾറെഡി ഈ പറയുന്ന പൾമണറി സ്റ്റിനോസിസ് ഉള്ള കാരണം പൾമണറി ആർട്ടറി വഴി ബ്ലഡ് പോകുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുക? ഈ VSD എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ റൈറ്റ് ഹാർട്ടിൽ, ഈ റൈറ്റ് വെൻട്രിക്കിളിൽ ഈ പൾമണറി സ്റ്റിനോസിസ് ഉള്ളപ്പോൾ പോലും ഈ ബ്ലഡ് ബിൽഡപ്പ് ആവുന്നില്ല. ആ ബ്ലഡിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? വയാ ദിസ് VSD ലെഫ്റ്റ് ഹാർട്ടിലേക്ക് പോയി. ഈ എക്സ്ട്രാ ബ്ലഡ് ലെഫ്റ്റ് ഹാർട്ട് വഴി നമ്മുടെ ലെഫ്റ്റ് ഹാർട്ട് കൂടെ പോയി ലെഫ്റ്റ് ഹാർട്ട് വഴി സിസ്റ്റമിക് സർക്കുലേഷൻ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. അവിടെ ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒന്ന്, റൈറ്റ് ഹാർട്ട് ഫെയിലർ ഉണ്ടാകത്തില്ല ഡ്യൂ ടു പൾമണറി സ്റ്റിനോസിസ്. റൈറ്റ് ഹാർട്ട് ഫെയിലർ ഉണ്ടാകുന്നില്ല ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് VSD ഉള്ളതുകൊണ്ട് ഈ എക്സ്ട്രാ ബ്ലഡ് ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. രണ്ടാമത്തെ ദോഷം എന്ന് പറഞ്ഞാൽ സൈനോസിസ് ഉണ്ടാവും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അതായത് ഈ പറയുന്ന മാതിരി കമ്മ്യൂണിക്കേഷൻ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബ്ലഡ് പോകുമ്പോൾ റൈറ്റിലുള്ള ഡിയോക്സൈഡ് ബ്ലഡ് ലെഫ്റ്റിലേക്ക് ചെല്ലുകയും ലെഫ്റ്റിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷൻ ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സൈനോസിസ് ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ ഒരു ഷണ്ട് ഉണ്ടാക്കാം. മനസ്സിലായി? ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ എന്തുണ്ടാക്കാം? ഷണ്ട് ഉണ്ടാക്കാം. കാരണം അതെങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ബ്ലാലോക്ടോസിക് ഷണ്ട് എന്ന് പറഞ്ഞ ഷണ്ട് ഉണ്ട്, ഒന്നെങ്കിൽ അതുവഴി ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർസ്റ്റൺ ഷണ്ട്, പോർട്ട് ഷണ്ട്. നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ഷണ്ട് യൂസ്ഡ് ഇൻ ടെട്രോളജി ഓഫ് ഫാലറ്റ്? ടെട്രോളജി ഓഫ് ഫാലറ്റ് യൂസ് ചെയ്യാൻ പോകുന്ന ഏത് ടൈപ്പ് ഓഫ് ഷണ്ട് എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്
വാട്ടർ സ്റ്റൺ തന്നിട്ടുണ്ടെങ്കിൽ അത്, പോട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അത്. പക്ഷെ മോസ്റ്റ് കോമൺലി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഏതായിരിക്കും? ബ്ലലോക്ക് ടോസിംഗ് ഷണ്ടാണ്. ബ്ലലോക്ക് ടോസിംഗ് ഷണ്ട് ഇസ് യൂസ്ഡ് ഇൻ ഏതിലെ? ടെട്രോളജി ഓഫ് ഫാലറ്റില്. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഗൊറോടെക്സ് ഗ്രാഫ്റ്റ്, ഈ മെറ്റീരിയലാണ്. ഗൊറോടെക്സ് എന്ന് പറയുന്ന ഗ്രാഫ്റ്റിന്റെ മെറ്റീരിയലിന്റെ പേര്. അങ്ങനെ ഷണ്ടിങ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സബ്ക്ലേവിൻ ആർട്ടറിയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കായിരിക്കും. സബ്ക്ലേവിൻ ആർട്ടറി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അയോർട്ടയുടെ ഒരു ബ്രാഞ്ച് ആണല്ലോ. അയോർട്ടയുടെ കണ്ടിന്യൂഷൻ സബ്ക്ലേവിൻ ആർട്ടറി. അപ്പം മേളിൽ നിന്ന് സബ്ക്ലേവിൻ ആർട്ടറിയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക്, അതായത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി ആർട്ടറി തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. അതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബ്ലലോക്ക് ടോസിക് ഷണ്ട് എന്ന് പറഞ്ഞാൽ സബ്ക്ലേവിൻ ആർട്ടറിയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. അതിനാണ് ബ്ലലോക്ക് ടോസിക് ഷണ്ട് എന്ന് പറയുന്നത്. ചില കുട്ടികളിൽ ഈ ടോഫ്, അതായത് VSD ഉള്ള ടോഫിൽ ഓൾറെഡി VSD ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ASDയും കൂടെ വരാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെന്റോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത്. പെന്റോളജി ഓഫ് ഫാലറ്റ് ഇച്ചിരി കൂടെ പൂറർ കണ്ടീഷൻ. ഓക്കെ. പിന്നെ സൈനോട്ടിക് സ്പെല്ലുകൾ. ഇനി സൈനോട്ടിക് കണ്ടീഷൻ, സൈനോട്ടിക് എമർജൻസി, സൈനോട്ടിക് സ്പെല്ലുകൾ, സൈനോസിസ് കണ്ടീഷനുകൾ. അതിപ്പോൾ പെട്ടെന്ന് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നീലയാവും, ദേഹം മൊത്തം നീലയാവും. അതിനാണ് സൈനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ പറയുന്ന ഒരു മാനുവേഴ്സ് ചെയ്യാം. ഒന്നെങ്കിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഈ മുട്ട് ചെസ്റ്റിനോട് അടുപ്പിക്കാം. കൊച്ചു കുട്ടികളാണെങ്കിൽ മുട്ട് ചെസ്റ്റിനോട് അടുപ്പിക്കുക. ഓൾഡർ ആളുകളാണെങ്കിൽ സ്ക്വാറ്റ് ചെയ്യുക. നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് സൈനോട്ടിക് സ്പെല്ലിന് ഒരു റിസോൾവിംഗ് മാനുവേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ സൈനോസിസ് പോകും. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലുള്ള പ്രഷർ ബിൽഡപ്പ് ആവും. അതായത് ഈ ലെഫ്റ്റ് ഹാർട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ബ്ലഡ് പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷണ്ട് റിവേഴ്സ് ആവും. മനസ്സിലായോ? അതിനോ പൾമണറി സിനോസിസ് ഉണ്ട്, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്വാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈനോസിസ് റിലീഫ് ആവും. കാരണം സൈനോസിസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബ്ലഡ് പോയിട്ട് അവിടുന്ന് സിസ്റ്റം സർക്കുലേഷനിലേക്ക് ബ്ലഡ് വരുന്നതിനാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ക്വാറ്റിംഗ് പൊസിഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അയോർട്ടയിലുള്ള, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്ക് പുഷ് ചെയ്യേണ്ട ബ്ലഡിന്റെ പ്രഷർ അത് കൂടും. അപ്പോൾ ലെഫ്റ്റ് എന്ത് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്രഷർ ബിൽഡ് ആവുകയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആ പ്രഷർ ഡിഫറൻസ് കാരണം ബ്ലഡ് ഷണ്ടായി പോവുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? സൈനോസിസിന് റിലീഫ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഓക്സിജന്, മോർഫിന്, ബീറ്റ ബ്ലോക്കേഴ്സ് ഇതെല്ലാം ഈ പറയുന്ന ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ എപ്സ്റ്റീൻസ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്സ്റ്റീൻസ് അനോമലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ടെറട്ടോജനിക് എഫക്ട്. അതായത് നമ്മുടെ ഈ ലിഥിയം, അതായത് ബൈപോളർ ഡിസീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ലിഥിയം, അല്ലെങ്കിൽ ഒരു സാധനമാണ്, ഡ്രഗാണ് ലിഥിയം എന്ന് പറയുന്നത്. ഈ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ ലിഥിയം എടുക്കുന്ന അമ്മമാരിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൺജന്റൽ ഹാർട്ട് ഡിസീസ് ആണ്. ബിക്കോസ് ഓഫ് ദി ഇൻടേക്ക് ഓഫ് ലിഥിയം ഉണ്ടാകുന്ന ഒരു ടെറട്ടോജനിക് എഫക്ട് ആണ് എന്ത്? എപ്സ്റ്റീൻസ് അനോമലി എന്ന് പറയുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏട്രിയലൈസേഷൻ ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. ബേസിക്കലി ഈ റൈറ്റ് ഏട്രിയം ഇല്ലേ നമ്മുടെ, ഈ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഡിസെൻഡ് ആവും, അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയം വലുതായിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഡിസെൻഡ് ആവും, താഴേക്ക് ഇറങ്ങും. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിന്റെ സ്പേസ് കുറയും. അതിനാണ് ഏട്രിയലൈസേഷൻ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിന്റെ സ്പേസ് കുറയുമ്പോൾ ഒബ്വിയസ്ലി പൾമണറി ബ്ലഡ് ഫ്ലോയും കുറയും. മനസ്സിലായോ? ഓക്കെ. ഇതിന് പറയുന്ന പേരാണ് ബോക്സ് ഷേപ്ഡ് ഹാർട്ട്. ഇത് ഇങ്ങനെ ബോക്സ് പോലെ ഇരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ബോക്സ് ഷേപ്ഡ് ഹാർട്ട്. എക്സ്റേ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട, പക്ഷേ ഈ പേര് ജസ്റ്റ് പഠിച്ചു വെക്കുക. ബോക്സ് ഷേപ്ഡ് ഹാർട്ട് ആരല്ല കാണുന്ന? സീൻ ഇൻ എപ്സ്റ്റീൻസ് അനോമലി ആൻഡ് ഒളിഗീമി ആയിരിക്കും ലങ് ഫീൽഡിൽ. പിന്നെ ട്രൈകസ്പിഡ് അട്രീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ട്രൈകസ്പിഡ് വാൽവ് ഇല്ല. മൈട്രൽ വാൽവിൽ ട്രൈകസ്പിഡ് വാൽവ് ആണ് നമുക്കുള്ളത്. ഈ ട്രൈകസ്പിഡ് വാൽവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ബ്ലഡ് പോകത്തില്ല. ഫ്രണ്ടിലേക്ക് ബ്ലഡ് പോകാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് എന്താ പറയുന്ന റൈറ്റ് ഹാർട്ട്, അതായത് ബേസിക്കലി റൈറ്റ് ഹാർട്ട് ഇല്ല. അതിനാണ് നമ്മൾ അത് പറയുന്നത്. അപ്പം ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ മേളിൽ ഹിമാലയൻ വിവേഴ്സ്, ഗുൾഫ് പാർക്കിൻസും റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഇൻക്ലൂഡ് ആയി പോകുന്നേ ഉള്ളൂ. അത് പഠിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നമ്മൾ ഈ ഷണ്ട് പറഞ്ഞില്ലേ, വാട്ടർ ഷണ്ട് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഡിസെൻഡിങ് അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പോട്ട്സ് ഷണ്ട് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഈ കൺജന്റൽ ഹാർട്ട് ഡിസീസിന്റെ ലാസ്റ്റ് സ്ലൈഡ് ആണ് ഇത്. സൈനോട്ടിക് പ്ലസ് പ്ലിത്തോറ. ഏത് കണ്ടീഷനിലാണ് ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് പ്ലിത്തോറിക് ലങ് ഫീൽഡിൽ ഉണ്ടാകുന്നത്? മനസ്സിലായി? പ്ലിത്തോറ എന്ന് പറഞ്ഞാൽ ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നത്, പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ് പ്ലിത്തോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലങ് ഫീൽഡുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേഷ് പോലെ ഇരിക്കും. ആൻഡ് ഓൾസോ ദർ വിൽ ബി സൈനോസിസ്. ഓക്കെ. അപ്പൊ ഇവിടേക്ക് എന്താ സംഭവിക്കുക? ദർ ഇസ് ലാർജ് പെഡിക്കിൾ ആൻഡ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഇസ് വൈഡ് ആൻഡ് ഫിക്സഡ്. അപ്പോൾ ബേസിക്കലി ഇതെന്ന് പറയുന്നത് ഈ പോട്ടെ, ഞാൻ പറഞ്ഞത് വിട്ടേക്ക്. സൈനോട്ടിക് പ്ലസ് പ്ലിത്തോറയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻ എന്ന സാധനമാണ്. ഒന്ന്, ദാറ്റ് ഇസ് ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻ. ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ TAPVC അഥവാ ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷനിൽ എന്താ സംഭവിക്കുക?
അതായത് ഇത് 3 ടൈപ്പ് വരാം. ഒന്ന് സുപ്രാ കാർഡിയാക്ക്, 2 കാർഡിയാക്ക്, 3 ഇൻഫ്രാ കാർഡിയാക്ക്. അതായത് പൾമണറി വീന് നമുക്കറിയാം, പൾമണറി വെയിൻ എന്ന് പറയുന്നത് എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? പൾമണറി വെയിൻ എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകേണ്ട, അതായത് യൂഷ്വലി പൾമണറി വെയിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പൾമണറി വെയിന് നേരിട്ട് എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യുന്നു? ഈ പൾമണറി വെയിൻ നേരിട്ട് ഈ പറയുന്ന റൈറ്റ് വെൻട്രിക്കിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അതിനാണ് നമ്മൾ ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അതായത് ഇതിന്റെ നോർമൽ രീതി എന്ന് പറയുന്നത് പൾമണറി വെയിൻ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുക, ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പോകുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ പൾമണറി വെയിൻ നേരിട്ട് എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്? നേരിട്ട് റൈറ്റ് വെൻട്രിക്കിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അതിനാണ് നമ്മൾ ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു 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 എന്താ പറയാ, ഒരു ഫിഗർ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു എക്സ്റേ പിക്ചർ ആണ് ഈ പറഞ്ഞ ഫിഗർ ഓഫ് 8 എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാ ഫിഗർ ഓഫ് 8 വരുന്നതെന്ന് പറഞ്ഞാല്, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ലങ്സ്, നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നുണ്ടോ ഫിഗർ ഇങ്ങനെ ഇരിക്കുക, കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്. എനിക്ക് ഇരിക്കുന്നുണ്ടോ? ദിസ് ലുക്സ് ലൈക്ക് എൻ 8 അല്ലേ? ഇതൊരു 8 പോലെ ഇരിക്കും. ദാറ്റ്സ് കോൾഡ് ഫിഗർ ഓഫ് 8 പൊസിഷൻ. ഓക്കെ. അപ്പൊ സൈനോട്ടിക് ആൻഡ് പ്ലിത്തോറ വരുന്നതിനകത്ത് ആദ്യം വരുന്നതാണ് നമ്മുടെ ഈ TAPVC അഥവാ ടോട്ടലി അനോമലസ് പൾമണറി വീനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് സ്നോമാൻ ഫിഗർ, അല്ലെങ്കിൽ ഫിഗർ ഓഫ് 8, അല്ലെങ്കിൽ കോട്ടേജ് ലോ ഓഫ് സൈൻ എന്ന് പറയും. ഇതെല്ലാം ഫിഗർ, ഒന്നുകിൽ ഫിഗർ ഓഫ് 8 പോലെ ഇരിക്കുക, അല്ലെങ്കിൽ ആക്ച്വലി യൂസ് ലൈക്ക് സ്നോമാൻ അല്ലേ, ഈ ഒരു തലയും ഉടലും മാത്രമുള്ള സ്നോമാനെ പോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ കോട്ടേജ് ലോ ഓഫ് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതൊക്കെ എന്തുവാന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, അതിന്റെ ഫിഗർ ഒക്കെ ബേസിക്കലി സെയിം ഫിഗേഴ്സ്. അപ്പൊ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാണ് ജസ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ടൈപ്പ് 1 സുപ്രാ കാർഡിയക്, അതായത് മേളിൽ കൂടെ ഡ്രെയിൻ ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ വിത്തിൻ ഹാർട്ട് ഡ്രെയിൻ ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞാൽ താഴെ കൂടെ ഡ്രെയിൻ ചെയ്യുന്നു, കാർഡിയാക്ക് വിത്ത് ബിലോ ഹാർട്ട് ഡ്രെയിൻ ചെയ്യുന്നു. ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് TAPVC, ഫിഗർ ഓഫ് 8, കോട്ടേജ് ലീവ്, സ്നോമാൻ അപ്പിയറൻസ്. ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞാല് ഇതിലും മറ്റേ നമ്മുടെ ASD അല്ലേ, നമ്മുടെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വൈഡ് ആൻഡ് ഫിക്സ്ഡ് ആണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളുക. ASDയിലും TAPVCയിലും രണ്ടിടത്തും സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വൈഡ് ആൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ ലാർജ് പെഡിക്കിളാണ്. ഈ സ്മോൾ പെഡിക്കിൾ വരുന്ന എവിടെയാണ്? ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. ഇവിടെ പ്ലിത്തോറ വരാനുള്ള കാര്യം മനസ്സിലായല്ലോ. അതായത് വെച്ച് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യേണ്ട ബ്ലഡുകളെല്ലാം കൂടെ പിന്നെയും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഡ്രെയിൻ ചെയ്തിട്ട് റൈറ്റ് വെൻട്രിക്കിൾ വഴി പിന്നെയും ലങ്സിലേക്ക് പോകും. അപ്പൊ ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി സ്മോൾ പെഡിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആണ് വരുന്നത്. ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ടയിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്, റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിലേക്കാണ് യൂഷ്വലി ഡ്രെയിൻ ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യുന്നു? പൾമണറി ആർട്ടറിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിൾ അയോട്ടയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നതിനെ നമ്മൾ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. വേറെ ദർ സ്മോൾ പെഡിക്കിൾ. അപ്പൊ ഇതിൽ സംഭവിക്കുന്ന കണ്ടോ, ഒരു എഗ്ഗോൺ സ്ട്രിങ് അപ്പിയറൻസ് ആണ് ഈ സ്ട്രിങ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു നൂലില് നൂലിന്റെ അടിയിൽ ഒരു മുട്ട കെട്ടിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു ഫീച്ചർ, ഒരു അപ്പിയറൻസ് ആണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു നാരോ പെടുക്കളാ, ഇത്രയേ ഉള്ളതിന്റെ പെടുക്കൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളതിന്റെ പെടുക്കള്. ഇതിന്റെ അറ്റത്ത് ഒരു മുട്ട ഇങ്ങനെ കെട്ടി തൂക്കി എങ്ങനെ ഇരിക്കും, കണ്ടോ? ദിസ് കോൾഡ് എഗ്ഗോൺ സ്ട്രിങ് അപ്പിയറൻസ്. ഇതാണ് സ്മോൾ പെഡിക്കിൾ ആൻഡ് ഇറ്റ്സ് എഗ്ഗോൺ സ്ട്രിങ് അപ്പിയറൻസ്. ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആണ് ഇതിന് പറയുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി സെപ്റ്റം ഡിപെൻഡന്റ് ഹാർട്ട് ഡിസീസ്. കാരണം ഇതിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ലെഫ്റ്റ് വെൻട്രിക്കിള് ഓക്സിഡേറ്റഡ് ബ്ലഡ് ഉണ്ട്. ആ ഓക്സിഡേറ്റഡ് ബ്ലഡ് എങ്ങോട്ടാ പോകേണ്ടിയിരുന്നത്? അയോട്ടയിലേക്കാണ് പോകേണ്ടിയിരുന്നത്. പകരം എങ്ങോട്ട് പോകുന്നു? ഓക്സിഡേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു. പൾമണറി ആർട്ടറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ പോകുന്നത്? പൾമണറി ആർട്ടറി ലങ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മൊത്തം ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ഓക്സിജൻ ബ്ലഡ് വരുന്നു, പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു, ആ ബ്ലഡ് പിന്നെ ലങ്സിൽ പോകുന്നു. അതായത് ഓക്സിജൻ ബ്ലഡ് ബേസിക്കലി എങ്ങോട്ട് എത്തുന്നില്ല? നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. റൈറ്റ് വെൻട്രിക്കിൾ എന്തായാലും സംഭവിക്കേണ്ടിയിരുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിയിലേക്കാണ് പോകേണ്ടത്, പകരം ഇവിടെ അയോട്ടയിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിൾ എന്താ ഉള്ളത്? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഉള്ളത്. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അയോട്ടയിലേക്ക് പോകുന്നു. അയോട്ടയിൽ നിന്ന് പിന്നെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അങ്ങോട്ട് പോവുക, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഡിയോക്സിൻ ബ്ലഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അയോട്ടയിലേക്ക് പോയി, അയോട്ടയിൽ നിന്ന് ഡിയോക്സിൻ ബ്ലഡ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും? സൈനോസിസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ സൈനോസ് ഉണ്ടാവുന്നത് ഡിയോക്സിൻ ബ്ലഡ് എത്തുമ്പോൾ. അപ്പം ഇത് ഇങ്ങനെ പാരലൽ സർക്കുലേഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്ന കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ ആകെ ചെയ്യേണ്ടത് എന്താണ്? ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ പറയുന്ന അയോട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക?
ലൈക്ക് അത് അതിന് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ അയോട്ടയും പൾമനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതിന് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ലൈക്ക് അയോട്ടയും പൾമനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് സർവൈവൽ പോസിബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പാരലൽ സർക്കുലേഷൻ ഒരിക്കലും പോസിബിൾ അല്ല നമ്മുടെ ബോഡിയിൽ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വി ഹാവ് ടു കീപ് ദ അവർ ഡക്ടസ് ആർട്ടീരിയസ് പേറ്റന്റ്. അപ്പൊ നമ്മുടെ ഫീറ്റൽ സർക്കുലേഷനുള്ള ഡക്ടസ് ആർട്ടീരിയോസസ് നമുക്ക് പേറ്റന്റ് ആയിട്ട് വെക്കണം. മനസ്സിലായോ? അപ്പൊ പേറ്റന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോമെത്തസിൻ കൊടുക്കാം. ഇൻഡോമെത്തസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡക്ടസ് ആർട്ടീരിയസ് നമുക്ക് പേറ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇൻഡോമെത്തസിൻ സോറി ആൽപ്രോസ്റ്റായിൽ, അതായത് PGE1 നമ്മൾ ഇൻഡോമെത്തസിൻ കൊടുക്കുന്നത് ഈ ഡക്ടസ് ആർട്ടീരിയസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡക്ടസ് ആർട്ടീരിയസ് ക്ലോസ് ആയിട്ടില്ല എന്ന് വിചാരിക്കാം. ക്ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോമെത്തസിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രഗിന് ഈ ഡക്ടസ് ആർട്ടീരിയസിനെ ക്ലോസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ അൽപ്രോസ്റ്റാഡിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് PGE1, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 ആണ് നമ്മൾ അൽപ്രോസ്റ്റാഡിൽ എന്ന് പറയുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഡക്ടസ് ആർട്ടീരിയസ് പേറ്റന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതിനാണ് നമ്മൾ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറ്റന്റ് ഡക്ടസ് ആർട്ടറീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് സർവൈവൽ പോസിബിലിറ്റി ഉള്ളൂ. ഈ പെർസിസ്റ്റന്റ് ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അയോർട്ടയും പൾമണറി ആർട്ടറിയും കൂടെ ഒരു സിംഗിൾ ചാനലാണ് ആവുന്നു. അതായത് നമുക്കറിയാം, ജസ്റ്റ് നോക്കാം, നമ്മൾ ഈ സർക്കുലേഷൻ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞാണ്, അയോർട്ട വേറൊരു ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്ക് പോകുന്നു, റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു. ഈ രണ്ട്, അതായത് പൾമണറി ആർട്ടറി അയോർട്ടയും കൂടെ കൂടി ചേർന്നിട്ട് ഒറ്റ പാത്രയായി. അതായത് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും കൂടെ ഒരു പാത്രയായി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസിസ്റ്റന്റ് ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് എംബ്രിയോളജിക്കൽ ഒരു ഡിഫക്റ്റ് ആണ്. എംബ്രിയോളജിക്കലി പണ്ട് നമ്മുടെ ഈ പറയുന്ന ട്രങ്കസ്, നമ്മുടെ ഈ പൾമണറി ആർട്ടറിയും അയോർട്ടയും കൂടെ ചേർന്നിട്ട് ട്രങ്കസ് ആർട്ടീരിയസ് പറയുന്ന ഒറ്റ കണക്ഷൻ ആയിരുന്നു. അപ്പൊ അത് പിന്നെ പയ്യെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ആവുന്നത് നമ്മുടെ ഫീറ്റൽ ലൈഫിൽ. ഇത് അതാവുന്നില്ല. ആ ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന സാധനം പെർസിസ്റ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ വേറെ ലാർജ് പെഡിക്കിൾ എന്ന് പറയുന്നത്. ഇത് സിറ്റിംഗ് ഡക്സ് എന്നാണ് പറയുന്നത്. ഒരു താറാവിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഏതൊക്കെ ഇതിനൊക്കെയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ കൺജനൽ ഹാർട്ട് ഡിസീസുകൾ. സ്കൾ ലീഷൻസ് ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാണ്. കെഫാൽ ഹെമറ്റോമ എന്താണെന്നറിയാം. ഈ നമുക്ക് ഓൾറെഡി നമുക്ക് കാപ്പുട്ട് സക്കിഡീനിയം എന്താണെന്നറിയാം. കെഫാൽ ഹെമറ്റോമയിൽ എന്തുണ്ടാവും? ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് ആണ്. സൂച്ചർ ലൈനുകൾ ക്രോസ് ചെയ്യത്തില്ല. പ്രൊലോങ്ഡ് ജോണ്ടിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ജോണ്ടിസ് ഉണ്ടാകാനുള്ള കാര്യം ഹീമോലൈസിസ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കാപ്പുട്ട് സക്കിഡീനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിമാറ്റസ് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുന്നു. അത് സൂച്ചറുകൾ, ബ്രെയിൻ സൂച്ചറുകൾ, നമ്മുടെ സ്കൾ സൂച്ചറുകൾ ക്രോസ് ചെയ്യുന്നു. അത് പക്ഷേ 2 to 3 ഡേയ്സിനുള്ളിൽ റിസോൾവ് ആവുകയും ചെയ്യും. സബ്ഗാലിയൽ ഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സെഫാൽ ഹെമറ്റോമയും കാപ്പുട്ട് സക്കിഡീനിയം അല്ലാത്തൊരു സാധനമാണ് സബ്ഗാലിയൽ ഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ കെഫാൽ ഹെമറ്റോമയുടെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഫീച്ചർ ഉണ്ട്. കെഫാൽ ഹെമറ്റോമയിൽ ബ്ലഡിന്റെ കളക്ഷൻ ആണെന്നറിയാം, പക്ഷെ അത് സ്കൾ സൂച്ചറുകൾ ക്രോസ് ചെയ്യത്തില്ല. കാപ്പുട്ട് സക്കിഡീനിയത്തിൽ എഡിമാറ്റസ് ഫ്ലൂയിഡ് ആണ് കളക്ട് ചെയ്യുന്നത്, അവിടെ സ്കൾ സൂച്ചറുകൾ ക്രോസ് ചെയ്യും. സബ്ഗാലിയൽ ഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ഗാലിയൽ ലെയർ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട് നമ്മുടെ സ്കളിൽ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട. അവിടെ ഉണ്ടാകുന്ന കളക്ഷൻ ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കെഫാൽ ഹെമറ്റോമ പോലെ ബ്ലഡ് കളക്ഷൻ ആണ്, പക്ഷേ കാപ്പുട്ട് സക്കിഡീനിയത്തിനെ പോലെ ഇത് സ്കൾ സൂച്ചറുകൾ ക്രോസ് ചെയ്യും. അതായത് ബ്ലഡ് കളക്ഷൻ വിച്ച് ക്രോസസ് സ്കൾ സൂച്ചർ, രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് സബ്ഗാലിയൽ ഹെമറ്റോമ. ഡിഫ്യൂസ് ആണ്. ഇത്രയും ബ്ലഡ് ഉള്ളതുകൊണ്ട് തന്നെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഹൈപ്പോവൊളിമിക് ഷോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഹൈഡ്രോകെഫാലിസ് പറഞ്ഞു. ഹൈഡ്രോകെഫാലിസ് ഉണ്ടാകാനുള്ള മോസ്റ്റ് കോമൺ കോസ് ഈ CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഒരു പാത്വേ. അതായത് നമ്മുടെ തലയ്ക്കകത്ത് ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്, തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്, ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. ഈ വെൻട്രിക്കിൾ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. എന്നിട്ട് ഈ CSF നമ്മുടെ സ്പൈനുമായിട്ട്, നമ്മുടെ വെർട്ടബ്രൽ കനാലുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിങ്ങനെ ഒരു സർക്കുലേഷനിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വെൻട്രിക്കിളും നമ്മുടെ ഈ പറയുന്ന എല്ലാം കണക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനിൽ എന്തെങ്കിലും, അതായത് ഒരു നമ്മുടെ തേർഡ് വെൻട്രിക്കിളും ഫോർത്ത് വെൻട്രിക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഈ അക്വിഡക്റ്റ് എന്ന് പറയുന്നത്. ഈ അക്വിഡക്റ്റ് സ്റ്റിനോസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വെൻട്രിക്കിൾസ് എല്ലാം വലുതാവും, CSF ബിൽഡപ്പ് ഉണ്ടാവും, അങ്ങനെ ഹൈഡ്രോകെഫാലിസ് ആവും. മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് കൺജനിറ്റൽ കോസ് എന്ന് പറയുന്നത് അക്വിഡക്റ്റൽ സ്റ്റിനോസ് ആണ്. മോസ്റ്റ് കോമൺ അക്വയർഡ് കോസ് എന്ന് പറയുന്നത് TB മെനിഞ്ചൈറ്റിസ് ആണ്. അക്വയർഡ് കോസ് എന്ന് പറയുന്നത് TB മെനിഞ്ചൈറ്റിസ്, കൺജനിറ്റൽ കോസ് എന്ന് പറയുന്നത് അക്വിഡക്റ്റൽ സ്റ്റിനോസ് ആണ്. സൺസെറ്റ് സൈൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇങ്ങനെ ഇത്രയും ഫ്ലൂയിഡ് ബിൽഡപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ തലയിൽ ഒരു പ്ലേറ്റ്, ഒരു സ്ഥലമുണ്ട്, പ്രീടെക്ടൽ പ്ലേറ്റ് എന്ന് പറയും. അവിടെ കംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണിങ്ങനെ താഴോട്ടിരിക്കും. കണ്ടോ? ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കണ്ണ്. അതിനാണ് സൺസെറ്റ് സൈൻ എന്ന് പറയുന്നത്. മക്കിവൻ സൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ തലയിൽ അവിടെ ഇങ്ങനെ നമ്മൾ പെർക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഹോളോ പോട്ടിൽ ഇങ്ങനെ നമ്മൾ കൈയിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ തോന്നും. അതാണ് ക്രാക്ക് പോട്ട് എന്ന് പറയുന്നത്, ക്രാക്ക് പോട്ട് സൈൻ.
മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റസോളമൈഡ് കൊടുക്കണം. അസറ്റസോളമൈഡ് കൊടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ വെൻട്രിക്കുലോ പെരിറ്റോണിയം, അത് വെൻട്രിക്കിൾസും നമ്മുടെ പെരിറ്റോണിയം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഷണ്ട് ഇടുക. അത് വെൻട്രിക്കുലോ പെരിറ്റോണിയം ഷണ്ടാണ്. അതിങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ മറ്റേ സിനോസിസ് കറക്റ്റ് ചെയ്യുന്നത് വരെ, ടി വി മെനിഞ്ചൈറ്റിസ് മാറുന്നത് വരെ നമ്മൾ ആ ഷണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഷണ്ട് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അത് ഷണ്ട് ഇട്ടത് വഴി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഷണ്ട് തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് CSF കളക്ട് ചെയ്യുക. അതിനാണ് ഷണ്ട് ടാപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ സ്കൾ സൂച്ചറുകളുടെ ഡെഫിസിറ്റ് ഒരു പ്രശ്നം വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമുക്ക് ജസ്റ്റ് സ്കൾ സൂച്ചറുകളുടെ പേരൊന്ന് പഠിക്കാം. ഈ മേളിൽ ഈ സൂച്ചറിന് പറയുന്ന പേരാണ് മിക്ടോപിക് സൂച്ചർ. ഇത് നമ്മുടെ കൊറോണൽ സൂച്ചർ, ഇത് നമ്മുടെ സജേറ്റൽ സൂച്ചർ, ഇത് നമ്മുടെ ലാംബോർഡ് സൂച്ചർ. അതിനാണ് ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ സ്കൾ സൂച്ചറുകൾ എന്ന് പറയുന്നത്. എന്താണ് ക്രേനിയോസൈനസ്റ്റോസിസ്? ഈ സ്കൾ സൂച്ചറുകളൊക്കെ ഈ ഫ്യൂസ് ആവാൻ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഈ പറയുന്ന സ്കൾ സൂച്ചറുകളെല്ലാം നമ്മുടെ ബോഡിയിൽ ഫ്യൂസ് ആവുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഫ്യൂസ് ആവത്തില്ല, എല്ലാം കൂടെ പലതായിട്ടാണ് ഫ്യൂസ് ആവുന്നത്. പല പല ടൈമുകളുണ്ട്. അപ്പൊ ഈ ഫ്യൂഷൻ സാധാരണ നടക്കുന്നതിലും മുന്നേ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് പ്രിമച്വർ ഫ്യൂഷൻ ഓഫ് സ്കൾ സൂച്ചേഴ്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രേനിയോസൈനസ്റ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ യൂഷ്വലി ഇങ്ങനെയാണ് വരേണ്ടത്. ദിസ് കോൾഡ് നോർമോകെഫാലി. ഇനി നമ്മുടെ സജൈറ്റൽ സൂച്ചറുകൾ നേരത്തെ ഫ്യൂസ് ആവുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്കാഫോകെഫാലി, ഡോളിക്കോകെഫാലി. പേരുകളും കാണാൻ പഠിക്കുക. സജൈറ്റൽ സൂച്ചറുകൾ നേരത്തെ ഫ്യൂസ് ആവുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എസ്ഫോറസ്, സ്കാഫോകെഫാലി ഓർ ഡോളിക്കോകെഫാലി. പിന്നെ ലാംബോർഡ് സൂച്ചറുകൾ, അതായത് ഈ അസിമെട്രിക്കലായിട്ട് സൂച്ചറുകൾ, അതായത് ഒന്നെങ്കിൽ ഒരു സൈഡിലത്തെ കൊറോണൽ സൂച്ചർ നേരത്തെ ഫ്യൂസ് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ലാംബോർഡ് സൂച്ചർ ഫ്യൂസ് ആയി. ഒരുമാതിരി അസിമെട്രിക് ആയിട്ട് ഒരു സൈഡിൽ മാത്രം നേരത്തെ ഫ്യൂസ് ആവുകയാണ് ഏത് സൂച്ചർ ആയിക്കോട്ടെ, അതിന്റെ പറയുന്ന പേരാണ് പ്ലേഗിയോകെഫാലി. ഇനി കൊറോണൽ സൂച്ചറുകൾ മാത്രം ഫ്യൂസ് ആവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബ്രേക്കികെഫാലി. ഇനി മെറ്റോപിക് സൂച്ചറുകൾ ഫ്യൂസ് ആവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ത്രികോണോകെഫാലി. ത്രികോണം പോലിരിക്കുന്നത് എന്ന് വെച്ചാൽ ത്രികോണോകെഫാലി. ഇനി അപ്പേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മാക്സിലറി ജസ്റ്റ് ഇത് നമുക്ക് ഇപ്പോൾ ആൻട്രിഫോണൽ, പോസ്റ്റർ ഫോണൽ. ഇതാണ് നമ്മുടെ ഈ ഒരു ഹോളാണ് നമ്മുടെ ആൻട്രിഫോണൽ, ഈ ഒരു ഹോളാണ് നമ്മുടെ പോസ്റ്റർ ഫോണൽ. ആൻട്രിഫോണൽ ഫ്യൂസ് ആവുന്ന, അത് ആൻട്രിഫോണലും പോസ്റ്റർ ഫോണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിങ്സ് ആണ്. അതിനകത്തൂടെ നമുക്ക് ജനിച്ച കുഞ്ഞിന്റെ തലയുടെ ഈ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് വളരെ നമുക്കൊരു ഒരുമാതിരി പിങ് പോങ് ബോൾ പോലെ, അല്ലെങ്കിൽ അകത്തേക്ക് കുഴിഞ്ഞു പോകുന്നല്ലോ നമുക്ക്. ദാറ്റ്സ് ബിക്കോസ് ദാറ്റ് ഫോണ്ടൽസ് അല്ലെങ്കിൽ ആ ഓപ്പണിങ്സ് ക്ലോസ്ഡ് അല്ല. ആൻട്രി ഫോണ്ടലിലെ ക്ലോസ് ആവുന്നത് 18 to 24 മന്ത്സിലും പോസ്റ്റർ ഫോണ്ടലിലെ ക്ലോസ് ആവുന്നത് 2 to 3 മന്ത്സിലുമാണ്. അതാണ് ഇമ്പോർട്ടന്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെവലപ്മെന്റൽ ഹൈപ്പോപ്ലേഷ്യ, അല്ലെങ്കിൽ ഈ വിരലുകളെല്ലാം ഫ്യൂസ് ആവുന്ന ഒരു സിൻഡ്രോമിന്റെ പേരാണ് അപ്പേർഡ് സിൻഡ്രോം. ഈ വിരലുകൾ ഫ്യൂസ് ആവുന്ന, അല്ലെങ്കിൽ 5 വിരലുകൾ വരെ 3-4 വിരലുകളുള്ള, അതും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, അത് സെപ്പറേറ്റഡ് അല്ല. അതിന് പറയുന്ന പേരാണ് സിൻഡാക്റ്റിലി എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷക്കീർ ടേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നമുക്ക് മാൽന്യൂട്രീഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് സെഷൻ മൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഷക്കീർ ടേപ്പ്? ഷക്കീർ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ആം സർക്കംഫറൻസ്, നമ്മുടെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, നമ്മുടെ ഈ കൈയുടെ സർക്കംഫറൻസ് കുട്ടികളിൽ മെഷർ ചെയ്യുന്ന ഒരു മെഷറിംഗ് ടേപ്പ് ആണ് ഷക്കീർ ടേപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പീഡിയാട്രിക്സ് പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫൈനൽ ഇയറിൽ ഷക്കീർ ടേപ്പ് വെച്ചുള്ള മെഷർമെന്റ്, ദാറ്റ്സ് കോൾഡ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏജ് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് 6 months to 5 yearsലുള്ള ഏത് വെയിറ്റ്, അതായത് 6 months to 5 yearsലുള്ള ഏജിലുള്ള അതിപ്പോ ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, 6 മാസം തൊട്ട് 5 വർഷം വരെയുള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും നമുക്ക് ഈ സാധനം ഇറസ്പെക്റ്റീവ് വെച്ച്, ഇപ്പൊ 2 വയസ്സുള്ള ഒരു കുട്ടിയും 3 വയസ്സുള്ള കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാനും നമുക്ക് ഈ പറയുന്ന ഷക്കീർ ടേപ്പ് ഉപയോഗിക്കാം. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഏജ് ഇൻഡിപെൻഡന്റ് അപ് ടു 5 years. പിന്നെ ഇതിനൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടേപ്പിന്റെ മെഷർമെന്റ് ലെസ് 11.5 ആണ് നമ്മൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സിവിയർ മാൽന്യൂട്രീഷൻ ആണ്. 11.5 to 12.5 എന്ന് പറയുന്നത് മോഡറേറ്റ്, എബവ് 12.5 to അങ്ങോട്ട് നോർമൽ ആണ്. നോർമൽ അപ്പർ ആം സർക്കംഫറൻസ് ആണ്. ഇൻഫന്റ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇതിൽ കിടത്തിയിട്ടാണ് നമ്മൾ ഹൈറ്റ് നോക്കുന്നത്. മോർ ദാൻ 2 years ആണെങ്കിൽ മറ്റേ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നോക്കുന്ന ആളുകളെ നിർത്തിയിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ വെക്കുന്ന ഒരു ടേപ്പ് ഇല്ലേ, അതാണ് സ്റ്റേഡിയോമീറ്റർ. അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കർപ്പനൻസ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ സ്കിൻ ഫോൾഡ് തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തൈ ഇത് മെഷർ ചെയ്തില്ല, കാരണം തൈയിലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺറിലയബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഹെർപ്പൻസ് കാലിപ്പർ യൂസ് ചെയ്ത് നമ്മൾ തൈയിലെ സ്കിൻ ഫോൾഡ് തിക്നെസ് നോക്കില്ല. വി യൂഷ്വലി ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് ട്രൈസെപ്സ് മാത്രമല്ല, നമുക്ക് എൽബോയിൽ നോക്കാം, നമുക്ക് സ്കാപ്പിൽ നോക്കാം, അവിടെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, മാൽ ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ വയസ്സിനനുസരിച്ചുള്ള പൊക്കം ഇല്ലാത്തതിനാണ് നമ്മൾ സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. അതിന് ഇന്റർപ്രിട്ടേഷൻ എന്താ? വയസ്സിനനുസരിച്ച്, അതായത് വയസ്സിനനുസരിച്ചുള്ള പൊക്കം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്രോണിക് മാൽ ന്യൂട്രീഷൻ ആണ്. അതായത് കുട്ടി വളർന്നു, പ്രായമുണ്ട്,
പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്ലോ പ്രോസസ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ലോ പ്രോസസ്സാണ്. ഒരുപാട് വർഷം മാൽന്യൂട്രീഷൻ ആയതുകൊണ്ടാണ് ഈ പറയുന്ന ഹൈറ്റ് അനുസരിച്ച് ഈ വയസ്സിനനുസരിച്ച് ഹൈറ്റ് ഇല്ലാതെ. അതിനാണ് നമ്മൾ സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിനനുസരിച്ച് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് വെയിറ്റ് ഇല്ല, അതായത് തൂക്കം ഇല്ലാത്തതിനാണ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ. അതായത് നമുക്കിപ്പോൾ അക്യൂട്ട് മാൽന്യൂട്രീഷൻ, കാരണം എനിക്കിപ്പോ 70 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് 74 കിലോ ഉണ്ട്. ശരിക്കും എനിക്ക് 74 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് 171 സെന്റിമീറ്റർ പൊക്കം ഉണ്ടെന്ന് കരുതുക. എനിക്ക് 171 സെന്റിമീറ്റർ, എനിക്ക് 74 kg ആണ് എന്റെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ, ഈ 171 സെന്റിമീറ്ററിന് 74 kg ഓക്കെയാണ്. ഇറ്റ്സ് ആക്ച്വലി മോർ ദാൻ ഗുഡ്. ഇനി വേണ്ടതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്. ഈ പറഞ്ഞ 74 kg എന്ന് പറഞ്ഞാൽ 171 സെന്റിമീറ്റർ. സപ്പോസ് ഞാൻ ഒരു മാസം എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി, ആ ഒരു മാസം കൊണ്ട് എന്റെ 74 kg എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ കുറഞ്ഞ് 60 ആയി. അപ്പൊ 60 എന്ന് പറഞ്ഞാൽ 171 സെന്റിമീറ്ററിന് അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് അല്ല. മനസ്സിലായോ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ടുണ്ടായ വ്യത്യാസമാണ്. അതെന്ന് പറയുന്ന പേരാണ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ, പെട്ടെന്നുണ്ടായ വ്യത്യാസം. അത് ഹൈറ്റ്, അപ്പം എനിക്ക് ഹൈറ്റ് ഓൾറെഡി ഉണ്ട്, ആ ഹൈറ്റിലുണ്ടായിരുന്ന വെയിറ്റ് എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അതിനാണ് ലോ വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് കോൾഡ് വേസ്റ്റിംഗ് ആൻഡ് സൈൻ ഓഫ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ. അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വയസ്സനുസരിച്ച്, അതായത് നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതിനാണ് നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് പ്രായം അനുസരിച്ച് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് പറയുന്നത്. പ്രായം അനുസരിച്ചുള്ള തൂക്കമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതർ ഇറ്റ് ക്യാൻ ബി അക്യൂട്ട് അല്ലെ ക്രോണിക്, നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പം 28 വയസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 27 വയസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് 27 വയസ്സിൽ വേണ്ട kg എത്ര തൂക്കമാണെന്നുള്ളൊരു ചാർട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് ഒരു മാസം മുന്നേ ആ വെയിറ്റ് ഉണ്ടായിരുന്നായിരിക്കാം, ഒരു മാസം കൊണ്ട് കുറഞ്ഞായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ വർഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് കുറെ വർഷങ്ങൾ കൊണ്ട് കുറഞ്ഞായിരിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഏത് അക്യൂട്ട് ആവാം അല്ലെങ്കിൽ ക്രോണിക് ആവാം, ഏത് വേണമെങ്കിലും ആവാം. അതാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ യൂഷ്വലി ഇതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് -2 SD ആണെങ്കിലാണ് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എന്ന് പറയുന്നത്. -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ, അതായത് ജസ്റ്റ് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് മാൽന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്ന -2 SD, -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെ വരുമ്പോഴാണ്. ഇനി സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ, ഈ പാരാമീറ്റേഴ്സ് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ക്യാൻ ബി ഷുവർ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ വളരെ ഷുവർ ആണ്, എന്തായാലും ചോദിക്കും. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷനിലെ സാം എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി 6 to 16 months ഓഫ് ഏജ്, അതായത് 6 മാസം തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, വെയിറ്റ് ഫോർ ഹൈറ്റ്. അതായത് വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണെന്ന് ഓർക്കണം. അക്യൂട്ട് മാൽന്യൂട്രീഷൻ പറഞ്ഞാൽ നമ്മൾ എന്താ അവിടെ പറയുന്നത്? നമ്മൾ വെയിറ്റ് ഫോർ ഹൈറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെയിറ്റ് ഫോർ ഹൈറ്റ് എത്രയുടെ താഴെ ആയിരിക്കണം? -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ മോഡറേറ്റ് ആണ്. മോഡറേറ്റ് മാൽന്യൂട്രീഷൻ ആണ് -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴെ പോകുന്നത്. -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴെ വരുന്നതിന് നമ്മൾ സിവിയർ മാൽന്യൂട്രീഷൻ ആണ് പറയുന്നത്. സിവിയർ എന്ന് പറയുമ്പോൾ -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മളവിടെ നോക്കേണ്ടത്. ഓക്കെ, വെയിറ്റ് ഫോർ ഹൈറ്റ് ബിലോ -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മീഡിയൻ. പിന്നെ വിസിബിൾ സിവിയർ വേസ്റ്റിംഗ്, അത് തന്നെയാണ് സാധനം. പിന്നെ ബൈപീഡൽ എഡിമ. അപ്പൊ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, നമ്മൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മരാസ്മസും ക്വാഷിയോർക്കറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം എന്താണ്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻസ് ആണ്. അപ്പൊ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? എഡിമ ഉണ്ടാവും. അപ്പൊ അതും ഈ പറയുന്ന മാൽന്യൂട്രീഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ എഡിമയും പ്രസൻസ് ഓഫ് ബൈപീഡൽ എഡിമയും നമ്മൾ ഈ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷനിൽ കൺസിഡർ ചെയ്യണം. പിന്നെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ഓൾറെഡി പറഞ്ഞു, ബിലോ <11.5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പൊ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഫീച്ചറാണ് ഈ -11.5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന 1, 2, 3, 4, 5, 6, 7, 8 ക്വസ്റ്റ്യൻസ്, 9, 10, 11 ക്വസ്റ്റ്യൻസ്. നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 11 ക്വസ്റ്റ്യൻസും ഒന്ന് ആലോചിച്ച് നോക്കണം. 11 മാർക്കാണ് കഴിഞ്ഞ കൊല്ലം പീഡിയാട്രിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. അതും നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഇതുവരെയുള്ള ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രം. CNSE നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് വന്നിട്ടുണ്ട്, അത് വേറെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ടോട്ടലി 12 ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം പീഡിയാട്രിക്സിൽ നിന്ന് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം, 12 ക്വസ്റ്റ്യൻ, 12 മാർക്ക്. അപ്പൊ പീഡിയാട്രിക്സ് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കുക. സർജറിന്ന് പോലും 14 മാർക്കേ ഉള്ളൂ. അപ്പൊ പീഡിയാട്രിക്സ് സർജറിയുടെ അത്രയും പോലും ക്ലാസ്സുകളില്ല പീഡിയാട്രിക്സിന്റെ. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിച്ചതിനകത്ത് നിന്ന് എല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നലെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിനകത്ത് നിന്നെല്ലാമാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മൊത്തത്തിൽ ഈ 12 മാർക്ക് നമുക്ക് 12 ഔട്ട് ഓഫ് 12 സോൾവ് ചെയ്ത് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a 6-day old term neonate presented with jaundice.
Serum bilirubin level was total 14 mg per deciliter with direct fraction 6 mg per deciliter. Blood group of baby is A positive, mother O positive. Which among the following makes this a case of pathological jaundice? എന്തായിരിക്കും? സെറം ടോട്ടൽ ബിലിറൂബിൻ എത്ര? 14. ഡയറക്റ്റ് ഫ്രാക്ഷൻ എത്ര? 6. ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ബേബി എ പോസിറ്റീവ്. എന്തായിരിക്കും ഇതിനകത്ത് പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്ന ഇതിനെ പറയാനുള്ള കാരണം എന്നാണ് ചോദിച്ചത്. ഇതിൽ ഈ തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ടോട്ടൽ ബിലിറൂബിൻ വാല്യൂ, ഓപ്ഷൻ ബി കോൺജുഗേറ്റ് ബിലിറൂബിൻ വാല്യൂ, ഓപ്ഷൻ സി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് മദർ ആൻഡ് ബേബി, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. എന്തായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞാണ് പാത്തോളജിക്കൽ ജോണ്ടിസ് ഡിസ്കസ് സമയത്ത് ടോട്ടൽ ബിലിറൂബിൻ ലെവൽ പാത്തോളജിക്കൽ ജോണ്ടിസ് ആണെങ്കിൽ ഒന്നുകിൽ ടോട്ടൽ ബിലിറൂബിൻ ലെവൽ 15 ആയിരിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബിലിറൂബിൻ ലെവൽ മോർ ദാൻ 5 ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടിലും ആണെങ്കിലാണ് നമ്മൾ യൂഷ്വലി കോൺജുഗേറ്റ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലെസ് ദാൻ 24 ഹവേഴ്സിൽ അത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ജോണ്ടിസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പറയുന്ന പോലെ മോർ ദാൻ 2 വീക്സ് ഉണ്ടാകണം. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എനിവേസ് ആ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഡയറക്റ്റ് ഫ്രാക്ഷൻ, ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബിലിറൂബിൻ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 6 mg, വിച്ച് ഇസ് മോർ ദാൻ 5. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി കോൺജുഗേറ്റ് ബിലിറൂബിൻ വാല്യൂ. കോൺജുഗേറ്റ് ബിലിറൂബിൻ വാല്യൂ തന്നെയാണ് ഡയറക്റ്റ് ബിലിറൂബിൻ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 3-month-old infant presented with a history of cough and nasal discharge for 5 days and first episode of breathlessness for past 2 days. On examination, active and playful child, respiratory rate 55 per minute, chest hyperinflated, breath sounds equal with the bilateral expiratory wheeze and crackles. Liver palpable 4 cm below the costal margin, span 5 cm soft. What's the most common etiological agent for this condition? എല്ലാം പോട്ടെ, ഒന്നും വേണ്ട. ഇതിനകത്ത് ഒറ്റ ഒരു ലൈൻ മാത്രം മതി, 2 കാര്യങ്ങൾ മതി. ഒന്ന് 3-month-old infant, 2 ഹൈപ്പർ ഇൻഫ്ലേറ്റഡ്. ബാക്കി വൈറൽ ഇൻഫെക്ഷൻ ആണ് ഓൾറെഡി നമുക്ക് ഇത് കാണുമ്പോൾ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം 3 വൈറസ്, മിക്കവാറും ഈ വൈറസ് തന്നെ ആയിരിക്കും. നിയോനേസ് ഇൻഫൻസിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഏത് കണ്ടീഷനിലാ? റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് എ കേസ് ഓഫ് അക്യൂട്ട് ബ്രോങ്കിയോളൈറ്റിസ്. ബ്രോങ്കിയോളൈറ്റിസ് ആണ് ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചതെല്ലാം കോറിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയഗ്നോസിസ് ആദ്യം എത്തുക. ഡയഗ്നോസിസ് ആണ് ബാക്കി ആൻസറുകൾ വരുന്നത്. ഡയഗ്നോസിസ് ആണ് നമുക്ക് ചിലപ്പോൾ ഡയഗ്നോസിസ് ആയിരിക്കും ക്വസ്റ്റ്യൻ, ചിലപ്പോൾ പോസിറ്റീവ് ഏജന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ. എന്തിനാണെന്ന് നമുക്ക് ഡയഗ്നോസ് ആദ്യം മനസ്സിലാണ്. ഇതിന്റെ ഡയഗ്നോസ് എന്റെ മെയിൻ കീ, ഇതിന്റെ ബസ് വേർഡ് എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ് ആണ്. ബാക്കിയൊന്നും അതിന്റെ ഹെപ്പറ്റോസ്പ്ലീനോ മെഗാലി ഒക്കെ യെസ് ഓക്കെ, എന്നാൽ പോലും ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ. അതിന്റെ ആൻസർ ബ്രോങ്കിയോളൈറ്റിസ് ആണ്. ബ്രോങ്കിയോളൈറ്റിസിന്റെ പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ആണ്. ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോങ്കിയോളൈറ്റിസിന് മുന്നത്തെ ക്ലാസ്സിലാണ് പഠിച്ചത്. ആ ക്ലാസ്സിലേക്ക് തിരിച്ചു പോവുക, അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ നിയോനേറ്റൽ റെസ്പിറേറ്ററി ഡിസ്ട്രസിനകത്ത് 3-ാമത്തെയോ 4-ാമത്തെ ഫിഗർ ആണത്. അതിനകത്ത് നമ്മൾ 3-ാമത്തെ ഫിഗർ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്രം ഉണ്ട്, അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രോങ്കിയോളൈറ്റിസ്, പോസിറ്റീവ് ഏജന്റ് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. ആൻസർ സി. During the initial steps of resuscitation of a neonate with birth asphyxia, when there is a failure of expansion of chest with bag and mask ventilation, what is the first corrective step to be tried? 1 റീഅഡ്ജസ്റ്റ് മാസ്ക്, 2 റീപോസിഷൻ ഹെഡ് ആൻഡ് നെക്ക്, 3 സക്ഷൻ മൗത്ത് ആൻഡ് നോസ്, 4 സ്ക്വീസ് ബാക്ക് ഹാർഡ്. ഇത് നിയോനേറ്റൽ റിസസിറ്റേഷൻ ആണ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റീഅഡ്ജസ്റ്റ് മാസ്ക് ആണ്. ഞാൻ ഓൾറെഡി അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയായിരുന്നു ക്ലാസ്സിനിടയ്ക്ക്. എനിക്ക് ഉറപ്പ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് റീഅഡ്ജസ്റ്റ് മാസ്ക് എപ്പോഴും നമ്മൾ ആദ്യം ഈ പറയുന്ന നിയോനേറ്റ് ബർത്ത് ആസ്ഫിക്സിയ അത് കറക്റ്റ് ആവുന്നില്ല, ഫെയിലിയർ ഓഫ് എക്സ്പാൻഷൻ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാസ്ക് പൊസിഷൻ കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുവേണ്ടി നമ്മൾ റീഅഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മാസ്ക്, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ നോക്കാവും. ആൻസർ ഇസ് ഓപ്ഷൻ എ. വിച്ച് among the following is not associated with short stature? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നമ്മള് നമ്മുടെ എന്താ പറയാ നമ്മുടെ മാക്രോകെഫാലി ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഗസ്റ്റേഷൻ ഏജ്, സ്മോൾ ഫോർ ഗസ്റ്റേഷൻ ഏജ്, ലാർജ് ഫോർ ഗസ്റ്റേഷൻ ഏജ് ഒക്കെ ഡിസ്കസ് ചെയ്ത ടൈമിൽ ലാർജ് ഫോർ ഗസ്റ്റേഷൻ ഏജിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെ എക്സാമ്പിൾ പഠിപ്പിച്ച സമയത്ത് നമ്മൾ 3 ഫീച്ചേഴ്സ് പഠിപ്പിച്ചു. ലാർജ് ഫോർ ഗസ്റ്റേഷൻ ഏജിൽ ഏതൊക്കെയാ 3 എക്സാമ്പിൾ? 1 സോട്ടോ സിൻഡ്രോം, 2 ഇൻഫന്റ് ഡയബറ്റിസ് മദർ, 3 ഏതാ? 3-ാമത്തെയാണ് ഇതിന്റെ ആൻസർ ബെക്ക്വിത്ത് ബീഡ്മാൻ സിൻഡ്രോം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇത് ഓർത്ത് വെക്കുക, ബെക്ക്വിത്ത് ബീഡ്മാൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഫോർ ഗസ്റ്റേഷൻ ഏജ് ബേബീസ് ആണ്. അവർക്ക് ഷോർട്ട് സ്റ്റേച്ചർ അല്ല, ബിഗ് സ്റ്റേച്ചർ ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, അപ്പം ഇതിന്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു കാര്യം പഠിപ്പിക്കാൻ മിസ്സായി പോയി. ആക്ച്വലി ഞാൻ പഠിപ്പിക്കാൻ തന്നെ വെച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ ഡിസ്കസ് ചെയ്ത് വന്ന ടൈമിൽ ഞാൻ ഒരു ഭാഗം മാത്രം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിപ്പിച്ചില്ലേ, നമ്മുടെ ഡിസോർഡേഴ്സ് ഇൻ മെറ്റബോളിസം, ആ സാധനം പഠിപ്പിച്ച ടൈമിൽ അത് ഒരു സാധനം നമ്മൾ മിസ്സായി പോയി. അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം ചോദിക്കുകയും ചെയ്തതാണ്. ഇത് ഒറ്റ വേർഡിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അത് ഞാൻ പഠിപ്പിച്ചു തരാം.
A 3-month-old baby born of second degree consanguineous marriage, ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, was brought with complaints of weight difficulty, poor weight gain. On examination രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, തിൻ ആൻഡ് ഫ്ലോപ്പി ഇൻഫന്റ് എന്ന് പറഞ്ഞ പോയിന്റ്, ലാർജ് ആൻഡ് പ്രിവെന്റ് ഒന്നും കുഴപ്പമില്ല, ടാക്കിക്കാർഡിയ ടാക്കിപ്പി ഒന്നും കുഴപ്പമില്ല. കാർഡിയോ മെഗാലി, ഈ രണ്ട് സാധനങ്ങൾ, ഒന്ന് തിൻ ആൻഡ് ഫ്ലോപ്പി ഇൻഫന്റ്, രണ്ട് കാർഡിയോ മെഗാലി. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് ഒരു മെറ്റബോളിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസോർഡർ ഓഫ് മെറ്റബോളിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസത്തിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന. ഇത് നമ്മൾ ഈ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ, കാരണം PSCയുടെ ടോപ്പ് ലിസ്റ്റിൽ നിന്നാണ് ഞാൻ എന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ യൂഷ്വലി 95% ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഏതൊരു എക്സാം ആണെങ്കിലും ഫുൾ ടോപ്പിക് ലിസ്റ്റിൽ തന്നെ വരണമെന്ന് പറയാൻ പറ്റില്ല. ഒരു 6-7 ക്വസ്റ്റ്യൻസ് അല്ലാതെ വേണേ വരാം. അത് നമ്മൾ നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മുടെ തിങ്കിങ് കേപ്പബിലിറ്റി, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നീറ്റ് PGയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് അത് ആപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ട്, നമ്മുടെ മാസ്റ്റർക്കിയുടെ ആപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു അക്യൂമെന്റ്, ഒരു ക്ലിനിക്കൽ അക്യൂമെന്റ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സ്കില്ല്, അതിനകത്തു നിന്നൊക്കെയാണ് ബാക്കി ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ടോപ്പേഴ്സ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? പഠിച്ചത് മാത്രം പഠിക്കണം, പഠിപ്പിക്കുന്ന എല്ലാം പഠിക്കണം, അതിന്റെ കൂടെ എക്സ്ട്രാ കൂടി ചെയ്യുമ്പോഴാണ് ടോപ്പേഴ്സ് ആവുന്നത്. അപ്പോ ഇത് തിൻ ആൻഡ് ഫ്ലോപ്പി ഇൻഫന്റ്, കാർഡിയോ മെഗാലി, ഈ രണ്ട് ടോപ്പിക്, ഈ രണ്ട് പോയിന്റ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ലൈക്ക് ഇത്, പിന്നെ എന്റെ ഓപ്ഷനോട് കാണുമ്പോൾ ഇത് ഇൻബേൺ എറർ ഓഫ് മെറ്റബോളിസം ആണെന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് നമ്മൾ വോൺ ഗിർക്കിസ് ഡിസീസ് ഇന്നലെ പറഞ്ഞു, അതിനകത്ത് നമ്മൾ കാർഡിയോ മെഗാലി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫിനൈൽ ക്യൂറ്റിനൂർ നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമ്മൾ കാർഡിയോ മെഗാലി ഡിസ്കസ് ചെയ്തിട്ടില്ല. മ്യൂക്കോപോളിസാക്കറോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് പോട്ടെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? റൂളിംഗ് ഔട്ട് വെച്ച് നമുക്ക് പറയാം ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. പക്ഷെ നമ്മൾ പോംബിസ് ഡിസീസ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് നമുക്ക് പോംബിസ് ഡിസീസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സ്ലൈഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മള് വോൺ ഗിർക്കി പറഞ്ഞു, നമ്മൾ കോറീസ് പറഞ്ഞു, നമ്മൾ മക്കാർഡിൽ പറഞ്ഞു, ഹെർ പറഞ്ഞു, ടോർവീസ് പറഞ്ഞു, ആൻഡേഴ്സൺ പറഞ്ഞു. പക്ഷെ ഒരു സാധനം പറഞ്ഞില്ല, പോംബി പറഞ്ഞില്ല. പോംബി ഇവിടെ കിടപ്പുണ്ടായിരുന്നു, നമ്മളത് വിട്ടുപോയി. പോംബിസ് ഡിസീസിലെ രണ്ട് ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഹൈപ്പോട്ടോണിയ ഉണ്ട് ബേബിക്ക്, അതാണ് ഫ്ലോപ്പി ബേബി എന്ന് പറയുന്നത്. രണ്ട്, കാർഡിയോ മയോപ്പതി ഉണ്ട്. കാർഡിയോ മയോപ്പതി അല്ല, സോറി, കാർഡിയോ മെഗാലി. ഇത് എഴുതിയിരിക്കുന്ന തെറ്റാണ്, കറക്റ്റ് ചെയ്തോണേ. കാർഡിയോ മയോപ്പതി അല്ല, കാർഡിയോ മെഗാലിയാണ്. കാർഡിയോ മെഗാലി, അത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി, ഓർത്താൽ മതി. കാർഡിയോ മെഗാലി എന്ന് ഓർത്താൽ മതി. ഹൈപ്പോട്ടോണിയ ആൻഡ് കാർഡിയോ മെഗാലി പോംബിസ് ഡിസീസ്. അതിലുണ്ടാവുന്ന എൻസൈം ഡിഫക്ട് എന്ന് പറയുന്നത്, അതിന്റെ പേര് കാണാൻ പഠിച്ചോളുക, ലൈസോസോമൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്നാണ് അതിന്റെ പേര്. ആസിഡ് മാൾട്ടേസ് എന്ന് പറയും. ആസിഡ് മാൾട്ടേസ് അഥവാ ലൈസോസോമൽ ആൽഫ ഗ്ലൂക്കോസിഡേസ്. അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് വായിക്കുക. ഹൈപ്പോട്ടോണിയ, കാർഡിയോ മെഗാലി, അത് രണ്ടുമാണ് പോംബയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. Next question. 1-month-old baby with the complaints of non-bilious vomiting since second week of life. On examination, thin, emaciated, and hydrated. Abdomen distended with visible peristalsis in upper abdomen. USG abdomen cleanser diagnosis. എന്താണ് ഇതിന്റെ ഡയഗ്നോസിസ്? ഓൾറെഡി പറഞ്ഞു. എന്താണ് വിസിബിൾ പെരിസ്റ്റാൾസിസ്, നോൺ ബിലിയസ് വോമിറ്റിംഗ്, വിസിബിൾ പെരിസ്റ്റാൾസ് ഒക്കെ ആരെല്ലാം കാണുന്നത്? നോൺ ബിലിയസ് വോമിറ്റിംഗ് ആരെല്ലാം കാണുന്നത്? ഇൻഫന്റൈൽ ഹൈപ്പോട്രോഫിക് അല്ലെ കൺജനിറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സിനോസിലായിരിക്കും. എന്താ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്? റെഫർ ടു സർജൻ ഇമ്മീഡിയറ്റ്ലി. ബി, കറക്റ്റ് ഡീഹൈഡ്രേഷൻ. സി, കറക്റ്റ് ഡിസ്ലെക്ടോമിയ. ഡി, ബി ആൻഡ് സി. മിക്ക ആളുകളും ഇതിന്റെ ആൻസർ റെഫർ ടു സർജൻ ഇമ്മീഡിയറ്റ്ലി ആണ് എഴുതി വെച്ചത്. അല്ല, ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ നെക്സ്റ്റ് ആണ്. ഇമ്മീഡിയറ്റ്ലി, നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്, ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പല ട്രിക്കും പല ട്വിസ്റ്റുകളും ക്വസ്റ്റ്യൻ കാണും, അതെല്ലാം വൃത്തിക്ക് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതിന്റെ ആൻസർ കറക്റ്റ് ഡീഹൈഡ്രേഷൻ, കറക്റ്റ് ഡിസ്ലെക്ടോമി, ഈ രണ്ട് സാധനങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി സർജന്റെ അടുത്തേക്ക് വിടത്തുള്ളൂ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ബോത്ത് ബി ആൻഡ് സി ഹാസ് ടു ബി ഡൺ. വിച്ച് among the following is a criterion for severe acute malnutrition? വെയിറ്റ് ലെസ് ദാൻ തേർഡ് സെന്റൈൽ ആണോ? അല്ല. MUAC ലെസ് ദാൻ 12.5 ആണോ? അല്ല. ലെസ് ദാൻ 11.5 ആണ്. ഇത് തേർഡ് സെന്റൈൽ, തേർഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉണ്ടോ? അതാ ഇവിടെ തെറ്റിയത്. അത് എന്തെങ്കിലും ഓപ്ഷൻ മൊത്തം തെറ്റാ. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല ആൻസർ. അപ്പൊ ഓപ്ഷൻ സി ആണ്. വെയിറ്റ് ഫോർ ഹൈറ്റ് ലെസ് ദാൻ -3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. A 31-year-old girl was diagnosed to have oligoarticular rheumatoid arthritis. She was found to be ANA positive. Which organ is to be urgently evaluated and frequently followed up to avoid complication? ANA positive plus oligoarticular rheumatoid arthritis. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് രണ്ടുകൂടെ വരുമ്പോൾ ആരിൽ എന്താണ് ഉണ്ടാകുന്നത്? യുവൈറ്റിസ് ആണ് ഉണ്ടാകുന്നത്. അത് എവിടെയാണ് ഉണ്ടാകുന്നത്? കണ്ണിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ഐ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1.5-year-old
A 1.5-year-old child with fever and skin rash for past 6 days. On examination, child is irritable, bilateral conjunctival congestion, cheilitis with oral mucosal congestion, left posterior cervical lymph node enlarged, slightly tender, generalized maculopapular rash, hepatosplenomegaly illa. Initial investigation revealed marked increase in acute phase reactants. What's the most important investigation will do this? ഇത് കൂടുതൽ ആലോചിക്കാനില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഫീവർ, സ്കിൻ റാഷ്, ലെഫ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബസ് ബേർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലെഫ്റ്റ് പോസ്റ്റീരിയർ, ലെഫ്റ്റ് പോട്ടെ, പോസ്റ്റീരിയർ സെർവൈക്കൽ ലിംഫ് നോഡ് എൻലാർജ് അല്ലെങ്കിൽ സെർവൈക്കൽ ലിംഫ് നോഡ് എൻലാർജ്മെന്റ്, പിന്നെ മാക്യുലോപാപ്പുലർ റാഷ്. ഈ രണ്ട് സാധനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ആക്ച്വലി കാവസാക്കി ഡിസീസ്. കാവസാക്കി ഡിസീസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ക്രീം എന്ന്, ബൈലാറ്ററൽ നോൺ എക്സിഡേറ്റീവ് കൺജങ്ക്റ്റിവൈറ്റിസ്, റാഷസ്, മറ്റേ എറിത്മ, അഡിനോപ്പതി, സെർവൈക്കൽ ലിംഫ് അഡിനോപ്പതി, അതല്ല. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് എന്താണ്? ആൻസർ ബി, എക്കോ. എന്തുകൊണ്ടാ? നമ്മൾ അവിടെ കോംപ്ലിക്കേഷൻ പഠിച്ച എന്തായിരുന്നു? കൊറോണറി ആർട്ടറി അന്യൂറിസം ഒരു വലിയ കോംപ്ലിക്കേഷൻ ആണ് അതിന്റെ. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആർക്ക് എന്തായിരിക്കും? എക്കോ ചെയ്യണം. എക്കോ ചെയ്തെങ്കിൽ നമുക്ക് ഹാർട്ടിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ എക്കോ ചെയ്യണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. Which among the following is the most common congenital heart disease seen in children with Down syndrome? ഒറ്റ ക്വസ്റ്റ്യൻ, ഒറ്റ ലൈനിൽ ആൻസർ, എൻഡോകാർഡിയൽ ക്വിഷൻ ഡിഫക്ട്. എത്ര വർഷം പറഞ്ഞാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആൻസർ 73A. Newborn was last question. A newborn was brought with complaints of not passing meconium within 74 hours. Which among the following conditions could lead to a delayed passage of meconium? Complaints of not, newborn എപ്പോഴാണ് കൊണ്ടുവന്ന? ന്യൂബോൺ വാസ് ബോട്ട് വിത്ത് കംപ്ലൈൻസ് ഓഫ് നോട്ട് പാസിംഗ് മെക്കോണിയം ഫോർ വിത്തിൻ 24 hours. ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ ഒരു ഇൻഫന്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, കംപ്ലൈൻസ് ഓഫ് നോട്ട് പാസിംഗ് മെക്കോണിയം. നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടത് ആഫ്റ്റർ റൂളിംഗ് ഔട്ട് ഓൾ ദ കോമൺ കണ്ടീഷൻസ്, പിന്നെ എത്തേണ്ടത് ഹിഷ്പങ്സ് ഡിസീസ് ആണ്. നമ്മുടെ എക്സാം സെറ്റപ്പിൽ ഹിഷ്പങ്സ് ഡിസീസ് ആണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം ഹിഷ്പങ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിഷ്പങ്സ് ഡിസീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലേക്ക് ന്യൂറൽ ക്രസ്റ്റ് സെൽസിന്റെ മൈഗ്രേഷൻ ഉണ്ടാകുന്നില്ല. ന്യൂറൽ ക്രസ്റ്റ് സെൽസിന്റെ മൈഗ്രേഷൻ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് പെരിസ്റ്റാൾസിസ് ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? സിഗ്മോയിഡ് കോളനിൽ ഈ പറയുന്ന മിക്കോണിയം എന്ന് പറയും. സിഗ്മോയിഡ് മെഗാ കോളൻ ഉണ്ടാവും. സിഗ്മോയിഡ് ഭയങ്കരമായ രീതിയിൽ വലുതാവും. അപ്പൊ സിഗ്മോയിഡ് മെഗാ കോളൻ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മിക്കോണിയം പാസ് ആവാൻ പറ്റാത്ത കണ്ടീഷൻ ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ന്യൂറൽ ക്രസ്റ്റ് സെൽ മൈഗ്രേഷൻ ടു ദ റെക്ടം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹിഷ്പങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഹിഷ്പങ് ഡിസീസ് എന്തായാലും ഒരു ക്വസ്റ്റൻ ഉറപ്പാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അപ്പൊ നമ്മൾ പീഡിയാട്രിക്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇത്. നമ്മൾ നാളെ CNS ഡിസ്കസ് ചെയ്യും. CNS ഞാൻ ഒരു ക്വസ്റ്റൻ കണ്ടേ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. മെയിനായിട്ട് ന്യൂനൈറ്റൽ നമ്മുടെ സീഷറുകൾ, പിന്നെ എപ്പിലെപ്സി, പിന്നെ ഹൈപ്പോക്സിക് ഇസ്കിമിക് എൻകെഫലോപ്പതി, ഇതൊക്കെയാണ് നമ്മൾ പീഡിയാട്രിക് CNS നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും സ്ട്രെസ് ചെയ്യുകയാണ്, എക്സാമുകൾ അടുത്ത് വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. നല്ലൊരു മാർക്ക് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് പേരെ വിളിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ CMO അല്ലെങ്കിൽ അസിസ്റ്റന്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഒക്ടോബർ, ഇപ്പം നമുക്ക് സെപ്റ്റംബർ തീരാറായി, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, 2 months മൊത്തം ഉണ്ട്, 60 days മൊത്തം ഉണ്ട്. കറക്റ്റ് 60 days ആണ് നമുക്കുള്ളത്. ഇന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് 65 days ഉണ്ട്. ഈ 65 days പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ നമ്മുടെ നാളെ കൊണ്ട് നമുക്ക് നമ്മുടെ പീഡിയാട്രിക്സ് ടോപ്പിക്ക് തീരും. പിന്നുള്ള ഡെർമറ്റോളജി, സൈക്കാട്രി ആണ്. മാക്സിമം ഒരു ഒക്ടോബർ 2nd week കഴിയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പോർഷൻസ് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. MO Prep എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ UPSC CMS ക്വസ്റ്റ്യൻസ് കിട്ടും. കേരള PSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെ ഓൺലൈനിൽ അത്ര അവൈലബിൾ അല്ല. ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കഴിഞ്ഞ കൊല്ലം നടന്ന മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് മുന്നത്തേന്റെ 2015 നടന്നതിന്റെ അതിന് മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്ക് ആ പോർഷൻസ് ഒന്നും അല്ല. അതിന് ഒരുപാട് റിവൈസ് ചെയ്ത ടോപ്പിക്സ് ആണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. ആ സെയിം ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഈ കൊല്ലവും നമുക്ക് ഈ എക്സാമിനും വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട്സ് എന്താ ചോദിക്കാം. യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.